വൈൽഡർ പെൻഫീൽഡ് 1968 കാലഘട്ടങ്ങളിൽ നടത്തിയ ഈ ഒരു സ്റ്റഡിയാണ് സിഗ്മണ്ട് ഫ്രോയിഡിന്റെ ആ തിയറിക്ക് അടിസ്ഥാനപ്പെടുത്തി ഒരു ബ്രെയിൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റഡി ആയിട്ട് അതിനെ മാറുന്നത്. അപ്പൊ അങ്ങനെ ഒരു മാറ്റം ഉണ്ടാകാനുള്ള മറ്റൊരു കാരണം ഇദ്ദേഹത്തിന്റെ സ്റ്റഡികളിൽ ന്യൂറൽ ബ്രെയിനിനെ കുറിച്ചുള്ള വളരെ കൃത്യതയോടെയുള്ള സ്റ്റഡികളിൽ ചില നിരീക്ഷണങ്ങൾ അദ്ദേഹം ഇങ്ങനെയാണ് നടത്തിയിരുന്നത്. ആർട്ടിഫിഷ്യൽ ഇലക്ട്രിക്കൽ ബ്രെയിൻ സ്റ്റിമുലേഷൻ ആണ് അദ്ദേഹം കൊടുത്തത്. നോർമൽ ബ്രെയിൻ തലയൊക്കെ ഇടിക്കുമ്പോൾ ഉണ്ടാകുന്ന സ്റ്റിമുലേഷൻ അല്ല, ഇത് ആർട്ടിഫിഷ്യൽ ഇലക്ട്രിക്, നമ്മൾ മാഗ്നറ്റിക് നീഡിൽസ് വെച്ച് അദ്ദേഹം നടത്തിയ സ്റ്റഡി. ഇപ്പോൾ ആ സ്റ്റഡിക്ക് ഡീപ്പ് ബ്രെയിൻ സ്റ്റിമുലേഷൻ എന്ന് പറയുന്നത് വളരെ പ്രചാരത്തിലുള്ള ഒരു സ്റ്റഡിയാണ് ഡീപ്പ് ബ്രെയിൻ സ്റ്റിമുലേഷൻ. അപ്പൊ ഇങ്ങനെയുള്ള സ്റ്റിമുലേഷൻസ് കൊടുത്ത് പ്രത്യേകിച്ച് പാർക്കിൻസൺസ് ഡിസീസിനൊക്കെ അതുപോലെ തന്നെ ട്യൂമർ സിൻഡ്രത്തിനൊക്കെ വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു പരിഹാര രീതിയായിട്ട് ഇപ്പോൾ ഇത് ഉപയോഗിക്കുന്നു. ഇതെല്ലാം പെൻഫീൽഡ് നടത്തിയ സ്റ്റഡികളുടെ പ്രത്യേകതകളാണ്. അപ്പൊ ഈ സ്റ്റഡികളെല്ലാം ഒന്ന് രണ്ട് എക്സാമ്പിൾസ് കൂടെ അദ്ദേഹത്തിന്റെ സ്റ്റഡികളുടെ ഇമ്പോർട്ടൻസിൽ പറയുന്നുണ്ട്. ഇതുപോലൊരു സ്റ്റഡി, ഒരു റിപ്പോർട്ട് അദ്ദേഹം സമർപ്പിച്ചു 1937 ബ്രെയിൻ ഓപ്പൺ ചെയ്തിട്ട് അതിന്റെ ചില പോയിന്റ്സിലും ഈ പറയുന്ന നീഡിൽസ് കൊണ്ട് ടച്ച് ചെയ്യുമ്പോൾ ചില പോയിന്റുകളിൽ ഉണ്ടാകുന്ന ചേഞ്ചസ്, 0.18 എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നത്, നെറ്റിൽ കിടക്കുന്ന ഒരു പിക്ചറാണ്. 18 എന്ന് പറയുന്ന ഒരു പോയിന്റിൽ ടച്ച് ചെയ്യുമ്പോൾ സ്ലൈറ്റ് ട്വിസ്റ്റിംഗ് ഓഫ് ആംസ് ആൻഡ് ഹാൻഡ്സ് ലൈക്ക് എ ഷോക്ക്. അപ്പൊ ഷോക്ക് അടിച്ചതുപോലെ ആ ആംസിനൊക്കെ ഒരു ട്വിസ്റ്റിംഗ് ഉണ്ടാകാൻ സാധ്യത. അതുപോലെ നമ്പർ 8 എന്ന് പറയുന്ന ഒരു പൊസിഷനിൽ ടച്ച് ചെയ്യുമ്പോൾ ഫെൽറ്റ് സെൻസേഷൻ ഓഫ് മൂവ്മെന്റ്സ് ഇൻ തമ്പിൽ സെൻസേഷൻ ഉണ്ടാകും. അതുപോലെ തന്നെ 13 എന്ന് പറയുന്ന പോയിന്റിൽ ടച്ച് ചെയ്യുമ്പോൾ നംനെസ് ഓൾ ഡൗൺ ദ റൈറ്റ് ലെഗ്. അപ്പൊ ഇങ്ങനെയുള്ള സ്റ്റഡികളാണ് ബ്രെയിൻ ഓപ്പൺ ചെയ്ത് ആദ്യമായിട്ട് നടത്തുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ബ്രെയിൻ സ്റ്റഡികൾ നടത്തിയതിന്റെ പശ്ചാത്തലത്തിൽ സിഗ്മണ്ട് ഫ്രോയിഡിന്റെ സ്റ്റഡിയും ഇതുമായിട്ട് കൂട്ടി കണക്ട് ചെയ്ത് വെച്ച് പുതിയൊരു സിസ്റ്റം ഡെവലപ്പ് ചെയ്തതാണ് സത്യത്തിലെ ട്രാൻസാക്ഷൻ അനാലിസിസ് എന്ന് പറയുന്ന സിസ്റ്റത്തിലേക്ക് നമ്മളെ കൊണ്ട് എത്തിച്ചത്. എറിക് ബേൺ എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞൻ ഈ പരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ സ്റ്റഡികളോട് ചേർത്ത് വെച്ചിട്ട് നടത്തിയ ചില നിരീക്ഷണങ്ങളും പഠനങ്ങളുമാണ് ട്രാൻസാക്ഷൻ അനാലിസിസ് എന്ന് പറയുന്ന ഒരു സിസ്റ്റത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിച്ചത്. എറിക് ബേൺ 1910 മുതൽ 70s വരെ ഉണ്ടായിരുന്നു. ഈ കാലഘട്ടങ്ങളിൽ MRIയുടെ ഈ സ്ട്രക്ചറും അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഡെവലപ്പായി. പെൻഫീൽഡ് നടത്തിയ സ്റ്റഡികളിലെല്ലാം ഇദ്ദേഹം അസോസിയേറ്റ് ചെയ്തു. അദ്ദേഹം ഒരു കനേഡിയൻ ബോൺ സൈക്കാട്രിസ്റ്റ് ആണ്. അദ്ദേഹമാണ് ഈ ട്രാൻസാക്ഷൻ അനാലിസിസ് എന്ന് പറയുന്ന സ്റ്റഡിയിലേക്ക് ആദ്യമായിട്ട് കൊണ്ടുവരുന്നത്. അപ്പൊ ബ്രെയിനിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് നമ്മുടെ ബിഹേവിയറിൽ ഉണ്ടാകുന്ന ചേഞ്ചസ്, അതായത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ചേഞ്ചസുമായിട്ട് കണക്ട് ചെയ്ത് വളരെ ക്രിയാത്മകമായ ഒരു സ്റ്റഡിയാണ് പെൻഫീൽഡ് നടത്തിയ സ്റ്റഡിയോട് ചേർത്ത് വെച്ച് എറിക് ബേൺ ഡെവലപ്പ് ചെയ്തത്. ഇനി ഇതിന്റെ പശ്ചാത്തലം, ഇത് എന്തുകൊണ്ടാണ് ഇതിങ്ങനെ മുന്നോട്ട് പോകുന്നത് എന്ന് ചോദിച്ചാൽ, നമ്മുടെ ബ്രെയിനിന്റെ സിസ്റ്റം, ഈ ബ്രെയിനിന് 3 സിസ്റ്റങ്ങളുണ്ട്. 3 ബ്രെയിൻ കോംപ്ലക്സ് എന്ന പേരിൽ ഇത് അറിയപ്പെടും. അതില് ഒന്ന് ഒരു സെറിബ്രൽ കോർട്ടക്സ് എന്ന് പറഞ്ഞ ടെക്സ് എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ട്. അത് നമ്മുടെ ഫ്രണ്ടിലുള്ള കാണുന്നത് നമ്മുടെ ബ്രെയിനിന്റെ ഫ്രണ്ട് ഏരിയ ആണ്, സെറിബ്രൽ കോർട്ടക്സ്. രണ്ടാമത്തെ ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലിംബിക് സിസ്റ്റം എന്ന് പറയും. ലിംബിക് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് മിഡ് ഏരിയ, നമ്മുടെ മെമ്മറി അങ്ങനെയുള്ള സിസ്റ്റവുമായിട്ട് കണക്ട് ചെയ്യുന്ന ഏരിയ. മൂന്നാമത്തെ ഏരിയ സെറിബെല്ലം, നമ്മുടെ സ്റ്റെമ്മുമായിട്ട് കണക്ട് ചെയ്യുന്ന ഏരിയ, സെറിബ്രൽ കോർട്ടക്സ്. അവിടെ തിങ്കിങ്, ഏരിയ എന്ന് വെച്ചാൽ സെറിബ്രൽ കോർട്ടക്സ് ടെക്സ് എന്ന് പറഞ്ഞ് അറിയപ്പെടുന്ന ഏരിയ ആണ്. തിങ്കിങ് പാർട്ട് ഓഫ് ദി ബ്രെയിൻ, റീസണിങ്, ജഡ്ജ്മെന്റ്, മോട്ടിവേഷൻ, പെർസെപ്ഷൻ, മെമ്മറി, ലേണിംഗ്, ഇതെല്ലാം കൺട്രോൾ ചെയ്ത് നമ്മുടെ ഫ്രണ്ടിൽ കാണുന്ന ഏരിയ. അത് തിങ്കിങ് ഏരിയ ആണ്.
കോഗ്നിറ്റീവ് എബിലിറ്റി നമുക്ക് നൽകുന്ന ഏരിയയാണ് സെറിബ്രൽ കോർട്ടെക്സ് എന്ന് പറയുന്ന ഏരിയ. ലിംബിക് സിസ്റ്റം എന്ന് പറയുന്നത് മോട്ടോർ കൺട്രോൾ ആണ്. പാർട്ട് ഓഫ് ബ്രെയിൻ റിയാക്ഷൻ പാർട്ട് ഓഫ് അവർ ബ്രെയിൻ ആണ് ലിംബിക് സിസ്റ്റം. ഇമോഷൻ, ഫൈറ്റ് ഓർ ഫ്ലൈറ്റ്, പ്ലഷർ, റിവാർഡ്, പെയിന്, ഇതെല്ലാം റിയലൈസ് ചെയ്യുന്നു. റിയാക്ഷൻസിനെ കറക്റ്റായിട്ട് സെൻസ് ചെയ്യുന്നു. കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് പറഞ്ഞാൽ നമ്മുടെ ഇമോഷൻസ്, നമ്മുടെ റിലേഷൻഷിപ്പിനെ എല്ലാം കറക്റ്റായിട്ട് കൺട്രോൾ ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ലിംബിക് സിസ്റ്റം. സെറിബെല്ലം എന്ന് പറഞ്ഞാൽ മോട്ടോർ കൺട്രോൾ, പാർട്ട് ഓഫ് ദി ബ്രെയിൻ, ബ്രീത്തിങ്, ഹാർട്ട് ബീറ്റ്, അതുപോലെ മോട്ടോർ സ്കിൽസ്, ഇതെല്ലാം സ്റ്റെമ്മുമായിട്ട് എന്ന് വെച്ചാൽ നട്ടെല്ലുമായിട്ട് കണക്ട് ചെയ്യുന്ന ഏരിയയുടെ പാർട്ടാണ് സെറിബെല്ലം എന്ന് പറയുന്നത്. അപ്പൊ ബ്രെയിനെ നമുക്ക് ഇനി മൂന്നായിട്ട് തിരിക്കും. ഈ മൂന്ന് സിസ്റ്റവും മൂന്ന് ഫങ്ഷൻസാണ് ചെയ്യുന്നത്. സെറിബ്രൽ കോർട്ടെക്സ് എന്ന് പറയുന്ന ഫങ്ഷൻ ചെയ്യുന്ന പ്രധാനപ്പെട്ട വർക്കുകൾ എന്ന് പറയുന്നത് തിങ്കിങ് ഏരിയ ആണ്. റീസണിങ്, ലോജിക്കലായിട്ടുള്ള തിങ്കിങ്, കാര്യങ്ങളൊക്കെ പറയുകയും മനസ്സിലാക്കുകയും ഒരു ലോജിക് മൈൻഡോട് കൂടി കാര്യങ്ങളെ നിരീക്ഷിക്കാനും കാണാനും കണ്ടതിനെ അനലൈസ് ചെയ്യാനും ഒക്കെ ഉള്ള സിസ്റ്റമാണ്. അപ്പൊ ഒരു തിങ്കിങ് ഏരിയ എന്ന് പറയാം. രണ്ടാമത്തെ ഏരിയ മിഡിൽ ബ്രെയിൻ ആണ്, അല്ലെങ്കിൽ മിഡ് ബ്രെയിൻ എന്ന് പറയാം, അല്ലെങ്കിൽ നമ്മുടെ ലിംബിക് സിസ്റ്റം എന്ന് പറയാം. ആ സിസ്റ്റത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ റിലേഷൻഷിപ്പിനെ അത് കൺട്രോൾ ചെയ്യും. ഇമോഷൻസിനെ, നമ്മുടെ ചുറ്റുപാടും ഉണ്ടാകുന്ന സാഹചര്യങ്ങളെ, നമ്മുടെ ശരീരത്തിന് ഒരു ത്രട്ട് വന്നാൽ അല്ലെങ്കിൽ നമ്മുടെ ബോഡിക്ക് ഒരു ത്രട്ട് വന്നാൽ അതിനെ എങ്ങനെ മാനേജ് ചെയ്യാം, പ്ലഷർ, പെയിന്, റിവാർഡ്, ഇങ്ങനെയുള്ള സിസ്റ്റം. നമ്മുടെ റിലേഷൻഷിപ്പിനെ കൂടുതൽ കണക്ട് ചെയ്യുന്ന ഒരു സിസ്റ്റം. അവിടെ കുറെ മെമ്മറി ഏരിയകളുണ്ട്, പാസ്റ്റ് മെമ്മറിയുടെ ഏരിയ ഉണ്ട്, ഇമോഷൻ സെന്റർ ഉണ്ട്, ഹിപ്പോകാമ്പസ് എന്ന് പറയുന്ന മെമ്മറി സിസ്റ്റം ഉണ്ട്. ഇതെല്ലാം ലിംബിക് സിസ്റ്റത്തിലാണ്. അപ്പൊ ഇത് നമ്മുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു ഏരിയ. ഇനി മൂന്നാമത്തെ ഏരിയ സെറിബെല്ലം എന്ന് പറയുന്ന അപ്പർ ബ്രെയിൻ, ലോവർ ബ്രെയിൻ എന്ന് പറയും. ലോവർ ബ്രെയിൻ എന്ന് പറയുന്നത് ബ്രീത്തിങ്, ഹാർട്ട് ബീറ്റ്, മോട്ടോർ സ്കിൽസ് എന്ന് വെച്ചാൽ നമ്മുടെ സ്പൈനൽ കോഡുമായിട്ട് കണക്ട് ചെയ്ത് നമുക്ക് എന്തൊക്കെ ആണ് നമ്മുടെ ആക്ഷൻസ് നടക്കുന്നത് അതിനെല്ലാം കോർഡിനേറ്റ് ചെയ്യുന്ന ഏരിയയാണ് സെറിബെല്ലം. അപ്പൊ ഇങ്ങനെ മൂന്ന് സിസ്റ്റമാണ് ബ്രെയിനിലുള്ളത്. അപ്പൊ ഈ മൂന്ന് ബ്രെയിനിന്റെ സിസ്റ്റത്തെയും അനലൈസ് ചെയ്യുന്ന തരത്തിലാണ് നമ്മളുടെ ഡെയിലി ആക്ടിവിറ്റീസ് എല്ലാം നടക്കുന്നത് എന്നുള്ളതാണ് നമ്മുടെ ഒരു പ്രത്യേകത. എറിക് ബേൺ നമുക്ക് നൽകിയ ഈ സിസ്റ്റം, ഈ മനസ്സിലാക്കി തന്ന ഈ സിസ്റ്റം, അല്ലെങ്കിൽ എറിക് ബേണിലൂടെ നമ്മൾ മനസ്സിലാക്കുന്ന നമ്മുടെ ബ്രെയിനിന്റെ സിസ്റ്റത്തില് ഈ മൂന്ന് തരത്തിലുള്ള ഒരു പ്രത്യേകതകളുണ്ട്. അതിൽ ആ ലിംബിക് ബ്രെയിൻ എന്ന് പറയുന്ന, ലിംബിക് സിസ്റ്റം എന്ന് പറയുന്ന ആ ഏരിയയുടെ പിക്ചർ ഇങ്ങനെയാണ് കൂടുതൽ നമ്മൾ അനലൈസ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ കണ്ടത് തന്നെയാണ് മോട്ടിവേഷൻ, ഇമോഷൻ, ലേണിംഗ്, മെമ്മറി, എത്രയോ കാര്യങ്ങളെ കോർഡിനേറ്റ് ചെയ്യും. പറഞ്ഞു മിഡ് ബ്രെയിനുമായിട്ട് കണക്ട് ചെയ്യുന്ന നമ്മളുടെ ബോഡിയുടെ എല്ലാ ഭാഗങ്ങളെയും കണക്ട് ചെയ്യുന്ന, റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു ഏരിയ. അതിനകത്ത് തലാമസ് ഉണ്ട്, ഹിപ്പോകാമ്പസ് ഉണ്ട്, അമിഗ്ഡാല ഉണ്ട്, ഹൈപ്പോതലാമസ് ഉണ്ട്. അതിന്റെ അപ്പർ സൈഡിലാണ് ഫ്രണ്ടൽ ലോബ്, കോർട്ടെക്സ് എന്ന് നമ്മൾ പറഞ്ഞ ആദ്യം. അതിന്റെ താഴെയാണ് സ്റ്റെമ്മുമായിട്ട് കണക്ട് ചെയ്യുന്ന സെറിബെല്ലത്തിന്റെ ഏരിയ. ടെമ്പറൽ ലോബ് എന്ന് പറയുന്ന ഒരു ഏരിയയാണ് ഈ മിഡ് ബ്രെയിനുമായിട്ട് കണക്ട് ചെയ്യുന്നത്. അവിടെയുള്ള പ്രധാനപ്പെട്ട എലമെന്റ്സ് എല്ലാം ബ്രെയിനിന്റെ സെൻട്രൽ സിസ്റ്റംസ് ആണ്. ഒന്ന് തലാമസ്, ഹൈപ്പോതലാമസ്, ഹിപ്പോകാമ്പസ് മെമ്മറി ഏരിയ ആണ്, അമിഗ്ഡാല എമോഷൻ ഏരിയ ആണ്. അപ്പൊ ഈ ഏരിയ എല്ലാം വരുന്നത് ഈ ടെമ്പറൽ ലോബ്. ഇപ്പൊ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ ഒരു റിലേഷൻ, ഇപ്പൊ നമുക്കറിയാം ഒരു ഇമോഷൻ ഉണ്ടാകണം. ഈ ഇമോഷനും ഫീലിംഗ് തമ്മിലുള്ള ബന്ധം നമ്മൾ നോക്കിയാൽ തന്നെ മനസ്സിലാകും. ഫീലിങ്സ് നമ്മൾ ഇന്റേണൽ ആണെങ്കിൽ ഇമോഷൻസ് എക്സ്റ്റേണലും കൂടിയാണെന്ന് പറയാം. അപ്പൊ അതിനകത്തൊരു മെമ്മറി കണ്ടന്റും കൂടെ വരും. ഫീലിംഗിന്റെ അകത്ത് പഴയ പാസ്റ്റ് മെമ്മറിയും കൂടെ കണക്ട് ചെയ്യുമ്പോൾ ഉണ്ടാകാവുന്ന ഒരു ഇമോഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. രണ്ടും ഒന്നാണെന്ന് നമുക്ക് പറയാം. എങ്കിലും ഫീലിങ്സ് എന്ന് പറഞ്ഞാൽ ഇന്റേണൽ. അപ്പൊ നമുക്കൊരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ തോന്നുന്ന ഒരു ഫീലിംഗ് അത് ഇന്റേണലാണ്.
പക്ഷെ ഇമോഷൻ വരുമ്പോൾ അതിന് കൂടെ ഒരു ആക്ഷന്റെ ഒരു സപ്പോർട്ട് കൂടെ വരും. ഇല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ബോഡി എക്സ്പ്രഷൻ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും, മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ ഈ ഒരു തലം അതാണ് മിഡ് ബ്രെയിൻ സിസ്റ്റം. അപ്പൊ നമ്മൾ ട്രാൻസാക്ഷൻ അനാലിസിസിനെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ അനലൈസ് ചെയ്യുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് ഈ ലിംബിക് സിസ്റ്റം അല്ലെങ്കിൽ മിഡ് ബ്രെയിൻ ഏരിയ. അവിടെ തലാമസ് ഉണ്ട്, ഹൈപ്പോതലാമസ് ഉണ്ട്, ഹിപ്പോക്യാമ്പസ് ഉണ്ട്, അമിഗ്ഡാല ഉണ്ട്. അപ്പൊ ഇത്രയും സിസ്റ്റത്തെയാണ് ഒരുപക്ഷെ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ അറിയാതെ തന്നെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് ജീവിക്കും. ഇതതിന് മിഡ് ബ്രെയിൻ ആണ്. അപ്പൊ ഈ 3 തലങ്ങളും ഒരേപോലെ യൂസ് ചെയ്യുന്ന ഒരു സിസ്റ്റത്തിലേക്കാണ് നമ്മൾ എറിക് ബേൺ നമ്മളെ കൊണ്ടെത്തിക്കുന്നത്. അപ്പൊ ആ സിസ്റ്റത്തെ എറിക് ബേൺ പറയുന്നത് ഇങ്ങനെയാണ്: വി ആർ 3 in 1. വി ആർ 3 in 1. നമ്മള് ഓരോ വ്യക്തികൾക്കും 3 പ്രത്യേക ഘടകങ്ങളുണ്ട്. ഈ 3 ഘടകങ്ങളിലും ഏതെങ്കിലും ഒന്നായിരിക്കും ആക്ടിവേറ്റ്. എന്നുവെച്ചാൽ നമ്മളിൽ പേരന്റ് എന്ന് പറയുന്ന ഒരു ഘടകമുണ്ട്, ചൈൽഡ് എന്ന് പറഞ്ഞൊരു ഘടകമുണ്ട്, അഡൽട്ട് എന്ന് പറഞ്ഞൊരു ഘടകമുണ്ട്. ഈ 3 ഘടകങ്ങളിൽ അറ്റ് എ ടൈം ഏതെങ്കിലും ഒന്നായിരിക്കും നമ്മളിൽ പ്രവർത്തിക്കുന്നത്. അപ്പൊ നമ്മൾ ഈ പേരന്റ്, ചൈൽഡ്, അഡൽട്ട് എന്ന് പറയുന്ന ഈ 3 സിസ്റ്റത്തെ വേണമെങ്കിൽ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം? നമ്മൾ ആദ്യം പറഞ്ഞ തിങ്കിങ് ബ്രെയിൻ, മിഡ് ബ്രെയിൻ, അതുപോലെ തന്നെ നമ്മളുടെ സെറിബെല്ലം, ലോവർ ബ്രെയിൻ, ഈ 3 തരത്തിൽ നമുക്ക് ചിന്തിക്കാം. ചൈൽഡ് എന്ന് പറഞ്ഞാൽ ചൈൽഡിന്റെ ഒരു നേച്ചർ, കുട്ടികളുടെ നേച്ചർ എന്ന് പറഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവർ റിക്വസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ അവർ അതിനു വേണ്ടി എന്തും ചെയ്യും. അവരുടെ ഒരു ഇഡ് എന്ന് പറയുന്ന ഒരു ഈഗോ സ്റ്റേറ്റ് ആണ്. ഇഡ് എന്ന് വെച്ചാൽ നോർമൽ, നാച്ചുറൽ. നമുക്ക് മനസ്സിൽ പലപ്പോഴും തോന്നാറുണ്ട് ചില കാര്യങ്ങൾ നമുക്ക് വേണം, ചില വ്യക്തികളിൽ എന്തെങ്കിലുമൊക്കെ ഇരിക്കുന്നത് കാണുമ്പോൾ നമുക്ക് വേണമെന്ന് തോന്നും. ഇല്ലെങ്കിൽ ചുറ്റുപാടുകളുടെ അനുസരിച്ച് പലപ്പോഴും നമുക്ക് പലതും വേണമെന്ന് തോന്നുന്ന ഒരു സിസ്റ്റം, അത് നമ്മൾ ചൈൽഡ് സിസ്റ്റം എന്നാണ്. ഈ ചൈൽഡ് സിസ്റ്റത്തിന് ഒത്തിരി എക്സാമ്പിൾ നമുക്ക് പറയാം. അസാധാരണമായി നമുക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്ന പലതും ചൈൽഡിലായിരിക്കും. നമ്മുടെ ഒരു നാച്ചുറൽ ഇൻസ്റ്റിങ്ക്റ്റ് ആണ് ചൈൽഡ് എന്ന് പറയുന്നത്. പിന്നെ വരുന്ന ഒരു ഏരിയയാണ് പേരന്റ് ഏരിയ. പേരന്റ് എന്ന് പറഞ്ഞാൽ സ്വല്പം കൂടെ വൈഡായിട്ട് ചിന്തിക്കുന്ന കാര്യങ്ങളെ ചിന്തയിൽ അനലൈസ് ചെയ്ത് കൃത്യതയോടുകൂടി മനസ്സിലാക്കുന്ന ഏരിയ. വിശകലനം ചെയ്യാനും ജഡ്ജ് ചെയ്യാനും കൂടുതൽ അനലൈസ് ചെയ്യാനും ചിന്തിച്ച് കൂടുതൽ കാര്യങ്ങളിലേക്ക് എത്താനും ഒക്കെ നമ്മളെ സഹായിക്കുന്ന ഒരു ഏരിയയാണ് പേരന്റ് ഏരിയ. പിന്നെ ഒരു ഏരിയ അഡൽട്ടാണ്. അഡൽട്ട് എന്ന് വെച്ചാൽ ഈ ചൈൽഡിനും പേരന്റിനും ഉണ്ടാകുന്ന ഏരിയയെ നമ്മൾ എന്ത് ചെയ്യണം? ഒരു കോംപ്രമൈസ് ചെയ്യണം. കോംപ്രമൈസ് ചെയ്ത് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന അടുത്ത ഏരിയയാണ് അഡൽട്ട്. അഡൽട്ടിലൂടെയാണ് കാര്യങ്ങളെല്ലാം നടക്കുന്നത്. ചൈൽഡ് എന്ന് പറയുന്നത് സ്വല്പം നാച്ചുറലാണ്. പേരന്റ് എന്ന് വെച്ചാൽ സ്വല്പം ഹയർ എൻഡാണ്. ഇത് രണ്ടിനെയും കോംപ്രമൈസ് ചെയ്യുന്ന അഡൽട്ട് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ സിഗ്മണ്ട് ഫ്രോയിഡ് പറയുമ്പോൾ അതിന് ഈഗോ, സൂപ്പർ ഈഗോ, സൂപ്പർ ഈഗോ, ഇഡ്. ഇഡ് എന്ന് പറയുന്നത് ചൈൽഡാണ്. പേരന്റ് എന്ന് പറയുന്നത് സൂപ്പർ ഈഗോ ആണ്. പേരന്റ് എപ്പോഴും ക്രിട്ടിസൈസ് ചെയ്യുക, അങ്ങനെ ചെയ്യരുത് എന്ന് പറയും. അഡൽട്ട് എന്ന് പറയുന്നത് നോർമൽ ഈഗോ ആണ്. അപ്പൊ നമ്മൾ നിൽക്കുന്നത് എപ്പോഴും പലപ്പോഴും ഈഗോയിലാണ്. അപ്പൊ ഈ ചിലപ്പോൾ നമ്മൾ ചൈൽഡ് ആകും, ചിലപ്പോൾ പേരന്റ് ആകും, ചിലപ്പോൾ നമ്മൾ അഡൽട്ട് ആകും. ഒരു എക്സാമ്പിൾ പറയാം. നമ്മൾ രാവിലെ എഴുന്നേക്കുന്ന സമയത്ത് 6 മണിക്ക് അലാറം വെച്ച് എഴുന്നേക്കുന്നു. 6 മണിക്ക് എക്സാക്ട്ലി നമ്മൾ എഴുന്നേക്കാതെ ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ അരമണിക്കൂർ കിടക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സ്വഭാവം, അത് ആരുടെ സ്വഭാവമാണ്? ഒരു അരമണിക്കൂർ നമുക്ക് ഉറങ്ങാം എന്ന് നമ്മൾ ചിന്തിക്കുന്ന സ്വഭാവം എവിടുന്ന് വരുന്നതാണ്? ആരുടെ സ്വഭാവമാണ്? അപ്പൊ ഈ ചൈൽഡിന്റെ സ്വഭാവം നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് ചില പ്ലാനുകളുണ്ട്. 6 വരെ കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ട് പോകാനുള്ള സെറ്റപ്പ് പ്രോസസ്സുകളെല്ലാം തെറ്റും. അപ്പൊ നമ്മളിലുള്ള പേരന്റ് തിങ്കിങ് ആണ്. അദ്ദേഹം വളരെ കൃത്യതയോട് കാര്യങ്ങൾ ചെയ്യുന്ന ആളാണ്. അദ്ദേഹം പറയുന്ന ഒരു ഓപ്ഷനാണ് നോ, ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റത്തില്ല, അത് പറ്റത്തേയില്ല. കാരണം 6 മണിക്ക് എഴുന്നേറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഓഫീസിലോ അല്ലെങ്കിൽ മറ്റു ആക്ടിവിറ്റിയിലേക്ക് കടന്നു പോകാൻ പറ്റുമെന്ന് നമ്മളെ നിർബന്ധിക്കുന്ന നമ്മളിലൊരു ഘടകമാണ് പേരന്റ്. പക്ഷെ ചൈൽഡ് വളരെ ഇഡിന്റെ സ്വഭാവമാണ്. എന്ന് വെച്ചാൽ നാച്ചുറൽ സ്വഭാവം ആയതുകൊണ്ട് നമ്മൾ എഴുന്നേക്കത്തില്ല, അവിടെ തന്നെ കിടക്കും.
അപ്പൊ ഇതിനൊരു കോംപ്രമൈസ് ഉണ്ടാകും. ഈ ചൈൽഡിന്റെയും പേരന്റിന്റെയും കോംപ്രമൈസ് ഒക്കെ ഒരു 10 മിനിറ്റോടെ കിടന്നു എന്ന് പറഞ്ഞ് നമ്മൾ, അല്ലെങ്കിൽ നമ്മൾ മറ്റൊരാളോട് പറയും 10 മിനിറ്റ് കഴിയുമ്പോൾ എന്നെ വിളിക്കണമേ എന്ന് പറയുന്ന ആ അഡൽട്ട് നേച്ചറിലേക്ക് നമ്മൾ എത്തും. അപ്പൊ ഇതാണ് ഈ 3 സ്വഭാവങ്ങൾ. വേറെ എക്സാമ്പിൾ പറഞ്ഞാൽ, നമ്മളിപ്പോ ഒരു ടൂർ പോകാൻ ആഗ്രഹിക്കുന്നു. ടൂർ പോകാൻ എന്ന് പറഞ്ഞാൽ ആരുടെ സ്വഭാവമാണ്? ടൂർ പോകാൻ ആഗ്രഹിക്കുന്ന ആരുടെ സ്വഭാവമാണ്? ചൈൽഡിന്റെ നേച്ചറാണ്. ടൂർ പോകാന്ന് ചൈൽഡിന്റെ നേച്ചർ. അത് ആരാണെങ്കിലും ഹാപ്പിയാണ്. അപ്പൊ ഒരു വ്യക്തിയിലുള്ള ചൈൽഡ് നേച്ചർ ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ടൂർ പോകാൻ റെഡിയായി. നമ്മൾ ഓഫീസിൽ ബോസിനോട് ചോദിക്കാൻ ഒരു 3 ദിവസം ലീവ് വേണം. ബോസ് എന്ന് പറയുന്ന പുള്ളി പേരന്റാണ്. പുള്ളി പറയുന്നത് നോ ഒരു പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ, ഈ സമയത്ത് ലീവ് തരാൻ പറ്റത്തേ ഇല്ല, ഒരു കാരണവശാലും നടക്കത്തില്ല, ഒരു കാരണവശാലും ടൂറിന് ലീവ് തരത്തില്ലെന്ന് പറയുകയാണ്. അപ്പൊ കോൺഫ്ലിക്റ്റ് ആയി. പിന്നെ എന്താണ് കോംപ്രമൈസ്? എങ്ങനെയായിരിക്കും കോംപ്രമൈസ് വരുന്നത്? എന്തായിരിക്കും കോംപ്രമൈസിന്റെ ഓപ്ഷൻ? ആ പ്രൊജക്ട് ചെയ്ത് കൊടുക്കാവുന്ന ഒരു ഉറപ്പ്. അത് അഡൽട്ടാണ് പറയുന്നത് അല്ലെ. സാർ പേടിക്കണ്ട, 3 ദിവസം എനിക്ക് ലീവ് തരൂ, ഈ പ്രോജക്റ്റ് 100% സിൻസിയാരിറ്റിയോട് കൂടി ഞാൻ മുന്നോട്ട് ചെയ്തു തീർക്കും, ഗ്യാരണ്ടിയാണ് സാർ, ഈ 3 ദിവസം തന്നാൽ മതി, ബാക്കി കാര്യം. ഇത് അഡൽട്ടാണ് സംസാരിക്കുന്നത്. അപ്പൊ ഈ 3ഉം ഇതിനകത്ത് വന്നു കഴിഞ്ഞു. ഇങ്ങനെ നമ്മുടെ ഡെയിലി ലൈഫിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളിലും പേരന്റ്, ചൈൽഡ്, അഡൽട്ട്, എക്സാക്ട് പേരന്റിന്റെ ക്യാരക്ടർ ഓർക്കണ്ട, ചൈൽഡിന്റെ ക്യാരക്ടർ ഓർക്കണ്ട, അഡൽട്ടിന്റെ നേച്ചർ ഓർക്കണ്ട. നമ്മൾ ആരോടെങ്കിലും ഒക്കെ സംശയം ചോദിക്കുന്ന ഏത് വ്യക്തിയോടാണ്? നമ്മൾ ചില കാര്യങ്ങൾക്ക് ഒരു ഡിസിഷൻ മേക്കിംഗ് നമ്മളെ കൊണ്ട് പറ്റുന്നില്ല, നമ്മളൊരു തീരുമാനം എടുക്കണം. ആ തീരുമാനത്തിന് വേണ്ടി നമ്മൾ പോകുന്ന ആരുടെ അടുത്താണ്? ചോദിക്കാൻ പോകും, ചൈൽഡാ പോകുന്നത്. ആരുടെ അടുത്താണ് പോകുന്നത്? അഡൽട്ടിന്റെ അടുത്താണ് പോകുന്നത്. അപ്പൊ നമ്മൾ ആരെങ്കിലും ഒക്കെ ഒരു മെന്ററായിട്ടോ ഒരു ഡിസിഷൻ മേക്കിംഗ് നമ്മളെ സഹായിക്കുന്ന ഒരു വ്യക്തിയായിട്ടോ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ, ഒരു കാരണവരായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ, അവരൊക്കെ അഡൽട്ട് ആയിരിക്കും. അവരുടെ പ്രത്യേകം ശ്രദ്ധിച്ചു നോക്കൂ. അവർ കാര്യങ്ങളൊക്കെ പറയുന്നതിന് ഒരു പ്രത്യേകതയുണ്ട്. ഡിസിഷൻ എടുക്കുന്ന, നമുക്ക് ആ തീരുമാനം എടുക്കുന്നതിൽ നമുക്ക് വളരെ പോസിറ്റീവ് ആയിരിക്കും. അതേസമയം നമ്മൾ ആരെങ്കിലും പേരന്റിന്റെ അടുത്ത് പോയി കൂടുതൽ ഡിസിഷൻ എടുക്കാറ്, പേരന്റ് തരുന്ന ഡിസിഷൻസ് ഒക്കെ നമ്മൾ ശിരസാ വഹിച്ചുകൊണ്ടെങ്കിൽ പോരുകയുള്ളൂ. ഒരു ചൈൽഡ് പോലെ കേട്ടിരുന്ന് പോരുക ചെയ്യും. ഒരിക്കലും നമ്മൾ അതിനെ തിരിച്ചൊന്നും പറയാറില്ല. പക്ഷെ ഒരു അഡൽട്ട് പറയുന്ന ഉത്തരങ്ങൾക്ക് അല്ലെങ്കിൽ ആൻസറുകൾക്കൊന്നും നമ്മൾ തിരിച്ചു പറയേണ്ട വരാറില്ല. അങ്ങനെയുള്ള അഡൽട്ടിനെയാണ് നമ്മൾ കണ്ടെത്തുന്നത്. അപ്പൊ നമ്മുടെ റിയൽ ലൈഫിൽ എല്ലായിടത്തും ഈ സിസ്റ്റമാണ്. അപ്പൊ ഈ 3ഉം കൂടെ ചേർന്നതിനെ നമ്മൾ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ മൈൻഡ് എന്ന് പറയും. ഇതുവരെ നമ്മൾ കേട്ട ആ രീതിയിൽ പറയുകയാണെങ്കിൽ ഇതിനാണ് നമ്മൾ മൈൻഡ് എന്ന് പറയുന്നത്. അപ്പൊ മൈൻഡിന്റെ അകത്ത് 3 കാര്യങ്ങൾ. ഒരു പേരന്റിന്റെ ബിഹേവിയർ ഉണ്ട്, ഒരു ചൈൽഡ് ബിഹേവിയർ ഉണ്ട്, ഒരു അഡൽട്ട് ബിഹേവിയർ. ഇത് ഏതെങ്കിലും ഒരു സമയത്ത് ആക്ടിവേറ്റഡ് ആയിരിക്കും. അപ്പൊ നമ്മൾ കണ്ടെത്തേണ്ടത് നമ്മളിലുള്ള ഈ 3ൽ ഏതിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. വേറെ രീതി പറയാം, മൈൻഡ്ഫുൾനെസ് എന്ന് പറഞ്ഞൊരു സ്വഭാവം. മൈൻഡ്ഫുൾനെസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത് എന്താ അതിന്റെ അർത്ഥം? മൈൻഡ്ഫുൾനെസ്സിനെ നമ്മൾ ജീവിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഈ നിമിഷത്തിൽ ജീവിക്കുക അല്ലെ. ഈ നിമിഷത്തിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണോ നമ്മുടെ മുമ്പിൽ വ്യക്തമായ സൊല്യൂഷൻസ് കണ്ടെത്തുക, ആ സൊല്യൂഷനുമായി മുന്നോട്ട് പോകുക. അപ്പൊ ഈ സൊല്യൂഷൻ എടുക്കുന്ന വ്യക്തി ഇതിൽ അത് ആരായിരിക്കും? അഡൽട്ട് ആയിരിക്കും. പലപ്പോഴും നമ്മൾ ചൈൽഡ് ആകും, പേരന്റ് ആകും. ചൈൽഡിന്റെ സ്വഭാവം എന്താണ്? ചൈൽഡിന്റെ സ്വതസിദ്ധമായ സ്വഭാവം എന്താണ്? എന്താണ് ചൈൽഡ് എന്ന് പറഞ്ഞാൽ? നമ്മൾ മനസ്സിലാക്കുന്ന ചൈൽഡ് എന്താണ്? വിചാരിക്കുന്നതെല്ലാം, ആഗ്രഹിക്കുന്നതെല്ലാം കിട്ടണം എന്നുള്ള ആ ഒരു മൈൻഡ്. ശരി. എന്തിനെയാണ് ഫോളോ ചെയ്യുന്നത് ചൈൽഡ്? എന്തിനെയായിരിക്കും ചൈൽഡ് ഫോളോ ചെയ്യുന്നത്? ഡ്രീം, സ്വന്തം അനുഭവങ്ങളായിരിക്കും. എപ്പോഴും ചൈൽഡ് ഫോളോ ചെയ്യുന്നത് നമ്മളുടെ പാസ്റ്റ് എക്സ്പീരിയൻസിനായി. പാസ്റ്റ് എക്സ്പീരിയൻസിന് ഒരു പേരുണ്ടല്ലോ. പാസ്റ്റിലുള്ള എക്സ്പീരിയൻസിനെ ഒരു പേര് പറയുമല്ലോ. നമ്മള് സാഡ് കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ഇമോഷന്റെ പേര് പറഞ്ഞാൽ സാഡ് ആയിട്ടുള്ള ഈ പറയുന്ന സാഹചര്യ എക്സ്പീരിയൻസിനെ, പൊതുവെ സാഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസിന് എന്തായിരിക്കും പറയാ? ഡിപ്രഷൻ എന്ന് പറയുന്നത് അല്ലെ. സാഡ് എക്സ്പീരിയൻസിനാണ് ഡിപ്രഷൻ എന്നാ പറയുന്നത്. അപ്പൊ ഈ ഡിപ്രഷനുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു ഏരിയയാണ് ശരിക്കും ചൈൽഡ്. നമ്മുടെ കുട്ടിക്കാലത്തേക്ക് നോക്കിയാൽ പലർക്കും ഒത്തിരി വ്രണങ്ങളും മുറിവുകളും വേദനകളും ഒക്കെ കാണും. ആ വേദനകളാണ് ഇന്ന് നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ നമ്മളെ കൊണ്ടെത്തിക്കുന്നത്. ഇപ്പൊ ചൈൽഡിന്റെ ഒരു നേച്ചറാണ് പൊതുവെ സാഡ്, വറി, ഇങ്ങനെയുള്ള
ഹാപ്പിനെസ് ഉണ്ടാകാം, ഇല്ല എന്നല്ല ഞാൻ പറഞ്ഞത്. എങ്കിലും നെഗറ്റീവ് ആയിട്ടുള്ള കോൺസെപ്റ്റ് നമ്മൾ സൈക്കോളജി പഠിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം നമ്മളിൽ നെഗറ്റിവിറ്റി കൂടുതലുണ്ട് എന്നുള്ളത്. സൈക്കോളജിയിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നമ്മുടെ മനസ്സിൽ ഉണ്ടാകുന്ന ഒരു തേങ്ങൽ എന്ന് പറയുന്നത് തന്നെ ഒരു നെഗറ്റീവ് ഇഫക്റ്റ് നമുക്ക്. അപ്പൊ അതൊന്ന് ചൈൽഡ് ഇഫക്റ്റ് ആണ്. ചൈൽഡ് ഇഫക്റ്റ് എന്ന് വെച്ചാൽ നമ്മളിൽ ഉണ്ടാകുന്ന ഡിപ്രഷന്റെ പാസ്റ്റ് എക്സ്പീരിയൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യം. പേരന്റ് എന്ന് പറയുന്നത് സ്വല്പം ആങ്ഷ്യസ് ആണ്. മുന്നോട്ടുള്ള ചിന്തകളെ കുറിച്ചുള്ള ഒരു ജഡ്ജ്മെന്റ് അല്ല. ജഡ്ജ് ചെയ്യുന്നത് ആരാണ് ജഡ്ജ് ചെയ്യുന്നത്? ജഡ്ജ്മെന്റ് എന്താണ്? അത് ചെയ്താൽ ശരിയല്ല, ഈ സിറ്റുവേഷൻ അത് ശരിയാകത്തില്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല, ഇങ്ങനെ ചെയ്യാൻ പാടില്ല, അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, ഷുഡ്, മസ്റ്റ്, ഇങ്ങനെയൊക്കെ പറയുന്ന വാക്കുകൾ ഉപയോഗിക്കുന്നവർക്ക് എപ്പോഴും മുന്നിലേക്ക് ഒരു ഫ്യൂച്ചർ ലൈൻ, ആ ഫ്യൂച്ചർ ലൈനിൽ നിന്നുകൊണ്ട് അവരെപ്പോഴും നമ്മളോട് പറയുന്നത് എപ്പോഴും മുന്നോട്ട് ശ്രദ്ധിക്കുക. എപ്പോഴും അവർക്ക് ഒരു ആങ്ഷ്യസ്, നീ പോയാൽ ശരിയല്ല, ഇങ്ങനെ പോയാൽ ശരിയാകത്തില്ലെന്നല്ലേ നമ്മൾ അച്ഛൻ മക്കളോട് പറയുന്നത്. ഇങ്ങനെ പഠിച്ചാൽ ശരിയാകത്തില്ല. എന്താണത് പറയുന്നത്? ആ എക്സ്പീരിയൻസിന്റെ തലത്തിലൊരു പ്രശ്നം. പേരന്റിനാണല്ലോ. പേരന്റ് എക്സാക്ട് പേരന്റ്. ആ പേരന്റിന്റെ സ്വഭാവം. അപ്പൊ ഈ രണ്ട് സ്വഭാവങ്ങൾ രണ്ടും എന്തല്ല, ഈ മൈൻഡ്ഫുൾനെസ്സിലല്ല. ചൈൽഡ് എപ്പോഴും ഒരു ഡിപ്രസീവ് സ്റ്റേറ്റിലായിരിക്കാം, പേരന്റ് എപ്പോഴും ഒരു ആങ്ഷ്യസ് സ്റ്റേറ്റിലാകാം. ആ പേര് തന്നെ ഓർത്താൽ മതി. ചൈൽഡിന് എന്താണ്, പണ്ടത്തെ കാര്യമൊന്നും ശരിയായില്ല, അത് അന്ന് ശരിയായില്ല, ഇന്ന് ശരിയായില്ല, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചായിരിക്കും പറയുന്നത്. പേരന്റ് എപ്പോഴും പറയുന്നത് മുന്നിലുള്ള പ്രശ്നങ്ങളെ കുറിച്ചുള്ള കാര്യങ്ങൾ. എന്നാൽ ഇത് രണ്ടുമല്ലാതെ അഡൽട്ടിൽ ജീവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴുള്ള അവസ്ഥയിലുള്ള സാഹചര്യങ്ങളെ കൃത്യമായി വിലയിരുത്തി തീരുമാനങ്ങളെടുത്ത് മുന്നോട്ട് പോകാൻ നമ്മളെ കൊണ്ട് സഹായിക്കുന്ന തരത്തിൽ നമ്മൾ മാറുന്നതാണ് ഒരു അഡൽട്ടിന്റെ നേച്ചർ. ഓക്കെ, അപ്പൊ മൈൻഡിന്റെ 3 തലങ്ങൾ മനസ്സിലായല്ലോ. മൈൻഡിന് ചൈൽഡ് ഉണ്ട്, പേരന്റ് ഉണ്ട്, അഡൽട്ട് ഉണ്ട്. അപ്പൊ നമ്മൾ മൈൻഡിനെ കുറിച്ച് കൂടുതൽ പഠിക്കുമ്പോൾ നമ്മളിലുള്ള ഇപ്പോഴുള്ള അവസ്ഥ അത് ചൈൽഡ് ആണോ, പേരന്റ് ആണോ, അഡൽട്ട് ആണോ എന്ന് നമ്മൾ തിരിച്ചറിയും. ഓരോ നിമിഷത്തിലും അഡൽട്ടിന് ചൈൽഡ് ആകാം. നമ്മൾ ആ പടം വരച്ചിരിക്കുന്ന പോലെ അഡൽട്ടിന് ചൈൽഡിലേക്ക് മാറാം, ചൈൽഡിന് പേരന്റിലേക്ക് മാറാം, പേരന്റിന് അഡൽട്ടിലേക്ക് മാറാം. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും ഒരു ഓവർലാപ്പ് ഉണ്ട്. ചിലരെ ശ്രദ്ധിച്ചു നോക്കുക, അവര് ദേഷ്യപ്പെട്ടോണ്ടായിരിക്കും വരുന്നത്. വളരെ ദേഷ്യത്തിൽ വന്നിട്ട് പെട്ടെന്ന് അങ്ങ് കരയും. ഏത് സ്വഭാവത്തിൽ നിന്ന് ഏത് സ്വഭാവത്തിലേക്ക് മാറും? ദേഷ്യപ്പെട്ട് വരുന്ന ആള് പെട്ടെന്ന് കരയുക. ഏതിൽ നിന്ന് ഏതിലേക്കായിരിക്കും മാറുന്നത്? ചൈൽഡിലേക്ക്. ആ, പേരന്റിന്റെ സ്വഭാവമാണ് ദേഷ്യപ്പെടുന്നത്. ആ വ്യക്തി പെട്ടെന്ന് ചൈൽഡായി മാറും. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് പേരന്റ് ചൈൽഡിലേക്ക് മാറും. ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾ പെട്ടെന്ന് തന്നെ ദേഷ്യപ്പെട്ട് വീണ്ടും സംസാരിക്കും. അപ്പൊ അവർ ചൈൽഡിൽ നിന്ന് പേരന്റിലേക്ക്. അത് കഴിഞ്ഞ് ഇതെല്ലാം സെറ്റിലായി കഴിയുമ്പോൾ നമ്മൾ ആരായി മാറും? ഈ കരച്ചിലും മാറി, ദേഷ്യവും മാറി, നമ്മളെല്ലാം സെറ്റിലായി, അവരുടെ ഇമോഷൻസ് എല്ലാം വെന്റിലേറ്റ് ചെയ്തു. അത് കഴിയുമ്പോൾ അവർ അഡൽട്ടായി. അപ്പൊ ഈ 3 തലങ്ങളിലും നമ്മൾ കൃത്യമായിട്ട് സഞ്ചരിക്കുന്നുണ്ട് എന്നുള്ളതാണ് പ്രത്യേകം. അപ്പൊ ഇതിലേതിലാണ് നമ്മൾ കൂടുതൽ സമയം, പേരന്റിലാണോ, ചൈൽഡിലാണോ, അഡൽട്ടിലാണോ ഏറ്റവും കൂടുതൽ സമയം നിൽക്കുന്നത്? അതനുസരിച്ചായിരിക്കും നമ്മുടെ ജീവിതത്തിന്റെ പ്രത്യേകത. ഇനി നമ്മൾ നോക്കൂ, പേരന്റിനും ചൈൽഡിനും ഒരു പ്രത്യേകത ഉണ്ട്. എന്താണ്? രണ്ടുപേരും ഇമോഷനിലാണ്. ചൈൽഡ് ഡിപ്രസീവ് അല്ലെങ്കിൽ ഒരു ആഗണി, സാഡ് ലൈനിൽ അവര് എപ്പോഴും ഒരു ഇമോഷനിലായിരിക്കും. പേരന്റിന്റെ പ്രത്യേകത എന്താണ്? പേരന്റ് റൺ ചെയ്യുന്നത് എങ്ങനെയാണ്? പേരന്റ് റൺ ചെയ്യുന്ന എപ്പോഴും ആങ്കറുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇമോഷനിലായിരിക്കും. അപ്പൊ ഇത് രണ്ടും എക്സ്ട്രീമാണ്. കുറവുമാകാം, കൂടുതലുമാകാം. പക്ഷെ അഡൽട്ടിന്റെ ഇമോഷൻ എന്താണ്? അഡൽട്ടിന്റെ ഇമോഷൻ എന്താണ്? ബാലൻസ്ഡ് ആണ്, അല്ലെ? പേരന്റും അല്ല, ചൈൽഡും അല്ല, അഡൽട്ട് ഒരു ബാലൻസ്ഡ് സ്റ്റേറ്റ് ആണ്. അപ്പൊ ഇതാണ് നമ്മളുടെ മൈൻഡിന്റെ ഘടന. അപ്പൊ മൈൻഡിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ മൈൻഡിന്റെ അകത്ത് 3 തലങ്ങളുണ്ടെന്ന്, ഈ 3 തലങ്ങളിൽ ബാലൻസ്ഡ് ആയിട്ട് നിൽക്കുന്ന സ്റ്റേറ്റ് അഡൽട്ട് ആണെന്നും പേരന്റും ചൈൽഡും ഒരേപോലെ ഇമോഷനിലാണെന്നും ഈ ഇമോഷനിലാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നിൽക്കുന്നതെന്നും നമ്മൾ തിരിച്ചറിയുക. ഇതാണ് അവയർനെസ് ലെവൽ. ക്ലിയർ ആണോ? ഇതിലൊരു ഡൗട്ട്, ഈ വ്യക്തി ഈ മാറുന്നത് ബോധ മനസ്സ് അറിഞ്ഞുകൊണ്ടാണോ അല്ല അറിയാതെയാണോ? അറിഞ്ഞുകൊണ്ടും അറിയാതെയും ആകാം. അപ്പൊ നമ്മള് ദേഷ്യപ്പെട്ട് വരുന്ന വ്യക്തി പെട്ടെന്ന് കരയുന്നത് എന്തുകൊണ്ടാണ്? പെട്ടെന്ന് കരഞ്ഞു പോകുന്നത് എന്തുകൊണ്ടാണ്? അങ്ങനെ കണ്ടിട്ടില്ലേ? ദേഷ്യപ്പെട്ട് വരുന്ന ഒരു വ്യക്തി പെട്ടെന്ന് ചിലപ്പോൾ കരയും. ഇപ്പൊ ലേഡീസ് ഒക്കെ ആണെങ്കിൽ അങ്ങനെയാണ്. അതല്ലെങ്കിൽ നമ്മളോട് കാര്യമായിട്ട് അഡൽട്ടിൽ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തി പെട്ടെന്ന് അങ്ങ് ദേഷ്യപ്പെടുക. ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി എന്നൊക്കെ പറയും.
നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു ബിഹേവിയർ ആ വ്യക്തിയിലേക്ക് ഉണ്ടായി വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, തിരിച്ചറിയാൻ പറ്റത്തില്ല. അപ്പൊ ഈ ക്വാളിറ്റി എവിടുന്ന് വന്നു? അപ്പൊ ഇത് നമുക്ക് എപ്പോൾ സംഭവിക്കുന്നു എന്ന് നമുക്ക് ബാലൻസ് ചെയ്ത് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരവസ്ഥ. ഓക്കെ, ഇത് നമുക്ക് മൈൻഡിലേക്ക് ഒന്നും കൂടെ വരാം. യഥാർത്ഥത്തിലുള്ള ഒരു മൈൻഡിന്റെ സ്ട്രക്ചറാണിത്. മൈൻഡിന് 2 തലങ്ങളുണ്ട്, ഒരു ഇന്റേണൽ തലവും ഒരു എക്സ്റ്റേണൽ തലവും. ഇന്റേണൽ തലത്തിനെ നമ്മൾ സ്ട്രക്ചർ എന്ന് പറയും, എക്സ്റ്റേണലിനെ നമ്മൾ ഫങ്ഷൻ എന്ന് പറയും. അപ്പൊ ഇതിനകത്ത് എന്തൊക്കെയുണ്ട്? സ്ട്രക്ചർ തലത്തില് 3 കാര്യങ്ങളുണ്ട്: തോട്ട്സ്, ഫീലിങ്സ് ഓർ ഇമോഷൻ. 2 കാര്യങ്ങൾ. തോട്ട്സ് ഒന്നുകിൽ ഫീലിങ്സ് അല്ലെങ്കിൽ ഇമോഷൻ, രണ്ടും ഒന്ന് തന്നെയാണ്, ചെറിയ ചെറിയ വേരിയേഷൻസ് ഉണ്ട്. അപ്പൊ മൈൻഡിന്റെ സ്ട്രക്ചർ, ഇന്റേണൽ സ്ട്രക്ചറിന്റെ അകത്ത് നമുക്ക് തോട്ടും ഫീലിങ്സും, തോട്ട്സ് ആൻഡ് ഫീലിങ്സ്. മൈൻഡിന്റെ ഒരു എക്സ്റ്റേണൽ തലമുണ്ട്, ആ തലത്തിന് നമ്മൾ ബിഹേവിയർ എന്ന് പറയും. ഇതെല്ലാം നമുക്കുള്ളതല്ലേ? തോട്ട്സ് നമുക്കുണ്ട്, ഫീലിങ്സ് അല്ലെങ്കിൽ ഇമോഷൻസ് ഉണ്ട്, പിന്നെ ബിഹേവിയറുമാണ്. നോക്കൂ, എന്റെ ചിന്തകളും എന്റെ ഫീലിങ്സും ഒന്നും നിങ്ങൾക്ക് അത്ര ഈസി ആയിട്ട് ചിലപ്പോൾ മനസ്സിലാകണമെന്നില്ല, അല്ലെങ്കിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പൊ ഇതെല്ലാം ഇന്റേണലാണ്. എന്റെ തോട്ട്സ് എന്താണെന്ന് ആർക്കും അറിയും, എന്റെ ഇമോഷൻസ് അല്ലെങ്കിൽ ഫീലിങ്സ് കുറച്ചൊക്കെ മനസ്സിലാവും, എങ്കിൽ പോലും യഥാർത്ഥത്തിലുള്ള വികാരം. ഇപ്പൊ നമ്മൾ പലപ്പോഴും പുരുഷന്മാർ ശ്രദ്ധിക്കുന്ന, അവർ കരയുന്ന സ്ഥലത്തും ദേഷ്യപ്പെടാറാവും. സ്ത്രീകള് പലപ്പോഴും ദേഷ്യപ്പെടേണ്ടടുത്ത് കരയി വെച്ചു. അപ്പൊ ഈ ഇമോഷൻസ് ഒക്കെ അല്ലെങ്കിൽ ഈ പാർട്ട് അല്ലെങ്കിൽ ഇന്റേണൽ പാർട്ട്. പക്ഷെ നമുക്ക് മനസ്സിലാവുന്ന ഒരു തലമുണ്ട്, അത് ബിഹേവിയർ. എന്റെ ബിഹേവിയർ നമ്മളുമായിട്ട് അടുത്തിറങ്ങുന്ന ഏതൊരു വ്യക്തിക്കും അറിയാം. അപ്പൊ ഈ ബിഹേവിയർ എക്സ്റ്റേണൽ ആണ്, സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇന്റേണൽ. മൈൻഡിന്റെ 3 തലങ്ങൾ: തോട്ട്സ്, ഫീലിങ്സ് ആൻഡ് ബിഹേവിയർ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇപ്പൊ ആദ്യം പറഞ്ഞ ആ ഇതുമായിട്ടൊന്ന് കണക്ട് ചെയ്യാം. ആദ്യം പറഞ്ഞ ആ സിസ്റ്റവുമായിട്ടൊന്ന് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെ മനസ്സിലാക്കുന്ന ഒരു തലം എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. നമ്മളിലുള്ള പേരന്റ്, അഡൽട്ട്, ചൈൽഡ്, ഈ 3 കാര്യങ്ങൾക്ക്, ഈ 3 ഈഗോ സ്റ്റേറ്റുകൾക്ക് 3നും തോട്ട്സ് ഉണ്ട്, ഫീലിങ്സ് ഉണ്ട്, ഇമോഷൻസ് ഉണ്ട്, ബിഹേവിയർ. ഇപ്പൊ തോട്ട്സ്, ഫീലിങ്സ്, ഇമോഷൻസ്, ബിഹേവിയർ, ഈ 4 കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ എല്ലാ നിമിഷവും ഉള്ളത്. തോട്ട്സിൽ കൂടെ നമ്മളിങ്ങനെ കടന്നു പോവുകയാണ്. ഏകദേശം 45,000 തോട്ട്സ് ഒരു മിനിറ്റിലൂടെ കടന്നു പോകുന്നവർ. നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല, അത്രമാത്രം സ്പീഡിൽ ഇത് കടന്നു പോകും. ഈ തോട്ട്സിന് കറസ്പോണ്ടിങ് ആയിട്ട് കുറെ ഫീലിങ്സ് ഉണ്ടാകാറ്, ഫീലിങ്സ് ഓർ ഇമോഷൻസ് ഉണ്ടാകും. എങ്ങനെയാണ് ഫീലിങ്സ്, ഇമോഷൻസ് ഉണ്ടാകുന്നത്? ഈ തോട്ട്സ് പോസിറ്റീവ് ആണെങ്കിൽ നമുക്ക് പോസിറ്റീവ് ആയിട്ടുള്ള ഫീലിങ്സ്, തോട്ട്സ് നെഗറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് ഫീലിങ്സ് ഉണ്ടാകും. അപ്പൊ ഇതുണ്ടാകാൻ ഒരു കാരണമുണ്ട്. പലപ്പോഴും അത് നമ്മുടെ ബിലീഫുകളാണ്. തോട്ട്സിൽ നിന്ന് ആ തോട്ട്സിനെ നമ്മൾ സ്ട്രക്ചറൈസ് ചെയ്തിരിക്കുന്ന ബിലീഫുകളുമായിട്ട് കണക്ട് ചെയ്യും. ഈ ബിലീഫുകൾ പോസിറ്റീവ് ആണെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ തോട്ട്സും ഈ ബിലീഫുകളും കൂടെ തരുന്ന റിസൾട്ട്, അനലൈസ് ചെയ്ത് കിട്ടുന്ന റിസൾട്ട് പോസിറ്റീവ് ആണെങ്കിൽ നമുക്കൊരു പോസിറ്റീവ് ഫീലിംഗ്, ഒരു പോസിറ്റീവ് ഇമോഷൻ ആയിരിക്കും. അതല്ല, ആ ബിലീഫ്സ് നെഗറ്റീവ് ആണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഒരു നെഗറ്റീവ് ഫീലിങ്സ്. ഇതിന്റെ ഔട്ട്കം ആണ് ബിഹേവിയർ ആയിട്ട് വരുന്നത്. ഇപ്പൊ പേരന്റ്, അഡൽട്ട്, ചൈൽഡ് എന്ന് പറഞ്ഞ 3 സിസ്റ്റം ഉണ്ട്. ഈ 3 സിസ്റ്റത്തിലും തോട്ട്സും ഫീലിങ്സ് ഓർ ഇമോഷൻസ് ആർ ബിഹേവിയർ ആണ്. ഇതിനെ ആധാരമായിട്ട് വരുന്നത് പലപ്പോഴും ബിലീഫുകളാണ്, അല്ലെങ്കിൽ നമ്മളുടെ പലതരത്തിലുള്ള ബിലീഫുകളുണ്ട്. റിലീജിയസ് ആകാം, ഫിനാൻഷ്യൽ ആകാം, അല്ലെങ്കിൽ എക്കണോമിക്കൽ ആകാം, പലതരത്തിലും നമ്മുടെ കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ടാകാം. അപ്പൊ നമ്മൾ ചിന്തിക്കുന്ന ഓരോ ചിന്തകളും അത് നമ്മളുടെ ഓൾറെഡി ഉള്ള ബിലീഫുമായിട്ട് കണക്ട് ചെയ്യുന്നതാണെങ്കിൽ നമുക്ക് പോസിറ്റീവോ നെഗറ്റീവോ ആയിട്ടുള്ള ഫീലിങ്സ് ഓർ ഇമോഷൻസ് ഉണ്ടാകും. അതിലൂടെ ബിഹേവിയർ ആയിട്ട് വരും. അപ്പൊ ഇവിടെ എന്തായാലും ഒരു ആക്ഷന്റെ പാർട്ടും കൂടെ ഉണ്ട് എന്നർത്ഥം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ അകത്ത് ഡെവലപ്പ് ചെയ്ത് വരുന്നത്. ഇപ്പൊ പേരന്റ്, അഡൽട്ട്, ചൈൽഡ് 3 തരത്തിലുണ്ട് നമ്മുടെ ഈഗോ സ്റ്റേറ്റുകൾ. ഈ 3ഉം ചേരുന്നതാണ് നമ്മുടെ മൈൻഡ്. ആ മൈൻഡിനെ പ്രധാനമായിട്ടുള്ളത് തോട്ട്സും ഫീലിങ്സും ഇമോഷൻസും ബിഹേവിയറും. ഇനി നമ്മളുടെ ചിന്ത ഈ ഇന്റേണൽ പാർട്ടായ തോട്ട്സിന്റെയും ഇമോഷൻസിനെയും നമ്മൾ എത്രമാത്രം കൺട്രോൾ ചെയ്തു.
അല്ലെങ്കിൽ ഇതിലൂടെ വരുന്ന ബിഹേവിയറിലേക്ക് നമ്മൾ എത്തുമ്പോൾ എത്രമാത്രം നമ്മളുടെ യഥാർത്ഥ സ്വഭാവത്തിൽ നമ്മൾ മാറി. തോട്ട്സും ഫീലിങ്സും ബിഹേവിയറും നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നു. ഇതിനാണ് നമ്മൾ ഇമോഷണൽ EQ ഉള്ള മനുഷ്യൻ എന്ന് പറയത്തില്ലേ. IQ ആണോ EQ ആണോ ഏറ്റവും കൂടുതൽ ശക്തി ഉള്ളതെന്ന് ചോദിച്ചാൽ നമ്മൾ പറയും EQ ആണ്. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ EQ എന്ന് പറയും. കാരണം ഇമോഷൻസിനെ നമുക്ക് കൺട്രോൾ ചെയ്യാം. ഫീലിങ്സ് ആൻഡ് ഇമോഷനെ കൺട്രോൾ ചെയ്യാം. തോട്ട്സ് ഉണ്ടാകാം. തോട്ട്സിൽ നിന്ന് ഫീലിങ്സ് ആൻഡ് ഇമോഷൻസിനെ നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാം, കൺട്രോൾ ചെയ്യാം, ബാലൻസ്ഡ് ആകും. ആ ബാലൻസിലൂടെയാണ് നമ്മുടെ ബിഹേവിയറിലേക്ക് കടന്നത്. അപ്പൊ നമ്മളിലുള്ള സിസ്റ്റത്തെ, നമ്മുടെ തോട്ട്സും അതിൽ നിന്നും കൂടെ ഉണ്ടാകുന്ന ഇമോഷൻസിനെ എത്രമാത്രം കൺട്രോൾ ചെയ്ത് ഒരു നല്ല ബിഹേവിയറിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റും. ഈ സിസ്റ്റത്തെയാണ് നമ്മൾ ട്രാൻസാക്ഷൻ അനാലിസിസുമായിട്ട് കണക്ട് ചെയ്യുന്നത്. ട്രാൻസാക്ഷൻ അനാലിസിസ് എന്ന് പറഞ്ഞാൽ മൈൻഡിന്റെ സ്ട്രക്ചറാണ്. ഈ മൈൻഡിന്റെ സ്ട്രക്ചറിനകത്ത് തോട്ട്സും ഫീലിങ്സും ഇമോഷൻസും ഉണ്ട്, അല്ലെങ്കിൽ ബിഹേവിയറും ഉണ്ട്. ഇതിനെ എങ്ങനെയൊക്കെ നമുക്ക് മാനേജ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന ജീവിതത്തെ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ നമ്മൾ അറിയാതെ നമ്മളുടെ ഇമോഷനിലായി പോകുന്നുണ്ടോ, അല്ലെങ്കിൽ നമ്മുടെ ബിഹേവിയർ മറ്റുള്ളവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത തലത്തിലാണോ, നമ്മുടെ തോട്ട്സ് ഉണ്ടാകുന്നതിനെ നമുക്ക് ബാലൻസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, ഇതിനെല്ലാം അനലൈസ് ചെയ്യുന്ന ഒരു സ്റ്റഡിയാണ് ട്രാൻസാക്ഷൻ അനാലിസിസ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? യെസ് സർ. യെസ്. ഓക്കെ, ഇത് നമ്മൾ എന്തുകൊണ്ടാണ് ഇത് പഠിക്കുന്നത്, ഈ ട്രാൻസാക്ഷൻ അനാലിസിസ് പഠിക്കുന്നത് എന്ന് നമുക്കൊന്ന് ചിന്തിക്കാം. 2-3 കാരണങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ കാരണം, നമ്മളിലുള്ള പ്രോഗ്രാം. നമ്മൾ പറഞ്ഞു നമുക്ക് മൂന്ന് വ്യക്തികൾ നമ്മളിലുണ്ട് എന്ന് പറഞ്ഞാൽ 3 തരത്തിലുള്ള ഈഗോ സ്റ്റേറ്റുകൾ നമ്മളിലുണ്ട്: പേരന്റ്, ചൈൽഡ്, അഡൽട്ട്. ഇതില് ഈ 3 തരത്തില് ഏത് തരത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഇപ്പോൾ ജീവിക്കുന്നത്? ഓരോ നിമിഷവും മാറാം. അതായത് സ്ഥായിയായിട്ട് നമുക്കൊരു ഭാവമുണ്ട്, ഒരു ബേസിക് ക്യാരക്ടർ നമുക്കുണ്ട്, അല്ലെങ്കിൽ ഒരു ബേസിക് ഈഗോ സ്റ്റേറ്റ് നമുക്കുണ്ട്. ഡോമിനന്റ് ആയിട്ടുള്ള ഈഗോ സ്റ്റേറ്റ് നമുക്ക് പലപ്പോഴും ഉണ്ടാകാറുണ്ട്. അപ്പൊ നമ്മളിലുള്ള പ്രോഗ്രാം എന്ന് പറയുന്നത്, ഈ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, നമ്മുടെ മൈൻഡ് എങ്ങനെയാണോ വർക്ക് ചെയ്യുന്നത് അതിനാണ് നമ്മൾ പ്രോഗ്രാം എന്ന് പറയുന്നത്. ഈ പ്രോഗ്രാം നമ്മൾ അസൈൻ ചെയ്യുന്നത് നമ്മുടെ ബ്രെയിനിലേക്കാണ്. ആ ബ്രെയിനാണ് ആക്ഷൻ ആയിട്ട്, ബിഹേവിയർ ആയിട്ട് നമ്മളിലേക്ക് എത്തിക്കുന്നത്. നമ്മൾ തോട്ട്സ് എന്ന് പറയുമ്പോൾ തോട്ട്സ് നിൽക്കുന്ന പ്രതലമാണ്, അല്ലെങ്കിൽ പ്ലാറ്റ്ഫോമാണ് മൈൻഡ് എന്ന് പറയുന്നത്. ആദ്യം നമുക്ക് ഫീൽ ചെയ്യുന്ന തോട്ട്സ് ആണ്. വേദനയും തോട്ട്സിന്റെ ഫോമിലാണ് വരുന്നത്, സന്തോഷവും തോട്ട്സ് ആയിട്ടാണ് വരുന്നത്. അതിനെ അനലൈസ് ചെയ്ത് ബിഹേവിയറിലൂടെ, അല്ലെങ്കിൽ നമ്മുടെ ഇമോഷനിലൂടെ ബിഹേവിയറിലേക്ക് ആക്ഷൻ ആക്കി നമ്മൾ എടുക്കുമ്പോഴാണ് പലപ്പോഴും അത് സന്തോഷമായിട്ടോ സങ്കടമായിട്ടോ ഒക്കെ അത് പ്രതിഫലിക്കുന്നത്. അപ്പൊ അങ്ങനെ പ്രതിഫലിക്കുന്ന, നമ്മുടെ ആദ്യമേ നമ്മളിലുള്ള ആ ചേഞ്ചിനെ പ്രതിഫലിപ്പിക്കുന്ന തലമാണ് മൈൻഡ് എന്ന് പറയുന്നത്. അതിന് നമ്മൾ പ്രോഗ്രാം എന്ന് പറയാം. അപ്പൊ നമ്മളൊരു കമ്പ്യൂട്ടറിനെ കുറിച്ച് പറയുമ്പോൾ കമ്പ്യൂട്ടറിന്റെ CPU ഉണ്ട്, അല്ലെങ്കിൽ ഹാർഡ്വെയറും ഉണ്ട്, സോഫ്റ്റ്വെയറും ഉണ്ട്. ആ സോഫ്റ്റ്വെയർ ആണ് മൈൻഡ്. ഈ മൈൻഡിൽ നമ്മൾക്ക് ഉള്ളത് പ്രധാനമായിട്ടും തോട്ട്സും ഇമോഷൻസും. തീർച്ചയായിട്ടും കമ്പ്യൂട്ടർ പ്രവർത്തിപ്പിക്കാൻ നമ്മൾ ചെയ്യുന്നത്, നമ്മൾ അതിൻ്റെ അകത്ത് ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം പറയാം. എന്ന് വെച്ചാൽ നമ്മളൊരു കമ്പ്യൂട്ടർ വാങ്ങുന്നു. കമ്പ്യൂട്ടർ വാങ്ങുമ്പോൾ അതിനൊരു പറയാം. ഞാൻ അങ്ങോട്ടാണ് വരുന്നത് സാർ, ഞാൻ അങ്ങോട്ട് കണക്ട് ചെയ്ത് വരാം. കമ്പ്യൂട്ടറിന്റെ ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും ഉണ്ട്. ഈ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ലിനക്സ് എന്ന് കേട്ടിട്ടുണ്ട്, വിൻഡോസ് എന്ന് കേട്ടിട്ടുണ്ട്, ഡോസ് എന്ന് കേട്ടിട്ടുണ്ട്, പലതരത്തിൽ കേട്ടിട്ടുണ്ട്. ഇതൊക്കെ മാറ്റാവുന്നതാണ്. ഇതേ സ്ട്രക്ചർ, ഈ മൈൻഡിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനിന്റെ പ്രോഗ്രാമാണ്. അപ്പൊ പ്രോഗ്രാം എന്ന് പറയുന്നത് നമുക്ക് മാറ്റാവുന്നതാണ്. ഈ പ്രോഗ്രാമിന് പലപ്പോഴും വൈറസ് അഫക്റ്റഡ് ആകാം. അതിന് നമ്മൾ ആന്റിവൈറസ് ഉപയോഗിക്കുന്നു. അപ്പൊ നമ്മളിലുള്ള പ്രോഗ്രാം എന്ന് പറയുന്നത് നമ്മളുടെ തോട്ട്സും നമ്മുടെ ഫീലിങ്സ് ആൻഡ് ഇമോഷൻസ് ആണ്. ഈ തോട്ട്സ് ആൻഡ് ഫീലിങ്സ് എന്ന പ്രോഗ്രാം ബ്രെയിനിലേക്ക് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ, ഹാർഡ്വെയറിലേക്ക് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ, ആ ഹാർഡ്വെയർ കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ചാണ് നമ്മുടെ ശരീരത്തിൽ ആക്ഷൻസ് ഉണ്ടാകുന്നത്. അതിനെയാണ് നമ്മൾ ബിഹേവിയർ എന്ന് പറയുന്നത്. ആക്ഷനിൽ നിന്നാണ് ക്യാരക്ടറും ബിഹേവിയറും ഉണ്ടാകുന്നത്. അപ്പൊ തോട്ട്സും
ഇമോഷൻസും സത്യത്തില് ബ്രെയിനിന്റെ സോഫ്റ്റ്വെയർ ആണ്. അത് മൈൻഡ് എന്ന് പറയും. ആ പ്രതലം അല്ലെങ്കിൽ ആ പ്ലാറ്റ്ഫോമാണ് നമ്മൾ മൈൻഡ് എന്ന് പറയുന്നത്. ഇത് എവിടെയാണ് നമുക്കൊന്ന് പറയാൻ പറ്റും? എവിടെയാണ് ഈ മൈൻഡ് എന്നുള്ളത്? മൈൻഡ് എവിടെയാണെന്ന് പറയാൻ പറ്റും? മൈൻഡ് എവിടെയാണ് നമ്മുടെ ശരീരത്തിൽ? മൈൻഡ് എവിടെ നിൽക്കുന്നു എന്നൊന്ന് പറയാൻ പറ്റും? ബ്രെയിനിലെന്ന് പറയുന്നതായിരിക്കും. ബ്രെയിനിന്റെ പ്രവർത്തനങ്ങളുടെ സം ടോട്ടൽ. ബ്രെയിനിന്റെ സം ടോട്ടൽ എന്ന് പറയും. എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്തായിരിക്കും? ഇച്ചിരി ക്ലാരിറ്റിയോടെ പറഞ്ഞാൽ. ന്യൂറോൺസിന്റെ മുഴുവൻ പ്രവർത്തനങ്ങളുടെ നമ്മളുടെ ന്യൂറൽ പാത്വേ എവിടെയൊക്കെ ഉണ്ടോ എന്ന് വെച്ചാൽ ന്യൂറോൺ നെറ്റ്വർക്ക് എവിടെയൊക്കെ ഉണ്ടോ ശരീരത്തിലെ നമ്മുടെ ബ്രെയിനുമായിട്ട് കണക്ട് ചെയ്യുന്ന ഞരമ്പുകൾ എവിടെയൊക്കെ ഉണ്ടോ, ആ നെർവുകൾ എവിടെയൊക്കെ ഉണ്ടോ, അവിടെ എല്ലാം ഈ പറയുന്ന മൈൻഡിന്റെ പൊസിഷനാണ്. ഇപ്പൊ നിങ്ങൾ പേനയുടെ കൊണ്ട് എഴുതുമ്പോൾ നിങ്ങളുടെ കോൺസെൻട്രേഷൻ മുഴുവൻ പേനയുടെ തുമ്പിലേക്കാണ് വരും. അപ്പൊ മൈൻഡ് നിൽക്കുന്നത് അവിടെയാണ്. ശരീരത്തിൽ ഒരു സ്ഥലത്ത് വേദന ഉണ്ടാകുമ്പോൾ ആ പോയിന്റിലേക്കാണ് നമ്മുടെ മൈൻഡ് എത്തുന്നത്. ഒരു പോയിന്റിലെ വേദനയ്ക്ക് പകരം മറ്റൊരു പോയിന്റിൽ അല്ലെങ്കിൽ മറ്റൊരു ലിംബിൽ വേദന കൂടിക്കഴിഞ്ഞാൽ ഈ വേദന നമ്മൾ നെഗ്ലക്ട് ചെയ്തിട്ട് ആ വേദനയിലേക്ക്, അപ്പോൾ മൈൻഡ് അങ്ങോട്ട് മാറും. നമ്മുടെ ചെവിയിൽ കൂടെ എന്തെങ്കിലും കേൾക്കുമ്പോൾ നമ്മുടെ മൈൻഡ് കൂടെ ആ സെൻസറിലേക്ക്. അപ്പൊ ഇങ്ങനെ ശരീരത്തിന് നെർവ് സിസ്റ്റം എവിടെയൊക്കെ ഉണ്ടോ അവിടെ എല്ലാം. അതുകൊണ്ടാണ് സം ടോട്ടൽ എന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന പ്രവർത്തനങ്ങളുടെ എല്ലാത്തിൻ്റെയും ശരിക്കും മനസ്സിലാക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് മൈൻഡ്. അപ്പൊ ഈ പ്ലാറ്റ്ഫോമിൽ നിന്നിട്ടാണ് കാര്യങ്ങളെ നമ്മൾ ഗ്രഹിക്കുന്നത്. തോട്ടിനെ തോട്ടാക്കി മനസ്സിലാക്കുന്ന തരത്തിലേക്ക് എത്തിക്കുന്ന പ്ലാറ്റ്ഫോമാണ് ശരിക്കും, ആ ഫീലിങ്സിനെ തിരിച്ചറിയുന്ന പ്ലാറ്റ്ഫോമാണ് ശരിക്കും നമ്മുടെ മൈൻഡ് എന്ന് പറയുന്നത്. അപ്പൊ ഈ മൈൻഡ് കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ ബ്രെയിൻ സ്വീകരിച്ച് അത് ശരിക്കും ആക്ഷനായിട്ട് പരിണമിച്ച് നമ്മളിൽ ബിഹേവിയറോ ക്യാരക്ടറോ ഉണ്ടാക്കും. അപ്പൊ എന്തിനെയായിരിക്കും നമ്മൾ നിയന്ത്രിക്കുന്നത്? ബ്രെയിനിനെയാണോ നിയന്ത്രിക്കേണ്ടത്? നമ്മുടെ തോട്ട്സിനെ, ഇമോഷനെയാണോ നിയന്ത്രിക്കുന്നത്? തോട്ട്സിനെയാണ്. തോട്ട്സിനെയും ഇമോഷൻസിനെയാണ് നിയന്ത്രിക്കുന്നത്. പറഞ്ഞോളൂ. മൈൻഡിനെയാണ് നിയന്ത്രിക്കേണ്ടത്. മൈൻഡിന്റെ പ്രോഗ്രാമിനെയാണ് നിയന്ത്രിക്കേണ്ടത്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ മനസ്സിനെ നമ്മുടെ അടിമയാക്കി മാറ്റുന്നു എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഋഷിമാരും അല്ലെങ്കിൽ ഈ സ്പിരിച്വൽ ലീഡേഴ്സ് ഒക്കെ അവർക്ക് മൈൻഡ് കൺട്രോൾ ഉണ്ടെന്ന് പറയുന്നത്. ഈ മൈൻഡ് കൺട്രോളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ മൈൻഡിന്റെ ഒരു അടിമയെ പോലെ നമ്മുടെ ശരീരം വർക്ക് ചെയ്തു. ഇതാണ് നമ്മുടെ സിസ്റ്റം. അപ്പൊ നമ്മൾ നേരെ തിരിച്ചാണ്. നമ്മൾ മൈൻഡിനെ ബേസ് ചെയ്തിട്ട്, മൈൻഡിനെ കൺട്രോൾ ചെയ്യാതെ മൈൻഡിനെ ബോഡിയുമായിട്ടുള്ള കണക്ഷൻ, മൈൻഡും ബോഡിയും തമ്മിലുള്ള കണക്ടിവിറ്റിയിലാണ് നമ്മൾ പലപ്പോഴും മുന്നിൽ പോകുന്നത്. അപ്പൊ നമ്മളെ പ്രോഗ്രാമിനെ നമ്മളൊന്ന് റൈറ്റ് ചെയ്യുക, അതായത് റീപ്രോഗ്രാം ചെയ്യാം. ഇതാണ് TA നമ്മൾ ഉണ്ടാക്കുന്നത്. നമ്മളെ പ്രോഗ്രാമിനെ, ഇപ്പോൾ നമ്മുടെ നിലവിലുള്ള മൈൻഡിന്റെ പ്രോഗ്രാമിനെ, ഇമോഷൻസിന്റെ പ്രോഗ്രാമിനെ, ഫീലിങ്സിന്റെ പ്രോഗ്രാമിനെ നമ്മളൊന്ന് റീകറക്റ്റ് ചെയ്തിട്ട് അത് ഉപയോഗിച്ച്, അത് കറക്റ്റ് ചെയ്ത ആ സിസ്റ്റം ഉപയോഗിച്ച് നമ്മളെവിടെ കൊടുക്കും? നമ്മുടെ ബ്രെയിനിൽ കൊടുത്ത് അതിനെ ആക്ഷനായിട്ട് ട്രാൻസ്ഫർ ചെയ്തിടും. എന്നുവെച്ചാൽ ഹാർഡ്വെയറിനെ കൺട്രോൾ ചെയ്യുന്ന സോഫ്റ്റ്വെയർ കറക്റ്റായിട്ട് പ്രോഗ്രാം ചെയ്യാനുള്ള ഒരു തലത്തിലേക്ക് നമ്മൾ സ്വയം മാറും. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ സിസ്റ്റം. ഇതിനൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വരാം. ഞാനൊരു ആമുഖം പറഞ്ഞു പോവാണ്, എന്തൊക്കെ തലങ്ങളാണ് ഇതിൻ്റെ അകത്ത് ഉള്ളതെന്നാണ് പറയുന്നത്. അപ്പൊ ആദ്യം നമ്മൾ ചേഞ്ച് ചെയ്യേണ്ടത് നമ്മുടെ പ്രോഗ്രാമാണ്, നമ്മുടെ മൈൻഡാണ്. മൈൻഡിന്റെ അകത്തുള്ള രണ്ട് കാര്യങ്ങൾ, ഒന്ന് തോട്ട്സും ഇമോഷൻസ് ഓഫ് ഫീലിങ്സ്. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ തലം. ഇനി രണ്ടാമത്തെ തലം എന്ന് പറയുന്നത്, എക്സ്ക്യൂസ് മീ സർ. പറഞ്ഞോളൂ സാർ. സോറി, രണ്ടാമത്തെ ഞാൻ ഒരു കണക്ഷന്റെ ഒരു പ്രശ്നം വന്നു. മൈൻഡ് എവിടെയാണ് ആക്ച്വലി? അത് പറഞ്ഞ ഇമ്പോർട്ടന്റ് മൈൻഡ് ശരീരത്തിന്റെ മുഴുവനാണ്. നെർവ് സിസ്റ്റം എവിടെയൊക്കെ എൻഡ് ചെയ്യുന്നു അവിടെ എല്ലാം ഉണ്ട്. നമ്മൾ ഈ കൊറോണയുടെ വാക്സിൻ എടുക്കുമ്പോൾ ആ സൂചി നമ്മൾ കുത്തുന്ന സമയം ഒന്ന് ഓർത്ത് നോക്കൂ. ആ സമയത്ത് നമ്മുടെ കോൺസെൻട്രേഷൻ മുഴുവൻ ആ സൂചിയുടെ തുമ്പത്താണ്. സൂചി കയറുന്ന ആ എൻഡില. അപ്പൊ നമ്മുടെ മൈൻഡ് അവിടെയാണ് നിൽക്കുന്നത്. കാരണം നമ്മുടെ ശരീരത്തിൽ കിട്ടുന്ന സെൻസേഷൻ ആണ് അത് കയറുന്ന. വേദന ഇല്ലെന്നും വേദന ഉണ്ടെന്നും നമ്മൾ എങ്ങനെയാ പറഞ്ഞത്? സോ അതാണ് മൈൻഡിന്റെ പ്രോബ്ലം. നമ്മുടെ ശരീരത്തിന്റെ ഏതൊരു പോയിന്റിലും ഉണ്ട്. ഏതാണോ നമ്മൾ കൂടുതൽ പ്രയോറിറ്റൈസ് ചെയ്യുന്ന ആ പോയിന്റിലേക്ക് നമ്മുടെ മൈൻഡ് വരും. താങ്ക് യു. ക്ലിയർ. ഇനി രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരവും ബോഡിയുമായിട്ട് കണക്ട് ചെയ്യുന്ന ചില തലങ്ങളാണ്. ആ തലങ്ങളെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ വളരെ പ്രാധാന്യമുള്ള ഏരിയയാണ് ബോഡി ആൻഡ് മൈൻഡ് സിസ്റ്റം. ബോഡി ആൻഡ് മൈൻഡ്, ഇത് നമ്മുടെ സൈക്കോസോമാറ്റിക് ഇഫക്റ്റ് എന്ന് പറയും.
ബോഡിയിൽ അസുഖങ്ങളൊക്കെ ഉണ്ടാകുന്നത് സർവ്വസാധാരണം. ബോഡിയിൽ അസുഖം എപ്പോഴും ഉണ്ടാകും. നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ കുറഞ്ഞു കഴിഞ്ഞാൽ നാച്ചുറലി പുറത്തുനിന്നുള്ള ഈ പറയുന്ന എക്സ്റ്റേണൽ ആയിട്ടുള്ള ത്രെട്ടുകളെല്ലാം നമുക്കുണ്ടാകാം. പക്ഷെ പലപ്പോഴും നമ്മൾക്ക് ഇമ്മ്യൂണിറ്റി ഉള്ളപ്പോഴും ഇമ്മ്യൂണിറ്റി ഇല്ലാത്തതുപോലെ നമുക്ക് ഫീൽ ചെയ്യുന്നത് നമ്മുടെ മൈൻഡിന്റെ ഇഫക്റ്റാണ്. ഇപ്പൊ കൊറോണ നമ്മളിൽ പിടിച്ചിട്ടില്ല എന്ന് വിചാരിക്കും. തൊട്ടടുത്ത വീട്ടിൽ കൊറോണ ഉണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും ഒരു പേടിയുണ്ടാവും. കൊറോണ വരാനുണ്ടാകുന്ന ഒരു സാധ്യത ഉണ്ടെന്ന ഒരു ഫീലിംഗ് നമുക്കുണ്ടാകും. ഇത് എവിടെ നിന്ന് ഉണ്ടാകുന്നതാണ്? ഇത് മൈൻഡ് റിലേറ്റഡ് ആണ്. ഇത് നമ്മൾ സൈക്കോസൊമാറ്റിക് പ്രോബ്ലംസ് അല്ലെങ്കിൽ ഡിസോർഡേഴ്സ് എന്നുവെച്ചാൽ മൈൻഡും ബോഡിയുമായിട്ട് കണക്ട് ചെയ്ത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാവുന്ന പ്രശ്നങ്ങൾ. നമ്മുടെ ശരീരത്തിൽ 95% രോഗങ്ങളും സൈക്കോസൊമാറ്റിക് രോഗങ്ങളും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോഡി പെർഫെക്റ്റ് ആണ്, പക്ഷെ മൈൻഡ് പലപ്പോഴും അങ്ങനെയല്ല എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ഞാൻ വീക്കാണ്, അല്ലെങ്കിൽ എനിക്കത് രോഗം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്, അല്ലെ? കൊറോണ അടുത്ത വീട്ടിലുണ്ടെങ്കിൽ അവിടെ ജനൽ തുറന്നു കിടക്കുകയാണെങ്കിൽ നമ്മൾ കംപ്ലൈന്റ് ചെയ്യും. കൊറോണ ഉള്ള വീട്ടിൽ ജനൽ എപ്പോഴും ഞങ്ങളുടെ അടുത്തേക്ക് തുറന്നു കിടക്കുകയാണ്, കാറ്റിൽ കൂടെ പരരാം എന്ന് ചിന്തിക്കുന്ന ഒരു തലം വരും. അപ്പൊ നമ്മൾ ചിന്തിക്കുന്നത് എന്താണ്? നമ്മുടെ മൈൻഡ് പറയാണ് ദർ ഈസ് ഇനഫ് ചാൻസ്, ഒരു സസെപ്റ്റബിലിറ്റി കൂടുതലാണ് ഈ രോഗം നമ്മളിലേക്ക് എത്താൻ. പക്ഷെ ബോഡി ഓക്കെയാണ്. ഇതാണ് സൈക്കോസോമാറ്റിക് എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള സൈക്കോസോമാറ്റിക് അസുഖങ്ങൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുമ്പോൾ പലപ്പോഴും രോഗങ്ങളില്ലെങ്കിൽ പോലും രോഗമുണ്ട് എന്നൊരു അവസ്ഥയിലേക്ക് നമ്മൾ എത്താം. ഇല്ലെങ്കിൽ രോഗങ്ങൾ അഗ്രവേറ്റഡ് ആകും, വളരെ സിവിയർ ആയിട്ടുള്ള രോഗങ്ങളായിട്ട് അത് പരിണമിക്കാം. ഇപ്പൊ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന പല ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സും സൈക്കോസോമാറ്റിക് അസുഖങ്ങളുടെ കാരണം കൊണ്ടുണ്ടാകുന്നതാണ്. അപ്പൊ രണ്ടാമത്തെ തലം ഇതാണ്, മൈൻഡിനെ വേണ്ട വിധം നമ്മൾ പ്രോഗ്രാം ചെയ്ത് യൂസ് ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾക്ക് എന്ത് സംഭവിക്കും? നമ്മൾ സൈക്കോസോമാറ്റിക് രോഗത്തിന്റെ അടിമയായി. സൈക്കോസോമാറ്റിക് രോഗത്തിന് അടിമയായി കഴിഞ്ഞാൽ ശരീരത്തിൽ രോഗമില്ലാതെ തന്നെ രോഗമുണ്ട് എന്ന് സൃഷ്ടിക്കപ്പെടുന്ന തലത്തിലേക്ക് നമ്മൾ മാറും. അപ്പൊ നമ്മുടെ മൈൻഡ്, നമ്മുടെ ഈ തോട്ട്സ്, ഇമോഷൻസ് എല്ലാം നമ്മൾ റീപ്രോഗ്രാം ചെയ്ത് യൂസ് ചെയ്തില്ലെങ്കിൽ പലപ്പോഴും ബോഡി മൈൻഡ് റിലേറ്റഡ് ആയിട്ടുള്ള സൈക്കോസോമാറ്റിക് ഡിസോർഡറിലേക്ക് നമ്മൾ മാറാനുള്ള സാധ്യത ഉണ്ടാകും. അപ്പൊ ഇതൊരു സിവിയർ പ്രോബ്ലമാണ്. ഈ സിവിയർ പ്രോബ്ലത്തെ നമ്മൾ അഡ്രസ് ചെയ്യുന്നത് പല രീതിയിലാണ്. അതിലൊരു മെത്തേഡ് ഞാൻ പറഞ്ഞു തരാം. ഇത് വളരെ ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്ന പേരിൽ ഇന്ന് നമ്മൾ കാണുന്ന പല രോഗങ്ങളുടെയും തുടക്കം ഇങ്ങനെ തന്നെയാണ്. നമ്മുടെ ബോഡിയിൽ പ്രധാനമായിട്ടുള്ളത് ഫിസിക്കൽ ഹെൽത്താണ്. നമുക്ക് ഫിസിക്കൽ ഹെൽത്ത് എന്ന് പറയുന്ന ഏരിയ ഉണ്ട്. റെഗുലർ എക്സസൈസ് ഇവിടെ ഉണ്ടാക്കാം, ബാലൻസ്ഡ് ന്യൂട്രീഷൻ ഉണ്ടാക്കാം, അഡിക്വേറ്റ് റെസ്റ്റിലൂടെ നമുക്ക് ഇത് ഉണ്ടാക്കാം. ഇത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. ഫിസിക്കൽ ഹെൽത്ത്, ശാരീരികമായിട്ടുള്ള ഒരു നല്ല അവസ്ഥ, ഇതാണ് നമ്മുടെ ഒന്നാമത്തെ കാര്യം. ഇത് നമ്മൾ പ്രത്യേകിച്ച് ഈ കൊറോണയുടെ കാലത്ത് നമ്മൾ ഈ ഫിസിക്കൽ ഹെൽത്ത് ഒക്കെ വളരെയധികം ശ്രദ്ധിക്കുന്ന ഒരു ഏരിയ. കാരണം മറ്റൊന്നുമല്ല, ഫിസിക്കൽ ഹെൽത്ത് ഇമ്പോർട്ടൻ്റ് ആണ്. വ്യായാമം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പൊ നമുക്ക് പുറത്തിറങ്ങി പോകാൻ പറ്റുന്നില്ല. അപ്പൊ മാക്സിമം ആ തലങ്ങളിലൂടെ നമ്മൾ യാത്ര ചെയ്യും. രണ്ടാമത്തെ ഏരിയ എന്ന് വെച്ചാൽ മെന്റൽ ഹെൽത്ത് ആണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞ ഏരിയ. അതിനകത്ത് പ്രധാനമായിട്ട് ഇത്ര ഉണ്ട്. ഇമോഷണലുണ്ട്, അതിന് നമ്മൾ സൈക്കോളജിക്കൽ എന്ന് പറയാം, അല്ലെങ്കിൽ സോഷ്യൽ വെൽബീയിങ്ങുമായിട്ട് ബന്ധപ്പെടുത്തി പറയാം. മെന്റൽ ഹെൽത്ത്, സോഷ്യൽ ഹെൽത്ത്, മെന്റൽ ഹെൽത്ത്, ഈ രണ്ട് തലങ്ങൾ, ഇമോഷണൽ ആൻഡ് സോഷ്യൽ. ഇമോഷണൽ ശരിയല്ലെങ്കിൽ ബാക്കിയെല്ലാം തെറ്റും. അപ്പൊ മെന്റൽ ആൻഡ് സോഷ്യൽ. ഇനി ഇത് രണ്ടും കണക്ട് ചെയ്യുന്ന ഒരു ഏരിയ ഉണ്ട്. ഈ രണ്ടും ഒരുപോലെ കണക്ട് ചെയ്യുന്ന മറ്റൊരു ഏരിയ ഉണ്ട്. ആ ഏരിയയാണ് നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ എന്ന് പറയുന്നത്. ഇതിന്റെ ഇന്നേറ്റ് അഡാപ്റ്റീവ് സിസ്റ്റമാണ്. ഒരു ആക്റ്റീവ് സിസ്റ്റം നമുക്കുണ്ട്. നമ്മൾ അറിയാതെ തന്നെ നമ്മളിൽ പ്രവർത്തിക്കുന്ന ഒരു ഇന്നേറ്റ് അഡാപ്റ്റീവ് സിസ്റ്റമാണ്. 3 രീതി പറയാം. ഇന്നേറ്റീവ് ഉണ്ട്, അഡാപ്റ്റീവ് ഉണ്ട്, പാസീവ് ഉണ്ട്. ഇമ്മ്യൂണിറ്റി പവർ 3 രീതിയിലുണ്ട്. ഒരു ഇന്നേറ്റ് നമ്മുടെ നാച്ചുറൽ ആയിട്ട് നമുക്കുള്ളതുണ്ട്. കേരളത്തിലുള്ളവർക്ക് നാച്ചുറൽ ആയിട്ടുള്ള പവർ കൂടുതലാണെന്ന് പറയാം. കാരണം നമ്മുടെ ഇഞ്ചി, അതുപോലെ തന്നെ മഞ്ഞള്, കുരുമുളക്, അതുപോലെ നാച്ചുറൽ ആയിട്ട് നമുക്ക് കിട്ടുന്ന വെജിറ്റബിൾസ്, ഇതെല്ലാം ഇന്നേറ്റ് പവർ നമുക്ക് തരുന്നതാണ്. മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് വെച്ച് നോക്കുമ്പോൾ നമുക്കൊരു ഇന്നേറ്റ് പവർ ഉണ്ട്. രണ്ട് അഡാപ്റ്റീവാണ്, ആക്റ്റീവ്, നമുക്ക് മരുന്നൊക്കെ കഴിച്ചുണ്ടാക്കാം. ഒരു പാസീവാണ്. ആ ഓൺ ദ വേയിൽ നമുക്ക് ചിലപ്പോൾ ഉണ്ടാകുകയും പോവുകയും ചെയ്യും, വരികയും പോവുകയും ചെയ്യുന്ന തരത്തിൽ. അപ്പൊ ഇങ്ങനെ 3 തരം ഇമ്മ്യൂണിറ്റി പവർ. ഇത് രണ്ടും ഫിസിക്കൽ ആൻഡ് മെന്റൽ. ഇത് നമ്മളെ സൈക്കോസൊമാറ്റിക് അസുഖങ്ങളുടെ ഒരു തലമാണിത്. ഇത് രണ്ടും കൂടെ ചേർത്ത് വെച്ചിട്ടാണ് നമ്മൾ നമ്മുടെ ഇമ്മ്യൂണിറ്റി പവറിനെ കണക്ട് ചെയ്യുന്നത്. അപ്പൊ സ്വതസിദ്ധമായ ഒരു ഇമ്മ്യൂണിറ്റി പവർ നമുക്കുണ്ട്. പക്ഷെ പലപ്പോഴും ഈ ഇമ്മ്യൂണിറ്റി പവർ നമ്മളിൽ നിന്ന് മാറി നിൽക്കാറുണ്ട്. അതിന്റെ ഒരു റീസൺ ആണ് ഞാൻ പറയുന്നത്. എന്റെ റീസൺ ഇതാണ്.
നമ്മളിലുള്ള ഇമോഷൻ അല്ലെങ്കിൽ നമ്മൾ തോട്ടിലൂടെ നമുക്ക് ഡെവലപ്പ് ചെയ്യുന്ന കുറെ ഇമോഷൻസ്. അതൊരു ഏറ്റവും സിമ്പിളസ്റ്റ് ആയിട്ടുള്ള എക്സാമ്പിൾ എന്ന് പറയുന്നത് ആങ്കറാണ്. പൊതുവെ എല്ലാവർക്കും ഉണ്ടാകാവുന്ന ഒരു ആങ്കർ. സാഡ്നെസ്, ആങ്കർ, ഹാപ്പിനെസ്, ഇതെല്ലാം ഇമോഷൻസ് ആണ്. പോസിറ്റീവ് ഇമോഷൻസിന് നമുക്ക് വലിയ ശരീരത്തിൽ വലിയ പ്രോബ്ലംസ് ഉണ്ടാക്കുന്നില്ല. അത് നമുക്ക് ഹെൽത്ത് ഹാസാർഡ്സ് ഒന്നും പൊതുവെ ഉണ്ടാക്കുന്നില്ല. പക്ഷേ നെഗറ്റീവ് ഇമോഷൻസ്, സാഡ്നെസ്, ഗിൽറ്റ്, വറി, ആങ്കർ, ഇതെല്ലാം നമുക്ക് പ്രോബ്ലം ഉണ്ടാക്കും. അതിൽ ഒരു എക്സാമ്പിളാണ് ആങ്കർ എന്ന് പറയുന്ന തലം. അപ്പൊ ആങ്കറിനെ നമ്മൾ ഒരു എക്സാമ്പിൾ ആയിട്ട് എടുക്കുകയാണ്. സൈക്കോസോമാറ്റിക് പ്രോബ്ലംസിനെ നമ്മൾ അനലൈസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. ഈ ഒരു സിസ്റ്റം വർക്ക് ചെയ്യുന്ന മെത്തേഡ് ഇതേ ഉള്ളൂ. നമ്മൾ ആദ്യം കണ്ട ലിംബിക് സിസ്റ്റത്തിൽ നമ്മുടെ ശരീരത്തിൽ ഒരു ഇൻപുട്ടിന്റെ ഒരു പ്രോബ്ലം ഉണ്ടായാൽ, ഒരു ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് സിറ്റുവേഷൻ നമുക്കുണ്ടായാൽ, നമ്മൾ അറിയാതെ തന്നെ ഒരു ത്രെട്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ നമ്മളിൽ ഉണ്ടാകാവുന്ന ഒരു ഇമോഷൻ, അതിനെ ഞാൻ ആങ്കർ എന്ന് പറയുന്നു എന്ന് മാത്രം. ആ ആങ്കർ ഉണ്ടാകുമ്പോൾ ഒന്നുകിൽ നമുക്ക് ആങ്കറിന്റെ സിറ്റുവേഷൻ നമ്മൾ ഫൈറ്റ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ നമ്മൾ ഓടി രക്ഷപ്പെടേണ്ടി വരും, ഇല്ലെങ്കിൽ നമ്മൾ ഫ്രീസ് ആയി പോകും, അതും അല്ലെങ്കിൽ നമ്മൾ ഫ്രൈറ്റൻഡ് ആകും. 4 തരത്തിൽ 4 എഫുകളാണ്. ഫ്രൈറ്റൻഡ് ആകാം, ഫൈറ്റ് ആകാം, ഫ്ലൈറ്റ് ആകാം, അല്ലെങ്കിൽ ഫ്രീസ് ആകാം. അതിൽ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് സിറ്റുവേഷൻ എന്നാണ് സാധാരണ നമ്മൾ സയൻസിൽ പറയുന്നത്. ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് സിറ്റുവേഷൻ. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായ ആങ്കർ ഉണ്ടായാൽ സാധാരണ നമ്മുടെ ലിംബിക് സിസ്റ്റത്തിലുള്ള ഹൈപ്പോതലാമസ് ആക്ടിവേറ്റഡ് ആവും. അതിലേക്കൊരു സെൻസറി ഇൻപുട്ട് കൊടുക്കും. അപ്പൊ നമ്മൾ ഒരാൾ നമ്മളെ നോക്കി ശക്തമായി അധിക്ഷേപിക്കുകയാണ്. ഒരു കാര്യമില്ലാതെ നമ്മളെ അധിക്ഷേപിക്കുമ്പോൾ നമ്മളത്ര മൈൻഡ് കൺട്രോൾഡുള്ള വ്യക്തി അല്ലെങ്കിൽ ഉടനെ നമ്മൾ തിരിച്ച് റിയാക്ട് ചെയ്യും. ഒരു കാര്യമില്ലാതെ താൻ എന്തിനാണ് ദേഷ്യപ്പെടുന്നതെന്ന് ചോദിക്കുമ്പോൾ നമ്മളുണ്ടാകുന്ന വികാരം ആങ്കറാണ്. ഈ ആങ്കർ ഉണ്ടാകുമ്പോൾ ഹൈപ്പോതലാമസ് ആക്ടിവേറ്റ് ആവും. അവിടെ ഒരു CRH എന്ന് പറയുന്ന ഒരു ഹോർമോൺ. ഈ CRH പറയുന്ന ഒരു ഹോർമോൺ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിനെ എനർജൈസ് ചെയ്യും, അതിനെ ആക്ടിവേറ്റ് ചെയ്യും. ഈ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ നിന്ന് ACTH എന്ന് പറയുന്ന മറ്റൊരു ഹോർമോൺ, അത് അഡ്രീനൽ ഗ്ലാൻഡിനെ ആക്ടിവേറ്റ് ചെയ്യും. അഡ്രീനൽ ഗ്ലാൻഡ് 3 തരത്തിലുള്ള ഹോർമോൺസ് ഉണ്ടാകും. ഇതാണ് ശരിക്കും ഫൈറ്റ് സിറ്റുവേഷനിലേക്ക് നമ്മൾ എത്തിക്കുന്നത്. ഫൈറ്റ് ഓഫ് ഫ്രീസ് ഒക്കെ എത്തുന്നത് ഫൈറ്റും ഫ്ലൈറ്റിലേക്ക് എത്തിക്കുന്നു. കോർട്ടിസോൾ, അഡ്രിനാലിൻ, നോർ അഡ്രിനാലിൻ, ഇതുപോലെ അസോസിയേറ്റഡ് കുറെ ഹോർമോൺസും കൂടെ ഉണ്ടാകുന്നുണ്ട്. പക്ഷെ ഏറ്റവും സിവിയർ ആയിട്ട് വരുന്ന ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് സിറ്റുവേഷനെ നമ്മൾ എത്തിക്കുന്ന 3 ഹോർമോണുകൾ, ഒന്ന് കോർട്ടിസോൾ, അഡ്രിനാലിൻ, നോർ അഡ്രിനാലിൻ. ഏറ്റവും സിവിയർ കോർട്ടിസോൾ ആണ്. ഈ കോർട്ടിസോള് വളരെ പെട്ടെന്ന് ബ്ലഡിലേക്ക് ലയിക്കും. ബ്ലഡിലേക്ക് ലയിക്കുന്നതിന് ചില പ്രത്യേകതകളുണ്ട്. ഒന്നുകിൽ ഓടി രക്ഷപ്പെടുക അല്ലെങ്കിൽ ഇടിച്ചു നിൽക്കുക. ഈ 2 കാര്യങ്ങൾക്ക് വേണ്ടി ശരീരത്തിൽ ഒരു ചേഞ്ച് ഉണ്ടാക്കാനാണ് കോർട്ടിസോളിന്റെ ഫംഗ്ഷൻ. അപ്പോൾ ബ്ലഡിലേക്ക് ലയിക്കുന്നതനുസരിച്ച് അതിന് കുറേ പ്രോസസ്സുകൾ അത് ചെയ്യുന്നു. ഇത് നമ്മുടെ ആങ്കർ ഒരു മൈൽഡ് ആണ്. ഒരു നോർമൽ ആങ്കർ ആണെങ്കിൽ കോർട്ടിസോളിന്റെ അളവ് കൺട്രോൾഡ് ആകും. ഒരു ഫീഡ്ബാക്ക് സിസ്റ്റം ഉണ്ട്. അത് പിറ്റ്യൂട്ടറിയിലേക്കും അതുപോലെ തന്നെ ഹൈപ്പോതലാമസിലേക്കും ഒരു ഫീഡ്ബാക്ക് കൊടുക്കുന്നുണ്ട്. അതിനെ കൺട്രോൾ ചെയ്യാൻ നമ്മളെ കൊണ്ട് സാധിക്കും. ഒരു പരിധിയാണ്. പരിധി വിട്ടാണെങ്കിൽ അത് നേരെ മെറ്റാബോളിക് ഇഫക്റ്റിലേക്ക് പോകും. മെറ്റാബോളിക് ഇഫക്റ്റ് എന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല, നമ്മുടെ ഫുഡ് കഴിക്കുന്ന ഈ ഫുഡിനെ എനർജിയാക്കി മാറ്റുന്ന സിസ്റ്റമാണ് മെറ്റാബോളിക് സിസ്റ്റം എന്ന് പറയുന്നത്. നമ്മൾ കഴിക്കുന്നതിനെയല്ല എനർജി ആയിട്ട് മാറ്റും. ഈ സിസ്റ്റത്തിനെ അത് അഫക്ട് ചെയ്യും. എപ്പോഴാണ് കോർട്ടിസോൾ പരിധിയിൽ കൂടുതലാണ്, അല്ലെങ്കിൽ ഈ അഡ്രിനാലിൻ, നോൺ അഡ്രിനാലിൻ, ഈ പറയുന്ന ഫൈറ്റ് ആൻഡ് ഫ്ലൈറ്റ് ഹോർമോൺസ് ഒരു പരിധിയിൽ കൂടുതലുണ്ടായാൽ മെറ്റാബോളിക് ഇഫക്റ്റിന് മാറ്റങ്ങൾ ഉണ്ടാകും. ഈ മെറ്റാബോളിക് ഇഫക്റ്റ് ഇത് നമ്മുടെ സ്ട്രെസ് ലെവലിനെ മാറ്റും, അല്ലെങ്കിൽ ഇമ്മ്യൂണിറ്റി സിസ്റ്റത്തെ ഡിസ്റ്റർബ് ചെയ്യും. സ്ട്രെസ് ആക്കും, അല്ലെങ്കിൽ ഇമ്മ്യൂണിറ്റി സിസ്റ്റത്തെ ബ്ലോക്ക് ചെയ്യും. ഇതാണ് ഒരു നോർമൽ സിസ്റ്റം. ഒരു ചെറിയ ദേഷ്യം വരുമ്പോൾ ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. 5 ഹോർമോൺ ഉണ്ടാകും. CRH ഉണ്ടാകും, ACTH ഉണ്ടാകും, കോർട്ടിസോൾ ഉണ്ടാകും, നോർ അഡ്രിനാലിൻ ഉണ്ടാകും, അഡ്രിനാലിൻ ഉണ്ടാകും. 5 ഹോർമോണുകളുണ്ട്. ഇത് സിവിയർ ഹോർമോൺസ് ആണ്. ശരീരത്തെ ആ പർട്ടിക്കുലർ സിറ്റുവേഷനിൽ നിന്ന് സേവ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഹോർമോൺസ് ആണ്. അതുകൊണ്ട് തന്നെ ഈ ഹോർമോൺ നമ്മുടെ ശരീരത്തിൽ ഒത്തിരി ചേഞ്ചസ് ഉണ്ടാക്കും. അതെല്ലാം ബ്ലഡ് ലെവലിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ ഇതെല്ലാം നമ്മളുടെ ഇമ്മ്യൂണിറ്റി സിസ്റ്റത്തെ അല്ലെങ്കിൽ സ്ട്രെസ് ലെവലിനെ ചേഞ്ച് ചെയ്യും. ഇത് കുഴപ്പമൊന്നുമില്ല നോർമലി. ഇനി നോക്കുക, ഞാൻ പറയുന്ന സിസ്റ്റം നോക്കുക. ഈ
പറയും. ഈ നോർമലായി മെറ്റാബോളിക് സിസ്റ്റത്തെ ബാധിക്കാതിരുന്നാൽ ഈ ഹോർമോൺസ് എങ്ങനെയാ വർക്ക് ചെയ്യുന്നത്? ബ്ലഡ് അത് ഞാൻ പറയൂ, അതിലേക്ക് ഞാൻ വരുമോ? അത് ഞാൻ പറയാം. അതൊരു വലിയൊരു പ്രോസസ്സാണ്. അപ്പൊ ആ സിസ്റ്റം വരുന്നതിന് മുമ്പ് ഞാൻ ആ സിസ്റ്റത്തിന്റെ സിവിയറിറ്റിയാ പറയുന്നത്. അപ്പൊ ആങ്കർ ആണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. ഈ ആങ്കർ വല്ലപ്പോഴും ഒരു പട്ടി വന്ന് ഓടിച്ചു, നമ്മൾ ദേഷ്യം വന്നു, അല്ലെങ്കിൽ ഒരാൾ നമ്മൾ വഴക്കിട്ട് ഒക്കെയാണ്. പക്ഷെ ഡെയിലി ഒരു 2-3 പ്രാവശ്യം ഈ ആങ്കർ ഉണ്ടാകുന്നുണ്ട് എന്ന് വിചാരിക്കും. ഡെയിലി 2-3 പ്രാവശ്യം. അതിന് നമ്മൾ സൈക്കോളജിക്കൽ ഗെയിംസ് എന്ന് പറഞ്ഞൊരു സിസ്റ്റം നമുക്ക് പഠിക്കാനുണ്ട്. സ്ക്രിപ്റ്റീവ് ബിഹേവിയർ എന്ന് പറഞ്ഞൊരു തലം പഠിക്കാനുണ്ട്. അതെല്ലാം ട്രാൻസാക്ഷൻസിന്റെ ബേസ് കണ്ടന്റുകളാണ്. ഈ കണ്ടന്റുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് ഞാൻ ഇതിനെ പറയുന്നത്. അപ്പൊ ആങ്കറിലാണ് നമ്മൾ നിൽക്കുന്നത്. അത് സിവിയർ ആയിട്ട് പല പ്രാവശ്യം, ഇപ്പോൾ അമ്മായിമ്മയും മരുകളും തമ്മിലുള്ള പ്രശ്നം, അല്ലെങ്കിൽ സഹോദരൻ പ്രശ്നം, അല്ലെങ്കിൽ അച്ഛനും മോനും തമ്മിൽ പ്രശ്നം, സഹോദരങ്ങളിൽ പ്രശ്നം, അല്ലെങ്കിൽ ബോസും സബോർഡിനേറ്റുമായിട്ട് പ്രശ്നം, അധ്യാപകനും പ്രധാന അധ്യാപകനുമായിട്ട് പ്രശ്നം, നമ്മളുടെ ബോസും സബോർഡിനേറ്റ്, ഇങ്ങനെയുള്ള എവിടെ ഒരു പ്രശ്നം പല പ്രാവശ്യം ഉണ്ടായാൽ, ഇച്ചിരി ക്ലിയർ ആയിട്ട് പറഞ്ഞാൽ, ഒരാളുടെ മുഖം നോക്കുമ്പോൾ തന്നെ, മുഖം കണ്ടാൽ തന്നെ, അയാളുടെ ഒച്ച കേട്ടാൽ, അയാളുടെ ടോൺ മാറിയാൽ, അയാളുടെ നിപ്പ് നടപ്പ് ഒക്കെ കണ്ടാൽ നമ്മളിൽ ആങ്കർ ഉണ്ടാകുന്നുണ്ടെങ്കിൽ നോക്കി ഈ സിസ്റ്റം എല്ലാം അൺബാലൻസ്ഡ്. നമ്മുടെ മെറ്റാബോളിക് സിസ്റ്റത്തിലേക്ക് ആ കോർട്ടിസോളിന്റെ അല്ലെങ്കിൽ ഈ ഫൈറ്റ് ഫ്ലൈറ്റ് സിറ്റുവേഷന്റെ ഹോർമോൺസിന്റെ ഇഫക്റ്റ് കൂടും. അങ്ങനെ കൂടിയാൽ എന്ത് സംഭവിക്കും? നമ്മുടെ സിസ്റ്റത്തിന്റെ സ്റ്റെബിലിറ്റി എല്ലാം പോകും. അപ്പൊ ആ സ്റ്റെബിലിറ്റി പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ ഉണ്ടാകുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. അത് സംഭവിക്കുന്നത് ഒത്തിരി സിസ്റ്റം ഉണ്ട്. അത് 4 സിസ്റ്റം ഞാൻ പറയാം. 4 സിസ്റ്റം ഇങ്ങനെയാണ് അത് സെൻസ് ചെയ്യുന്നത്. ഒന്നാമത്തെ ഏരിയ എന്ന് പറയുന്നത് കോർട്ടിസോൾ നമ്മൾ ഡെവലപ്പ് ചെയ്തു. കണ്ടിന്യൂസ് ആങ്കർ ആണ്. ഒരു ദിവസം 4-5 പ്രാവശ്യം നമുക്ക് ദേഷ്യം വരികയാണ്. ഇപ്പൊ നമുക്കറിയാം, നമ്മുടെ കുട്ടികൾ വീട്ടിലിരിക്കുകയാണ്, പഠിക്കാൻ എപ്പോഴും അവരുടെ കയ്യിൽ മൊബൈലാണ്. മൊബൈൽ കാണുമ്പോൾ തന്നെ നമുക്ക് ദേഷ്യം വരും. മൊബൈൽ കണ്ടാൽ തന്നെ നമ്മുടെ മനസ്സിൽ ഈ പറയുന്ന സിസ്റ്റം ഉണ്ടായിരിക്കും. ഇവർ താഴെ വെക്കത്തില്ല, പറഞ്ഞാൽ കേൾക്കത്തില്ല, വീട്ടിലൊരു കാര്യം അനുസരിക്കത്തില്ല, അവരും ആകെ പ്രശ്നത്തിലാണ്, നമ്മളും പ്രശ്നത്തിലാണ്. 2 പേർക്ക് ഈ സിസ്റ്റം ഉണ്ടാവും. ഇങ്ങനെ സിസ്റ്റം ഉണ്ടാകുമ്പോൾ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് സിറ്റുവേഷൻ ഉണ്ടാകും. അപ്പൊ ഒന്നാമത് സംഭവിക്കുന്നത് നമ്മുടെ ലിവറിലേക്ക് ഒരു സിഗ്നൽ പോകും. ഷുഗറിൽ ബ്ലഡിന്റെ അളവ് കൂട്ടാൻ പറയും. കാരണം നമുക്ക് ഒന്ന് ഫ്ലൈറ്റ് ചെയ്യണം അല്ലെങ്കിൽ ഫൈറ്റ് ചെയ്യണം. ഈ 2 സിസ്റ്റം ചെയ്തേ പറ്റൂ. കാരണം നമ്മുടെ മുമ്പിൽ ദേഷ്യമാണ് നിൽക്കുന്നത്, ഒരു നെഗറ്റീവ് ഇമോഷനിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പൊ ഈ സിസ്റ്റം ബോഡിയിൽ മനസ്സിലാക്കുന്ന ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് മാത്രമേ അറിയൂ. അപ്പൊ അതനുസരിച്ച് ബ്ലഡിലേക്ക് ബ്ലഡ് ഷുഗർ കൂട്ടും. എപ്പോഴും ബ്ലഡിന്റെ ഷുഗർ കൂടുതലാക്കിക്കോ എന്നുള്ള ഇൻജക്ഷൻ കൊടുക്കും. ഒരാൾ നടന്നു വരുന്നത് കാണുമ്പോൾ തന്നെ നമ്മൾ അറിയാതെ നമ്മുടെ ബ്ലഡിൽ ഷുഗർ ഉണ്ടാകും. അപ്പൊ നാച്ചുറലി ഇതൊരു ഡയബറ്റീസിലേക്ക് മാറും. ഒരു ഡയബറ്റിക് സിസ്റ്റത്തിലേക്ക് നമ്മൾ മാറും. ഇതാണ് ഒന്നാമത്തെ സിസ്റ്റം. അപ്പൊ നമ്മൾ അറിയാതെ തന്നെ ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസ് നമ്മുടെ കൂടെ എത്തി. അപ്പൊ നമ്മുടെ ഇമോഷനെയോ നമ്മുടെ തോട്ടിനെയോ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ, സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് അതിനെ ബാലൻസ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ, ഒരു മെച്യൂരിറ്റിയിൽ എത്താൻ പറ്റുന്നില്ലെങ്കിൽ, നമ്മൾ അറിയാതെ നമ്മുടെ ശരീരം ഡയബറ്റീസ് ഉണ്ടാക്കും. അല്ലെങ്കിൽ ഈ പറയുന്ന ഇൻസുലിൻ സപ്ലൈ ഉണ്ടാക്കും, അല്ലെങ്കിൽ ഷുഗറിൽ ബ്ലഡ് കൊടുക്കും. രണ്ടാമത്തെ സിസ്റ്റം എന്ന് പറയുന്നത് ആസ്ക് ദ ബ്ലഡ് വെസൽ ടു ഷ്രിങ്ക്. ദേഷ്യം വന്നാൽ എന്ത് സംഭവിക്കും? നാച്ചുറലി സാധാരണ ദേഷ്യം വന്നാൽ എന്തായിരിക്കും സംഭവിക്കും? ദേഷ്യമോ സങ്കടമോ ഒക്കെ ഉണ്ടായാൽ എന്ത് സംഭവിക്കും? ബോഡിയുടെ പ്രത്യേകത എന്താണ്? ബോഡിയുടെ പ്രത്യേകത വേറെ ഒന്നുമില്ല, ശരീരത്തെ എല്ലാ മസിൽസും സ്റ്റിഫ് ആവും. കഴുത്തിലെ മസിൽസ് ഏറ്റവും അധികം സ്റ്റിഫ് ആവും. ബ്രെയിനിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ കുറയും. ശരീരത്തിന്റെ മസിൽസ് ഒക്കെ ശരിക്കും അങ്ങ് ഷ്രിങ്ക് ചെയ്ത് ടൈറ്റ് ആയിട്ട് നിൽക്കും. ഓടാൻ തയ്യാറായിട്ട് നിൽക്കുക, ഇടിക്കാൻ തയ്യാറായിട്ട് നിൽക്കുക എന്നൊക്കെ പറയുന്നത്. അപ്പൊ ആ സിസ്റ്റത്തില് മൈഗ്രെയിൻ, അതുപോലെ തലവേദന, ഹെഡ് ഏക്ക്, ഇതെല്ലാം ഉണ്ടാകുന്ന സിസ്റ്റമാണത്. കഴുത്തിന്റെ മുകളിലേക്ക് ടൈറ്റ് ആണ്. കഴുത്ത് ടൈറ്റ് ആയി കഴിഞ്ഞാൽ നാച്ചുറലി ബ്ലഡിലേക്കുള്ള വെസൽസ് എല്ലാം ഷ്രിങ്ക് ചെയ്യും. ബ്ലഡ് വെസൽസ് ഷ്രിങ്ക് ചെയ്താൽ നാച്ചുറലി പറയുന്ന ഇതാണ്, പമ്പിങ് കൂട്ടിക്കോ എന്ന് പറയും. അപ്പൊ നോർമൽ ഹൈ ബി പി ഉണ്ടാവും. അപ്പൊ നമുക്ക് ഇഷ്ടമല്ലാത്ത ഒരാൾ നമ്മുടെ വീട്ടിലേക്ക് വരുന്നുണ്ട് എന്ന് അറിഞ്ഞാൽ 2 കാര്യങ്ങൾ സംഭവിക്കും. ഡയബറ്റിസ് ഷുഗറിൽ ലെവലിലേക്ക് വരും. പിന്നെ വരുന്നത് ബി പി ഇൻക്രീസ് ചെയ്യും. 2 ലെവലായി. ഇനി 3ാമത്തെ ലെവൽ എന്ന് പറയുന്നത്, ഇത് കൂടെ ഉണ്ടാകുന്നതുകൊണ്ട് അഡീഷണൽ എനർജി ആവശ്യമാണെന്ന് ബ്രെയിൻ ഒരു സിഗ്നൽ കൊടുക്കും. അവിടെയാണ് മെറ്റാബോളിക് സിസ്റ്റത്തിൽ കൂടുതൽ വർക്ക് ചെയ്യുന്നത്. മെറ്റാബോളിക് സിസ്റ്റത്തിൽ കൂടുതൽ എനർജി ഫാറ്റ് ആയിട്ട് സ്റ്റോർ ചെയ്യാൻ പറയും.
നമ്മുടെ ശരീരത്തിലെല്ലാം ഫാറ്റ് അടിഞ്ഞുകൂടാൻ. ഫാറ്റ് അടിഞ്ഞുകൂടുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ ഒബിസിറ്റി ഉണ്ടാകും, വണ്ണം കൂടാനുള്ള സാധ്യതയുണ്ട്. പൊതുവെ വഴക്ക് കൂടുന്ന സ്വഭാവമുള്ളവർക്ക് പൊതുവെ കാണുന്ന ഒരു നേച്ചറാണ് വണ്ണം കൂടുതലുള്ള നേച്ചർ. ഒബിസിറ്റി ഉണ്ടാകും. ഒബിസിറ്റി ഉണ്ടായി കഴിഞ്ഞാൽ ടൈപ്പ് 2 ഡയബറ്റീസും ഉണ്ടാവും. കാരണം ഒബിസിറ്റിയും ഡയബറ്റീസും കണക്ഷൻ ഉണ്ട്. ശരീരത്തിൽ ഒബിസിറ്റി ഫാറ്റിന്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ ഇത് ബ്രെയിനിലേക്ക് കൊടുക്കുന്ന ഒരു ഹോർമോണാണ്, ലെപ്റ്റിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ. ഇത് ഈ ഫാറ്റ് കൂടുന്ന ആ പോയിന്റിലാണ് ഇരിക്കുന്നത്. ഫാറ്റി സെൽസിൽ നിന്നാണ് ഈ ലെപ്റ്റിൻ പോകുന്നത്. ഇത് നമ്മുടെ ബ്രെയിനിനെ എനർജൈസ് ചെയ്ത് എപ്പോഴും മെസ്സേജ് കൊടുക്കും, ഫാറ്റ് കൂടുതലാണ്, ഒന്നുകിൽ നിങ്ങൾ ഫുഡ് കുറച്ച് കഴിക്കുക, അല്ലെങ്കിൽ ആ സിംറ്റം നമ്മുടെ എന്താ പറയുന്ന വായ്ക്ക് രുചി ഇല്ലാതാക്കുന്ന, ആപ്പിറ്റൈറ്റ് ഇല്ലാതാക്കുന്ന തലത്തിലേക്ക് അതിനെ മാറ്റും. പക്ഷെ പലപ്പോഴും ഉറക്കത്തിലാണ് ഇത് സംഭവിക്കുന്നത്. നല്ല സ്ലീപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ ലെപ്റ്റിൻ എന്ന് പറയുന്ന ഹോർമോൺ വർക്ക് ചെയ്തുള്ളൂ. അപ്പൊ ഒബിസിറ്റി ഉണ്ടെങ്കിൽ നമ്മുടെ ഉറക്ക പ്രശ്നങ്ങൾ ഉണ്ടാവും. ഉറക്കം കൂടിയാലും പ്രശ്നമാണ്, കുറഞ്ഞാലും പ്രശ്നം. അപ്പൊ അത് ടൈപ്പ് 2 ഡയബറ്റീസിലേക്ക് മാറും. അപ്പൊ 3 ലൈഫ് സ്റ്റൈൽ ഡിസീസ് നമുക്ക് കിട്ടുകയും, 4ാമത്തെ ഡിസീസ് എന്ന് പറയുന്നത് ഗ്യാസ്ട്രോ എൻട്രൈറ്റിസ് പ്രോബ്ലംസ് ആണ്. നമ്മൾ എപ്പോഴൊക്കെ നമ്മൾ ആങ്കർ ഇമോഷനിലാണോ അപ്പോഴെല്ലാം നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം എല്ലാം ഔട്ടാവും. കാരണം അങ്ങോട്ടൊന്നും അറ്റൻഷൻ കൊടുക്കാൻ സമയം കിട്ടത്തില്ല. എപ്പോഴും ബ്ലഡിൽ ഷുഗർ ഉണ്ടാക്കാനും ബാക്കിയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ ബ്രെയിൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ശരീരം മുഴുവൻ വർക്ക് ചെയ്യുക. അപ്പൊ നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം എല്ലാം ഔട്ടാവും. ഇത് 4ാമത്തെ സിസ്റ്റമാവും. ഇനി ഒരു സിസ്റ്റം ഇവിടെ ഉണ്ട്, അത് എൻ്റെ അകത്ത് എഴുതിയിട്ടില്ല. ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം, നമ്മുടെ കണ്ണുകളുടെ പവർ, കണ്ണിന് കൂടുതൽ കണ്ണാടി വെക്കാനുള്ള പവറിലേക്ക് നമ്മൾ കടന്നു വരും. ഇവിടെ ദേഷ്യമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ പവർ പെട്ടെന്ന് ഇൻക്രീസ് ചെയ്യും. അല്ലെങ്കിൽ പവർ, നമ്മുടെ കണ്ണിന്റെ പവർ കുറഞ്ഞ് നമ്മുടെ ഗ്ലാസിന്റെ പവർ കൂടി എന്നുവെച്ചാൽ ഒപ്റ്റിക്കൽ സിസ്റ്റത്തിന് എല്ലാത്തിനും പ്രശ്നമുണ്ടാകും. കണ്ണിന്റെ കൃഷ്ണമണിയുടെ അവിടെ ചെറിയ വെളുത്ത പാടുകൾ വരാം, കാഴ്ചകൾ നേർത്തു പോകാം, ഞരമ്പുകൾ ദ്രവിക്കാം, ഒത്തിരി സിസ്റ്റം ഉണ്ടാകും, ഒത്തിരി പ്രോബ്ലംസ് ഉണ്ട്. അപ്പൊ ഈ 5 തരത്തിൽ ഒത്തിരി സിസ്റ്റം ഉണ്ട്. ഞാൻ അതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ന്യൂ ലൈഫ് സ്റ്റൈൽ, നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഈ ന്യൂ പുതിയ മെത്തേഡുകൾ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. കണ്ണിന് അല്ലാതെ പ്രോബ്ലം ഉണ്ട്, അല്ലാതെ തന്നെ ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ഉണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള സിസ്റ്റം ഉണ്ടാകുമ്പോൾ നമ്മളുടെ ഇമ്മ്യൂണിറ്റി സിസ്റ്റത്തിന് ഒരു പ്രോബ്ലം ഉണ്ടാകും. ഇമ്മ്യൂണിറ്റി സിസ്റ്റം കൺഫ്യൂസ്ഡ് ആവും. എന്താണ് ഈ കൺഫ്യൂഷൻ? ശരീരത്തിൽ ഒരു ത്രെട്ട് ഉണ്ടായത് കൊണ്ടാണോ അതോ മറ്റേതെങ്കിലും കാരണങ്ങൾ കൊണ്ടാണോ ഈ ഇമ്മ്യൂണിറ്റി സിസ്റ്റത്തിന് ബ്ലോക്കേജ് ഉണ്ടായതെന്ന് ബോഡിക്ക് സെൻസ് ചെയ്യാൻ പറ്റത്തില്ല. എന്ന് വെച്ചാൽ ബോഡി ഒരു വീക്ക് സിസ്റ്റത്തിലേക്ക് മാറും. അൺബാലൻസ്ഡ്, ഇമ്മച്വർ, വീക്ക്, ഒരു കൺഫ്യൂസ്ഡ് ഓട്ടോ ഇമ്മ്യൂൺ സിസ്റ്റത്തിലേക്ക് വരും. നമ്മുടെ ബോഡിയുടെ എല്ലാ സിസ്റ്റവും ഡൗൺ ആവും. ഇതാണ് ശരിക്കും ഒരു മൈൻഡും ബോഡിയായിട്ട് റിലേറ്റ് ചെയ്ത സൈക്കോസോമാറ്റിക് ഇഫക്റ്റ്. ഇതാണ് ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്ന് നമ്മൾ ഓമന പേരിട്ട് വിളിക്കുന്നത്. അപ്പൊ ഈ ഒരു സിസ്റ്റത്തിലേക്ക് നമ്മൾ മാറും. അപ്പൊ ഇതൊരു വെരി സിവിയർ പ്രോബ്ലമാണ്. അപ്പൊ ഈ ഒരു സിവിയർ പ്രോബ്ലത്തിന്റെ മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പൊ ഓപ്റ്റോൺ ഇമ്മ്യൂൺ സിസ്റ്റം സാരമായി ബാധിക്കും. പ്രത്യേകിച്ച് നമ്മൾ ദിവസം കൊറോണയുടെ കാലഘട്ടങ്ങളിലൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണിത്. ഇതെല്ലാം വളരെ പോസിറ്റീവായിട്ട് അഫക്റ്റഡ് ആകും. ഇനി ഇതിന്റെ 3ാമത്തെ തലം എന്ന് പറയുന്നത് ഫ്രെയിം ഓഫ് റെഫറൻസ്. ഫ്രെയിം ഓഫ് റെഫറൻസ് വളരെ സിമ്പിൾ ആയിട്ട് പറയാം. ഞാൻ 9 എന്ന് വിചാരിക്കുന്നു, മറ്റുള്ളവർ 6 എന്ന് കാണും. അല്ലെങ്കിൽ WM തിരിച്ചിട്ടാൽ സംഭവിക്കുന്നു. W അപ്പുറത്ത് നോക്കിയാൽ M ആയിട്ട് കാണും, M W ആയിട്ട് കാണാം. ഫ്രെയിം ഓഫ് റെഫറൻസ്, കാഴ്ചപ്പാടുകളുടെ പ്രശ്നം. അപ്പൊ ഈ കാഴ്ചപ്പാടുകളുടെ പ്രശ്നത്തിൽ നിലനിൽക്കുമ്പോൾ എന്ത് സംഭവിക്കും? കാഴ്ചപ്പാടുകളിലൂടെ നമ്മൾ പോകുമ്പോൾ പലപ്പോഴും നമ്മൾ ഉദ്ദേശിക്കുന്നതൊക്കെ തെറ്റായി. അപ്പൊ ഈ കാഴ്ചപ്പാടുകളെ നമ്മുടെ തോട്ട്സും ഇമോഷനും കൊണ്ട് കറക്റ്റ് ചെയ്യും. അല്ലെങ്കിൽ നമ്മുടെ തെറ്റായ കാഴ്ചപ്പാടുകളെ നല്ല കാഴ്ചപ്പാടുകളിലേക്ക് നമ്മൾ കൊണ്ടുവരും. ഇതാണ് 3ാമത്തെ സിസ്റ്റം, ഫ്രെയിം ഓഫ് റെഫറൻസ്. ഇത് 4ാമത്തെ ഏരിയ എന്ന് പറയുന്നത്, ഇതെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കടന്നു വരും. അതിന്റെ തുടക്കമാണ് പറയുന്നത്. 4ാമത്തെ സിസ്റ്റം സ്റ്റിമുലേഷൻസ് ആൻഡ് സ്റ്റോക്സ്. ഇത് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും ഈസിയസ്റ്റ് ആയിട്ടുള്ള മെത്തേഡ് എല്ലാവർക്കും സ്റ്റിമുലേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ സ്റ്റോക്ക് കൊടുക്കുക, റെക്കഗ്നിഷൻ കൊടുക്കുക എന്നുള്ളത്. എന്ന് വെച്ചാൽ അതിന്റെ മീനിങ് ഇത്രേ ഉള്ളൂ.
മറ്റുള്ളവരെ അകമഴിഞ്ഞ് പ്രോത്സാഹിപ്പിക്കുക, മറ്റുള്ളവരെ അംഗീകരിക്കുക, മറ്റുള്ളവരെ നമ്മളെയും അംഗീകരിക്കാൻ നിന്നുകൊടുക്കുക. ഇത് നമ്മുടെ സ്ട്രോക്ക് തിയറി എന്ന് പറയും. പരസ്പരം അംഗീകരിച്ചുകൊണ്ട് രണ്ടുപേരും വിൻ വിൻ സിറ്റുവേഷനിലൂടെ മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു സിസ്റ്റം. അപ്പൊ ഇതാണ് നാലാമത്തെ തരം. സ്റ്റിമുലേഷൻസും സ്ട്രോക്കുകളും സ്വീകരിക്കുകയും കൊടുക്കുകയും ചെയ്ത് നല്ലൊരു സോഷ്യൽ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ നല്ലൊരു ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് ഡെവലപ്പ് ചെയ്യും. സ്ട്രോക്ക് കൊടുക്കുകയും വാങ്ങിക്കുകയും ചെയ്യുന്ന പാറ്റേൺ ഇംപ്രൂവ് ചെയ്യുക. ഇപ്പൊ നമുക്കറിയാം, ഇപ്പോൾ ഉള്ള കാലഘട്ടങ്ങളിൽ ഏറ്റവും ബുദ്ധിമുട്ട് കുട്ടികളുമായി ഡീൽ ചെയ്യുമ്പോൾ ഏറ്റവും ഉണ്ടാകുന്ന പ്രശ്നം അവരെ മാനേജ് ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. എല്ലാവരും ഒരു കൂരയുടെ കീഴിലാണ് നിൽക്കുന്നത്, എല്ലാവരും അവരവരുടേതായ കാര്യത്തിൽ നിൽക്കുകയാണ്. അപ്പൊ അവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് സ്ട്രോക്ക് അപ്ലൈ ചെയ്യുക എന്നുള്ളത്. വളരെ സിൻസിയർ ആയിട്ട് സ്ട്രോക്ക് അപ്ലൈ ചെയ്യുക, അവരുടെ ഹൃദയത്തിൽ കയറുക, എന്നിട്ട് അവരെ ഒന്നിച്ച് അസോസിയേറ്റ് ചെയ്ത് പോകും. അപ്പൊ സ്ട്രോക്ക് മാനേജ്മെന്റ് കൂടുതൽ ബെറ്റർ ആണ്. ഇനി അഞ്ചാമത്തെ ഏരിയ എന്ന് പറയുന്നത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമ്മളുടെ കുട്ടിക്കാലത്ത് നമ്മളുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങൾ, ആ ഫാലിയാക് സ്റ്റേറ്റ് എന്ന് പറയുന്ന ആ ലെവലിന് താഴെ 6 വയസ്സിന് താഴെയുള്ള കാലഘട്ടത്തിൽ നമ്മൾ അറിയാതെ നമ്മളുടെ ജീവിതത്തിൽ കയറിയിരിക്കുന്ന എല്ലാ കാര്യങ്ങളെയും നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പോൾ അവയർനെസ്സിലൂടെ തിരിച്ചറിയണം. പലപ്പോഴും അതാണ് നമ്മളെ നിയന്ത്രിക്കുന്നത്. ഇമോഷൻസിനുണ്ടാകുന്ന പ്രശ്നങ്ങളെല്ലാം നമ്മളെ കൊണ്ടെത്തിക്കുന്നത് ഈ സ്ക്രിപ്റ്റ് ബിഹേവിയർ. 12 തരത്തിലുള്ള സ്ക്രിപ്റ്റ് ബിഹേവിയർ ഉണ്ട്. ഈ 12 തരത്തിലുള്ള ബിഹേവിയർ ഇന്ന് നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ അറിയാതെ തന്നെ ഇടപെടുന്നു. നമ്മൾ അറിയാതെ തന്നെ ഈ സ്ക്രിപ്റ്റ് ബിഹേവിയർ നമ്മുടെ തലത്തിൽ ഇടപെടുന്നത് കൊണ്ട് പലപ്പോഴും നമുക്ക് എന്തുണ്ടാവുന്നു? ഇന്നത്തെ ഈ മൈൻഡ്ഫുൾ സ്റ്റേറ്റിലേക്ക് നമുക്ക് വരാൻ പറ്റുന്നു, അഡൾട്ട് സ്റ്റേറ്റിലേക്ക് നമുക്ക് വരാൻ പറ്റുന്നു. അഡൾട്ട് സ്റ്റേറ്റിന് പകരം നമ്മൾ പലപ്പോഴും പേരന്റ് സ്റ്റേറ്റിലോ അല്ലെങ്കിൽ ചൈൽഡ് സ്റ്റേറ്റിലോ ആയി പോകും. 12 തരത്തിലുള്ള ഇൻജങ്ഷൻസ് എന്ന് പറയും, വിലക്കുകളിലൂടെ നമ്മുടെ കുട്ടിക്കാലത്ത് നമ്മുടെ മാതാപിതാക്കൾ നിയന്ത്രിച്ചിരിക്കുന്ന രീതികൾ. അവരുടെ കുഴപ്പമല്ല, അറിയാതെ നമ്മളത് സ്വീകരിച്ചിരിക്കുന്നത്, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് സ്വീകരിച്ചിരിക്കുന്ന ചില മാർഗങ്ങളാണ്. ഈ മാർഗങ്ങളിലൂടെ നമ്മൾ യാത്ര ചെയ്തത് കൊണ്ട് ഈ സ്ക്രിപ്റ്റ് ബിഹേവിയർ ഇന്നും നമുക്ക് പലപ്പോഴും തീരുമാനങ്ങൾ എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും. ഒരു കോൺഫിഡൻസ് ഇല്ലാതാകുന്നു. ചില തീരുമാനങ്ങൾ എടുക്കുമ്പോൾ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ ശക്തിയുള്ളതാണോ പ്രയോജനകരമാണോ എന്ന് തിരിച്ചറിയാൻ പറ്റാതെ വരും. സഡൻ ആയിട്ടൊരു തീരുമാനം എടുക്കാൻ പറ്റാതെ വരും. ഇല്ലെങ്കിൽ മറ്റുള്ളവരുമായിട്ടുള്ള കമ്പാരിസണിൽ നമ്മൾ പുറകോട്ട് നിന്ന് പോകുന്നു. ഇല്ലെങ്കിൽ ലോകത്ത് എനിക്ക് ജീവിക്കണ്ട എന്ന് തോന്നുന്നു. ഇല്ലെങ്കിൽ എൻ്റെ എക്സ്പ്രഷൻസ് ഒന്നും വേണ്ട വിധം ഞാൻ എക്സ്പ്രസ് ചെയ്യാതെ ഒതുങ്ങി ജീവിക്കുന്നു, ഫീൽ ചെയ്യുന്നില്ല, ഞാൻ ഒന്നും പുറത്ത് കാണിക്കുന്നില്ല, ഞാൻ പലതും മറച്ചു വെച്ച് ജീവിക്കും. ഇതെല്ലാം നമ്മുടെ ലൈഫിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് പലപ്പോഴും നമ്മളെ ഒരു ഡിസിഷൻ മേക്കിങ്ങിൽ പ്രശ്നം ഉണ്ടാകും. ചില തീരുമാനങ്ങൾ എടുക്കുന്നതിൽ അല്ലെങ്കിൽ ചില പുതിയ സംരംഭങ്ങളിലേക്ക് നമ്മൾ തീരുമാനമെടുത്ത് മുന്നോട്ട് പോകുമ്പോഴൊക്കെ നമുക്ക് പ്രശ്നം സൃഷ്ടിക്കും. അപ്പൊ ഈ പ്രോബ്ലംസിനെ എല്ലാം നമ്മൾ എന്ത് ചെയ്യണം? ബാലൻസ് ചെയ്യണം. അങ്ങനെ ബാലൻസ് ചെയ്യണമെങ്കിൽ ഈ സ്ക്രിപ്റ്റ് ബിഹേവിയർ നമ്മൾ എന്ത് ചെയ്യണം? അറിയണം. ഈ സ്ക്രിപ്റ്റ് ബിഹേവിയർ നമ്മൾ തിരിച്ചറിഞ്ഞേ പറ്റും. അങ്ങനെ തിരിച്ചറിയാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും എളുപ്പമുള്ള മാർഗം എന്ന് പറയുന്നത് അവയർനെസ്സിലൂടെ ഈ സ്ക്രിപ്റ്റ് ബിഹേവിയർ നേച്ചർ മനസ്സിലാക്കി. ഇപ്പോൾ നമ്മുടെ സിറ്റുവേഷനിൽ അല്ലെങ്കിൽ നമ്മൾ മുന്നോട്ട് ജീവിക്കുമ്പോൾ ഏതൊക്കെ സ്ക്രിപ്റ്റ് ബിഹേവിയർ ആണ് ഇപ്പോൾ നമ്മളെ പിടിച്ചിരിക്കുന്നത്? ഇതിങ്ങനെ കെട്ടിയിടുക, പശുവിനെയൊക്കെ കെട്ടിയിടുന്ന പോലെ കെട്ടിയിട്ടിരിക്കുക. നമുക്ക് ആ കയറിന്റെ പരിധിയിൽ വിട്ടു പോകാൻ പറ്റത്തില്ല. ഡിസിഷൻ എടുക്കുമ്പോൾ ആ പരിധി വരെ പോകും, പിന്നെ നമുക്ക് ബ്ലോക്കായി പോകും. അപ്പൊ ആ സിസ്റ്റത്തിലേക്ക് നമ്മൾ ആ സിസ്റ്റത്തിൽ നിന്ന് നമ്മളൊരു മാറ്റം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. ഇപ്പൊ ഇങ്ങനെ 5 തരത്തിലുള്ള പ്രോബ്ലംസ്, ഈ സ്ക്രിപ്റ്റ് ബിഹേവിയർ ഉണ്ടാക്കുന്ന ചില പ്രോബ്ലംസ്. ഈ സ്ക്രിപ്റ്റ് ബിഹേവിയർ ഉണ്ടാക്കുമ്പോഴാണ് നമ്മൾ ആദ്യം പറഞ്ഞ ഇമോഷൻ, എപ്പോഴും നമ്മുടെ ഇമോഷണലായി. അപ്പൊ നമ്മുടെ ഈ എന്താ പറയുക, നമ്മുടെ ആ സിസ്റ്റം മുഴുവൻ ഡൗൺ ആവും, ഇമ്മ്യൂണിറ്റി സിസ്റ്റം ബ്ലോക്കാവും, കൺഫ്യൂസ്ഡ് ആകും. അങ്ങനെ എപ്പോഴും ഇമോഷൻസും തോട്ട്സും ബാലൻസ് ചെയ്യുന്ന അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യുന്ന ഒരു ലൈഫിലേക്ക് നമ്മൾ കടന്നു. ഇതാണ് ട്രാൻസാക്ഷൻ അനാലിസിന്റെ ഒരു പ്രിൻസിപ്പിൾ. ഇനി അതിനെ ഒരു രീതി, ഒരു എക്സാമ്പിളും കൂടെ പറഞ്ഞ് ഞാൻ അതിനെ ഞാൻ കൂടെ എൻഡ് ചെയ്യാം. ഇത് ഒരുപക്ഷെ നിങ്ങൾ പല പ്രാവശ്യം ഞാൻ പറഞ്ഞു കേട്ട് കാണും. ഞാൻ ഒന്നും കൂടെ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഇതാണ് ട്രാൻസാക്ഷൻ അനാലിസിന്റെ ബേസ് പ്രിൻസിപ്പിൾ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാം.
നമ്മളുടെ മനസ്സ് അല്ലെങ്കിൽ നമ്മളുടെ മനസ്സ്, കോൺഷ്യസ് സബ് കോൺഷ്യസ്, രണ്ട് തരം മനസ്സ്, നമുക്ക് രണ്ട് തരം മൈൻഡ് ഉണ്ടെന്ന് അറിയാം. കോൺഷ്യസ് മൈൻഡ്, സബ് കോൺഷ്യസ് മൈൻഡ്. കോൺഷ്യസ് മൈൻഡ് സബ് കോൺഷ്യസ് മൈൻഡ് നമ്മൾ ചെറിയൊരു ഫിൽറ്ററിങ് ഉണ്ട്. നമ്മൾ ക്രിട്ടിക്കൽ മൈൻഡ്. കോൺഷ്യസ് മൈൻഡ് ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന മൈൻഡാണ്. നമ്മൾ കേൾക്കുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്, കാര്യങ്ങളൊക്കെ സൂക്ഷിച്ചു വെക്കുന്നു, അത്യാവശ്യം മെമ്മറിയിലൊക്കെ സൂക്ഷിച്ചു വെക്കുന്നു. പക്ഷെ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് വെച്ചാൽ നമുക്ക് അത്ര ഈസി ആയിട്ട് ആക്സസിബിൾ ആയിട്ടുള്ളൊരു മൈൻഡല്ല. ഇത് താഴത്തെ ഒരു തലത്തിൽ ഏകദേശം 90% സബ് കോൺഷ്യസ് മൈൻഡിന്റെ തലമായിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. കോൺഷ്യസ് മൈൻഡ് ഒരു 10% ഉള്ളൂ എന്നാണ് നമ്മൾ പഠിക്കുന്നത്. പക്ഷെ 6000-ലധികം ഇരട്ടി പവർഫുൾ ആണ് സബ് കോൺഷ്യസ് മൈൻഡ്. 10 ഇരട്ടിയാണ് സബ് കോൺഷ്യസ് മൈൻഡ് എങ്കിലും 6000 മടങ്ങ്. ഇതിനൊരു സയന്റിഫിക് പ്രൂഫ് എന്ന് ഞാൻ പറയത്തില്ല, ശക്തി ഇങ്ങനെയാണ് അനുമാനി. 6000-ലധികം മടങ്ങ് പവർഫുൾ ആണ് സബ് കോൺഷ്യസ് മൈൻഡ്. 10 ഇരട്ടി വലിപ്പവും 6000-ലധികം ശക്തിയുമുള്ള സബ് കോൺഷ്യസ് മൈൻഡിന്റെ മുമ്പിലാണ് കോൺഷ്യസ് മൈൻഡുമായിട്ട് നമ്മൾ ജീവിക്കുന്നത്. ഈ കൊറോണയുടെ കാലഘട്ടം വരുമ്പോൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് 10% എന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ ഒരു 30% ഒക്കെ അങ്ങ് ഉയർത്താം. അങ്ങനെ നമ്മൾ ഉയർത്തിയിട്ടുണ്ട്. പല കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കി. ഓരോ ക്ലാസ് കേട്ടുമ്പോൾ നമുക്ക് അവയർനെസ് കിട്ടും. കോൺഷ്യസ് മൈൻഡിനെ നമ്മൾ കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യാണ്. സബ് കോൺഷ്യസ് മൈൻഡിനോട് ചോദിക്കാതെ പല കാര്യങ്ങളും തീരുമാനമെടുക്കാൻ നമ്മളെ കൊണ്ട് പറ്റും. അപ്പോഴെല്ലാം കോൺഷ്യസ് മൈൻഡിന്റെ ഈ പവർ നമ്മൾ ഉപയോഗിച്ച് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. ഇനി എന്താണ് നമ്മുടെ അഡൽട്ട് ഒരു ആക്ഷനിലൂടെ? ഇപ്പൊ നമ്മൾ പറഞ്ഞു മൈൻഡിന്റെ തലമാണ് കോൺഷ്യസ് സബ് കോൺഷ്യസ്. ഇതിൻ്റെ അകത്ത് 3 കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞു. തോട്ട്സ് ഉണ്ട്, ഫീലിങ്സ് ഉണ്ട്, അല്ലെങ്കിൽ ഇമോഷൻസ് ഉണ്ട്, ബിഹേവിയർ ഉണ്ട്. ബിഹേവിയർ ബോഡിയുടെ പാർട്ടാണ്. മൈൻഡിന്റെ പാർട്ട് 2 ഉള്ളൂ, കോൺഷ്യസ് മൈൻഡും സബ് കോൺഷ്യസ് മൈൻഡും. അതിന്റെ തലം എന്ന് പറയുന്നത് തോട്ട്സും ബിഹേവിയർ ഇമോഷൻസുമായിട്ട് നിൽക്കുകയാണ്. അപ്പൊ എന്റെ കോൺഷ്യസ് മൈൻഡിൽ എനിക്കൊരു തോട്ട് ഉണ്ടായി. നമ്മള് പബ്ലിക് സ്പീക്കിങ്ങിന്റെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കോൺഷ്യസ് മൈൻഡിൽ എനിക്ക് നാളെ ഒരു സ്ഥലത്ത് പ്രസംഗിക്കണം, പബ്ലിക്കിൽ എനിക്ക് പ്രസംഗിക്കണം, ഒരു വേദിയിൽ പ്രസംഗിക്കണം. കോൺഷ്യസ് മൈൻഡിൽ കിട്ടി, കാരണം എനിക്ക് ബ്രോഷർ കിട്ടി. ബ്രോഷർ കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലായി നാളത്തെ ഇന്ന സമയത്ത് എനിക്ക് പ്രസംഗിക്കാനുള്ള. കോൺഷ്യസ് മൈൻഡ് ഇത് അറിയുമ്പോൾ സബ് കോൺഷ്യസ് മൈൻഡിനോട് ചോദ്യം ചോദിക്കാറുണ്ട്. അറിയാതെ ഒരു ചോദ്യം പറയും, ഇതിനു മുമ്പ് ഇന്ന് വരെ പ്രസംഗിക്കാതെ നീ എങ്ങനെ പോയി പ്രസംഗിക്കും? അല്ലെങ്കിൽ ഇതിനു മുമ്പ് നീ ഇങ്ങനെ ഒരു കാര്യം ചെയ്യാത്തപ്പോൾ എങ്ങനെ ചെയ്യും? നിന്നെ കൊണ്ട് സാധിക്കത്തില്ല എന്ന് സബ് കോൺഷ്യസ് മൈൻഡ് പറഞ്ഞാൽ ബോഡിയിലൂടെ കോൺഷ്യസ് മൈൻഡ് ഉദ്ദേശിക്കുന്ന കാര്യം എനിക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നു, പലപ്പോഴും സാധിക്കുന്നു. പിന്നെ അഥവാ സാധിക്കുകയാണെങ്കിൽ നമ്മൾ അവിടെ പോകും, മുട്ടിടിക്കും, വേർക്കും, പല കാര്യങ്ങൾ പറയും, പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ പറയത്തില്ല, പലതും തെറ്റിക്കും. അവസാനം എങ്ങനെയെങ്കിലും നമ്മുടെ അവിടെ നിന്ന് രക്ഷപ്പെട്ടു. ഇതാണ് നമ്മുടെ സ്റ്റേറ്റ്. അതേസമയം കോൺഷ്യസ് മൈൻഡ് പറയുന്ന കാര്യം സബ് കോൺഷ്യസ് മൈൻഡ് നമുക്കൊരു അപ്രൂവൽ തരുവാണെങ്കിൽ, എന്നുവെച്ചാൽ സബ് കോൺഷ്യസ് മൈൻഡ് റെഡിയാണ്, ഓക്കെ ആണെന്ന് പറയുവാണെങ്കിൽ, കോൺഷ്യസ് മൈൻഡ് പറയുന്ന കാര്യങ്ങൾ നമ്മുടെ ബോഡിയുടെ വൈബ്രേഷനിലൂടെ നമുക്ക് ആക്ഷൻ ആക്കി മാറ്റാം, ബിഹേവിയർ ആക്കി മാറ്റിയെടുക്കാം. ഇതാണ് ഒരു സാധാരണ മനുഷ്യന്റെ സ്വഭാവം. അപ്പൊ സബ് കോൺഷ്യസ് മൈൻഡ് അത്ര പവർഫുൾ ആണ്. കോൺഷ്യസ് മൈൻഡ് ചിന്തിക്കുന്ന കാര്യങ്ങൾ സബ് കോൺഷ്യസ് മൈൻഡ് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്ക് സബ് കോൺഷ്യസ് മൈൻഡിന്റെ പ്രോഗ്രാമിനെ റീപ്രോഗ്രാം ചെയ്ത് നമുക്ക് വെക്കാൻ പറ്റിയാൽ, അതിനാണ് നമ്മൾ പോസിറ്റീവ് അഫർമേഷൻ ചെയ്യാൻ പറയുന്നത്, അതിനാണ് നമ്മൾ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യാൻ പറയുന്നത്, മെഡിറ്റേഷനിലൂടെ കടന്നു പോകാൻ പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ അവയർനെസ്സിന്റെ തലങ്ങളിലൂടെ പോകാൻ പറയുന്നത്. അതെല്ലാം ഈ സിസ്റ്റത്തിൽ കൂടിയാണ് നമ്മൾ പറയുന്നത്. ഇനി ഈ ഒരു സിസ്റ്റത്തെ നമ്മൾ കുട്ടികളുമായിട്ട് ചിന്തിക്കുക. കുട്ടികളുടെ തലത്തിൽ നിന്ന് ചിന്തിച്ചാൽ കുട്ടിക്ക് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്ന തലമില്ല. അവർക്കുള്ള സബ് കോൺഷ്യസ് മൈൻഡ് മാത്രമേ ഉള്ളൂ. 6 വയസ്സ് വരെയുള്ള കുട്ടിക്കാലം നമ്മൾ ചിന്തിച്ചാൽ അതിന് താഴോട്ടുള്ള കാലഘട്ടങ്ങളിൽ സബ് കോൺഷ്യസ് മൈൻഡ് മാത്രമേ ഉള്ളൂ കുട്ടിക്ക്. കോൺഷ്യസ് മൈൻഡിന്റെ തലം വളരെ ഫീബിളാണ്. തിങ്കിങ് പവർ കുറവാണ്, ഡിസിഷൻ എടുക്കാനുള്ള പവർ കുറവാണ്. അവർ കാര്യങ്ങളൊക്കെ ഗ്രഹിക്കും. എല്ലാ കാര്യങ്ങളും ബ്ലോട്ടിംഗ് പേപ്പറും വെള്ളം വലിച്ചെടുക്കുന്നത് പോലെ സബ് കോൺഷ്യസ് മൈൻഡ് വലിച്ചെടുക്കും. അപ്പൊ ഈ കാലഘട്ടങ്ങളിൽ നമുക്ക് കിട്ടുന്ന അറിവുകളാണ് നമ്മൾ തലയിലെഴുത്തുകൾ എന്ന് പറയുന്നത്. ഇതിന് നമ്മൾ പല പേരിൽ പറയാം. ഏർലി ചൈൽഡ് ലേണിംഗ് എന്ന് പറയാം, ഇല്ലെങ്കിൽ കുട്ടിക്കാലത്ത് നമ്മളുടെ ജീവിതത്തിലുള്ള അനുഭവങ്ങൾ എന്ന് പറയാം. കോൺഷ്യസ് മൈൻഡിലാണ് സാറേ സ്റ്റോർ ചെയ്യുന്നത് എല്ലാം സബ്. കാരണം കോൺഷ്യസ് മൈൻഡ് ഡോമിനന്റ് അല്ല. ചില കാര്യങ്ങളൊക്കെ കിട്ടും, ഇല്ലെന്നൊന്നുമില്ല, ഉണ്ട്. പക്ഷെ ബേസിക് ആയിട്ട് പറയുമ്പോൾ അതിന്റെ ആ വ്യാപ്തി, അതിന്റെ ആ സൈസ് വെച്ച് പറയുമ്പോൾ സബ് കോൺഷ്യസ് മൈൻഡിലാണ് എല്ലാം സൂക്ഷിക്കുന്നത്. അതിന് ഓപ്പണിങ്ങേ തുറന്നിരിക്കുകയാണ്. നമ്മുടെ റോഡ് സൈഡിലെ വേസ്റ്റ് ഡബ്ബ തുറന്ന് നടക്കുന്ന പോലെ തുറന്നു കിടക്കുക. എന്തും അത് അക്സെപ്റ്റ് ചെയ്യും ആസ് സച്ച്. അതിനൊരു ക്രിട്ടിക്കൽ ഫിൽറ്ററിങ് ഇല്ല,
കോൺഷ്യസ് തോട്ടില്ല. എന്താണോ അവരുടെ മനസ്സിൽ അവർ കേൾക്കുന്നത്, അതുകൊണ്ടാണ് നമ്മൾ പറയുന്ന ഓരോ വാക്കുകളും, ഓരോ കാര്യങ്ങളും, ഓരോ അനുഭവങ്ങളും അവർക്ക് ചുറ്റുപാടുകൾക്കുണ്ടാകുന്ന എല്ലാ അനുഭവങ്ങളും അതുപോലെ ഇത് സൂക്ഷിച്ചു വെക്കും. അപ്പൊ ഈ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ പലപ്പോഴും മാതാപിതാക്കൾ കൊടുക്കുന്ന വിലക്കുകളാണ്, സമൂഹം കൊടുക്കുന്ന വിലക്കുകളാണ്, പ്രകൃതി കൊടുക്കുന്ന വിലക്കുകളാണ്, അവർക്ക് മനസ്സിലാകാത്ത കാര്യങ്ങളാണ്, അവർക്ക് തിരിച്ചറിയാൻ പറ്റാത്തതാണ്, ശരിയും തെറ്റുമായിട്ട് മനസ്സിലാക്കാൻ പറ്റാത്തതാണ്. ഇതെല്ലാം ഇവർ സബ് കോൺഷ്യസ്മായിട്ട് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ ഡോമിനന്റ് ആണെങ്കിൽ, ഇപ്പോഴുള്ള നമ്മുടെ കോൺഷ്യസ് മൈൻഡ് ഉപയോഗിച്ച് ഈ സബ് കോൺഷ്യസ് മൈൻഡിൽ എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങളെ കൃത്യതയോടെ അനലൈസ് ചെയ്ത് അതിനെ കറക്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണെങ്കിൽ, ഒരു ഭ്രാന്തമായ അവസ്ഥയിൽ സബ് കോൺഷ്യസ് മൈൻഡ് പറയുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യും. സബ് കോൺഷ്യസ് മൈൻഡ് പറയുന്നത് ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന കാര്യമല്ല, അന്ന് ആ ഒരു സിറ്റുവേഷന് നമ്മൾ എടുത്ത മെത്തേഡുകളിലൂടെ ബോഡി ആക്ഷനിലേക്ക് നമ്മൾ പോകും. എക്സാമ്പിൾ പറഞ്ഞാൽ, ഒരു പട്ടി ഓടി വരുമ്പോൾ, പട്ടി അത്ര പരിചയമില്ലാത്ത ഒരു കുടുംബത്തിൽ ജനിച്ച കുട്ടിയാണോ വലുതാണോ ആരുമായിരുന്നു, ഒരു പട്ടി ഓടി വരുമ്പോൾ ആ കുട്ടി പട്ടിയെ കണ്ട് പേടിക്കുമ്പോൾ പറയുന്ന കാര്യങ്ങളെല്ലാം ആ കുട്ടിക്കാലത്ത് അത് ചെയ്ത കാര്യങ്ങളായി. എന്നാൽ പിൽക്കാലത്ത് പട്ടിയെ വളർത്തി കോൺഷ്യസ് മൈൻഡ് കൊണ്ട് പട്ടി എന്താണെന്നും പട്ടി കുഴപ്പമില്ലാത്ത ജീവിയാണെന്നും, അല്ലേ, ആടൊരു ഭീകര ജീവിയല്ല എന്ന് പറയുന്ന പോലെ കുഴപ്പമില്ലാത്തൊരു ജീവിയാണെന്ന് അതിന് തിരിച്ചറിയാൻ പറ്റിയാൽ സബ് കോൺഷ്യസ് മൈൻഡിലുള്ള എല്ലാ റൈറ്റിങ്സും അത് തിരിച്ചെഴുതും. പട്ടി സ്നേഹമുള്ളതാണ്, പേടിക്കേണ്ട കാര്യമില്ല, അതിനെ എങ്ങനെയാണ് ടാക്കിൾ ചെയ്യുന്നതെന്നെല്ലാം കോൺഷ്യസ് മൈൻഡ് തിരിച്ചറിഞ്ഞാൽ അത് സബ് കോൺഷ്യസ് മൈൻഡ് റൈറ്റ് ചെയ്ത് കൃത്യമായി പട്ടി ഓടി വരുമ്പോൾ ഒരു നിർദ്ദേശം കൊടുക്കാൻ കോൺഷ്യസ് മൈൻഡിന് പറ്റും. അപ്പൊ ഇത് റീപ്രോഗ്രാമിംഗ് എന്ന് പറയും. ഈ റീപ്രോഗ്രാമിംഗ് നമ്മൾ ചെയ്യുന്നില്ല എങ്കിൽ പലപ്പോഴും സബ് കോൺഷ്യസ് മൈൻഡിന്റെ തീരുമാനങ്ങൾ അനുസരിച്ച് നമ്മൾ ജീവിക്കാൻ ബാധ്യസ്ഥനായി പോകും. ഇതാണ് പലപ്പോഴും തീരുമാനങ്ങൾ എടുക്കുന്നതിൽ നമ്മൾ പിൻവലിക്കുന്നത്. ഇവിടെയാണ് ലോ ഓഫ് അട്രാക്ഷൻ ഒക്കെ തെറ്റിപ്പോകുന്നത്. ലോ ഓഫ് അട്രാക്ഷൻ ഒരു പ്രകൃതിയുടെ നിയമമാണ്. നമ്മുടെ കോൺഷ്യസ് മൈൻഡിന്റെ ആഗ്രഹവും സബ് കോൺഷ്യസ് മൈൻഡ് അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ അത് പ്രകൃതി നമുക്ക് സാധിച്ചു തരും എന്നാണ് അത് പറയുന്നത്. പക്ഷെ സബ് കോൺഷ്യസ് മൈൻഡ് ഒരിക്കലും അലൗ ചെയ്യത്തില്ല, അത് പെർമിറ്റ് ചെയ്യത്തില്ല. ഒരു ഇന്റർവ്യൂ ബോർഡിലേക്ക് ചെല്ലുമ്പോൾ നമ്മൾ കോൺഷ്യസ് മൈൻഡ് എത്ര ധൈര്യം ഉണ്ടെങ്കിൽ സബ് കോൺഷ്യസ് മൈൻഡ് ശിഥിലമാണെങ്കിൽ, ഇല്ലെങ്കിൽ നീ അതിന് യോഗ്യനല്ല, അല്ലെങ്കിൽ നിനക്കൊണ്ട് പറ്റത്തില്ല എന്നൊരു തോന്നൽ സബ് കോൺഷ്യസ് മൈൻഡ് ഉണ്ടെങ്കിൽ കോൺഷ്യസ് മൈൻഡ് ആകെ തകർന്നു പോകും. പ്രത്യേകിച്ച് 100 പേരെ 50 പേരെ കണ്ട് പേടിച്ചു പോയി കഴിഞ്ഞാൽ ബോഡി വൈബ്രേഷനിലൂടെ റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റത്തില്ല. അപ്പൊ ഈ ഒരു സിസ്റ്റം സബ് കോൺഷ്യസ് മൈൻഡിന്റെ പിടിയിലാണ്. അപ്പൊ നമ്മളിപ്പോ ആദ്യം പറഞ്ഞ ഈ തോട്ട്സും ഇമോഷൻസും വെച്ചാൽ നമ്മുടെ ചിന്തകളും വികാരങ്ങളും സബ് കോൺഷ്യസ് മൈൻഡിന്റെ കൺട്രോളിൽ നിന്നുകൊണ്ടാണ് നമ്മൾ നിയന്ത്രിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ ഒരു ഫെയിലിയർ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതൽ. അങ്ങനെ ഒരു ഫെയിലിയർ പലപ്പോഴും നമ്മൾ പെട്ടുന്നുണ്ട്. അപ്പൊ അത് മാറ്റിയിട്ട് കോൺഷ്യസ് മൈൻഡിനെ കൂടുതൽ പവർഫുൾ ആക്കുക, സബ് കോൺഷ്യസ് മൈൻഡിന്റെ എഴുത്തുകളെയൊക്കെ റീറൈറ്റ് ചെയ്യുക. ഇതാണ് നമുക്ക് സബ് കോൺഷ്യസ് മൈൻഡ് അല്ലെങ്കിൽ നമ്മളുടെ ട്രാൻസാക്ഷൻ അനാലിസിസ് എന്ന സിസ്റ്റത്തിലൂടെ മൈൻഡ് റീപ്രോഗ്രാമിങ്ങിലൂടെ നമ്മൾ നേടുന്നത്. അപ്പൊ ഇത് മൈൻഡിന്റെ ആ ഇന്നർ സ്ട്രക്ചറുമായിട്ട് ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത്. അപ്പൊ ഈ കോൺഷ്യസ് സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത് നമ്മൾ ചിന്തിക്കുന്ന ചിന്തകളും നമ്മളിലൂടെ ഡെവലപ്പ് ചെയ്ത് വരുന്ന ഇമോഷൻസും നമ്മളിലൂടെ പുറത്ത് വരുന്ന ക്യാരക്ടർ അല്ലെങ്കിൽ ബിഹേവിയറും. അപ്പൊ ഇതിനെ ഏത് തലത്തിൽ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും, ഇതാണ് നമ്മൾ ട്രാൻസാക്ഷൻ അനാലിസിസിലൂടെ പഠിക്കുന്നത്. അപ്പൊ ഈ മൈൻഡിനെ വളരെ മനോഹരമായ മറ്റൊരു സ്റ്റേജിലേക്ക് നമ്മൾ മാറ്റും. മറ്റൊരു തലത്തിലേക്ക് നമ്മൾ ആദ്യം കണ്ട 3 തലത്തിന് പകരം സ്വല്പം കൂടെ ഡീപ്പർ ആയിട്ടുള്ള ഒരു ട്രാൻസാക്ഷൻ അനാലിസിസ് തലത്തിലേക്ക് നമ്മൾ മാറ്റും. അപ്പൊ മൈൻഡിനെ നമ്മൾ ഇങ്ങനെ പഠിക്കും. ഇപ്പൊ നമ്മൾ കണ്ട 3 സർക്കിൾ നമ്മൾ പറഞ്ഞു, പേരന്റ്, അഡൾട്ട്, ചൈൽഡ്. ഇത് എഴുതണ്ട, നമുക്ക് നാളെ സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ. ഓൾറെഡി ഞാൻ ഇതിനകത്ത് നോട്ട് തരാം. നമ്മുടെ പേരന്റിനെ നമ്മളുടെ CPNP എന്ന് 2ആക്കി തിരിക്കും. അഡൾട്ട് തന്നെയായിട്ട് നിർത്തും, മൈൻഡ്ഫുൾ സ്റ്റേറ്റിൽ, ഹിയർ ആൻഡ് നൗ എന്ന് പറഞ്ഞ സ്റ്റേറ്റിൽ നിർത്തും. ചൈൽഡിനെ 3 തരമായിട്ട് മാറ്റും. FC എന്നും, 2 തരം, 3 തരം, FC എന്നും AC എന്നും ലിറ്റിൽ ചൈൽഡ്, ലിറ്റിൽ പ്രൊഫസർ എന്ന് പറഞ്ഞ് 3 തരത്തിലേക്ക് മാറ്റും. അപ്പൊ ഈ 3 തലങ്ങൾ, ഈ പറയുന്ന 6-7 തലത്തിലൂടെ, ഒന്നുകിൽ 5 തലം എന്ന് പറയാം, അല്ലെങ്കിൽ 7 തലം എന്ന് പറയാം, ഈ 7 തലത്തിലൂടെ നമ്മൾ തന്നെ മനസ്സിലാക്കും. അപ്പൊ നമ്മൾ മനസ്സിലാക്കുന്ന ഭാഷയാണ് ഹൂ ആം ഐ, ഞാൻ ആരാണ്, ഈ സമൂഹത്തിൽ ജീവിക്കുന്ന ഞാൻ എന്ന് പറയുന്ന വ്യക്തിയുടെ പ്രത്യേകത എന്താണ്,
എന്നിൽ എന്താണ് നിലനിൽക്കുന്നത്, എന്താണ് എന്നെ ഇങ്ങനെയാക്കാൻ പ്രേരിപ്പിക്കുന്നത് എന്ന് നമ്മളെ മനസ്സിലാക്കുന്ന സിസ്റ്റമാണ് ട്രാൻസാക്ഷൻ അനാലിസിസ്. അപ്പൊ ഈ സിസ്റ്റമാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ ഈ സിസ്റ്റത്തിലേക്ക് എന്തുകൊണ്ട് എത്തണമെന്നും എന്തുകൊണ്ട് എത്തേണ്ടതിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നുമാണ് ഞാൻ ആ ട്രാൻസാക്ഷൻ അനാലിസിസിന്റെ എല്ലാ ടോപ്പിക്കിലൂടെ കടന്നു പോകും. അപ്പൊ ഇങ്ങനെയുള്ള തലങ്ങളിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ട്രാൻസാക്ഷൻ അനാലിസിസിനെ നമുക്ക് വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാം. ഒരു കാര്യം ഞാൻ പറയാം, അത്ര ഈസി ആയിട്ട് ഒറ്റ സ്റ്റെപ്പിലൊന്നും ഇത് മനസ്സിലാകത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പല പ്രാവശ്യം പഠിക്കാൻ വേണ്ടി നിങ്ങൾക്ക് അവസരം തരുന്നത്. ഇതിന് 4 പില്ലറുകളുണ്ട്. ഒന്ന് സ്ട്രക്ചറൽ അനാലിസിസ്. ഇപ്പൊ നമ്മൾ കണ്ട ഡയഗ്രാം സ്ട്രക്ചറിലാണ്, എന്ന് വെച്ചാൽ മൈൻഡിന്റെ സ്ട്രക്ചർ. എന്താണത്? മൈൻഡിന് ഒരു ഇന്റേണലും എക്സ്റ്റേണൽ സ്ട്രക്ചർ ഉണ്ട്. ഇന്റേണൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് തോട്ട്സും ഫീലിങ്സുമാണ്. എക്സ്റ്റേണൽ എന്ന് പറയുന്നത് ബിഹേവിയർ. അതാണ് സ്ട്രക്ചറൽ അനാലിസിസ്. അതാണ് നമ്മൾ ആദ്യം കണ്ട ഡയഗ്രാം. പേരന്റ്, അഡൽട്ട്, ചൈൽഡ് എന്ന് പറയുന്ന 3 ഈഗോ സ്റ്റേറ്റുകളുടെ എലാബറേറ്റ് സ്ട്രക്ചറാണ് സ്ട്രക്ചറൽ ഡയഗ്രാം എന്ന് പറയുന്നത്. സാധാരണ കേസിൽ ഈ ഒരു സ്ട്രക്ചറൽ ഡയഗ്രാം പഠിച്ചാൽ ഒരു വ്യക്തിക്ക് മൈൻഡ്ഫുൾ ആയിട്ട് ജീവിക്കാൻ പറ്റും. അപ്പൊ സ്ട്രക്ചറൽ അതിന് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമ്മൾ പറയുന്നത് സ്ട്രക്ചറൽ അനാലിസിസ് മനസ്സിലാക്കിയിട്ടും നമുക്ക് നമ്മളെ തന്നെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് ട്രാൻസാക്ഷൻ അനാലിസിസ് കൂടെ കടന്നു പോകണം. ട്രാൻസാക്ഷൻ അനാലിസിസ് എന്ന് വെച്ചാൽ നമ്മുടെ സംസാരങ്ങളെ നിയന്ത്രിച്ചുകൊണ്ട്, നമ്മുടെ വിനിമയങ്ങളെ അപഗ്രഥിച്ചുകൊണ്ട്, നമ്മൾ കൊടുക്കുന്ന സിഗ്നലും തിരിച്ചു കിട്ടുന്ന സിഗ്നലിനെയും ശ്രദ്ധിച്ചുകൊണ്ട് നമുക്ക് അനാലിസിസിലൂടെ മുന്നോട്ട് പോകാം. 3ാമത്തെ തലം സ്ക്രിപ്റ്റ് അനാലിസിസ്. സ്ക്രിപ്റ്റ് അനാലിസിസ് എന്ന് വെച്ചാൽ നമ്മൾ കണ്ടു കുറെ വിലക്കുകൾ നമ്മുടെ ജീവിതത്തിൽ കുട്ടിക്കാലത്ത് സബ് കോൺഷ്യസ് മൈൻഡിൽ കയറിയിട്ടുണ്ട്. ഈ വിലക്കുകളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോഴും ജീവിക്കുന്നതെങ്കിൽ അതിൽ നിന്ന് നമ്മൾ മാറുക. ഇനി എന്നിട്ട് നമുക്ക് മാറാൻ സാധിക്കുന്നില്ലെങ്കിൽ ഈ വിലക്കുകൾ ഉണ്ടാക്കുന്ന കുറെ ഗെയിം അനാലിസിസിലേക്ക്, സൈക്കോളജിക്കൽ ഗെയിംസ് എന്ന് പറയും. ദൈനംദിന ജീവിതത്തിൽ നമ്മൾ നടത്തുന്ന ചില സൈക്കോളജിക്കൽ മാനസിക കളികൾ, വളരെ രസകരമായ കളികളാണ്. ഡെയിലി നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്നു. ചിലപ്പോൾ ഒരു ദിവസം 4ഉം 5ഉം പ്രാവശ്യമാകാറുണ്ട്. ഈ 4ഉം 5ഉം പ്രാവശ്യം ആകുമ്പോഴാണ് നമ്മുടെ ഇമ്മ്യൂണിറ്റി സിസ്റ്റത്തിൽ പ്രശ്നം ഉണ്ടാകുന്നത്. ഇപ്പൊ ഗെയിം അനാലിസിസിലേക്ക് പോകുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഇമ്മ്യൂണിറ്റി സിസ്റ്റത്തിന് ത്രെട്ടാണ്. ഇതിന്റെ എക്സാമ്പിളാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. അപ്പൊ ഇങ്ങനെ 4 തരത്തിലുള്ള അനാലിസിസിലൂടെ നമ്മൾ കടന്നുപോയാൽ നമ്മളിലുള്ള വ്യക്തി ഹൂ ആം ഐ എന്നുള്ള ആ ഉത്തരത്തിന് ആൻസർ. ഈ ആൻസറിനെയാണ് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. പ്യുവർ അവയർനെസ് ആണ്. ഒരു ഗുളികയോ ഒന്നുമില്ല. ആകെയുള്ളത് തിരിച്ചറിവ് മാത്രമാണ്. ആ തിരിച്ചറിവിലൂടെ നമ്മൾ യാത്ര ചെയ്താൽ വളരെ ഈസി ആയിട്ട് നമുക്ക് നമ്മളെ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, ഇനി നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കും. ഇതൊരു ബേസിക് ക്ലാസ് ആണ്. എൻ്റെ ഏതൊരു ട്രാൻസാക്ഷൻ അനാലിസിന്റെ ക്ലാസ് നോക്കിയാൽ ഇതൊക്കെ കിട്ടും. ഇത് ഞാൻ ഇച്ചിരി മോഡിഫിക്കേഷൻസ് ഒക്കെ വരുത്തിയിട്ടുണ്ട്. അശോക് സാർ ഒന്ന് പറഞ്ഞ് എന്തെങ്കിലും ചേഞ്ച് ഫീൽ ചെയ്തു? കേൾക്കുന്നില്ല സർ, കേൾക്കുന്നില്ല. അഡ്മിറ്റാവുന്നില്ലേ? കേൾക്കാമല്ലോ അല്ലേ? ആ പറയും. കേൾക്കാം, പറഞ്ഞോളൂ. ഇതിനെ കുറിച്ചൊക്കെ പറഞ്ഞു പോയത് കുറെ കൂടുതൽ അതായത് കുറച്ചുകൂടെ എനിക്ക് അന്ന് കിട്ടാത്തതാണോ എങ്ങനെയാണെന്നറിയില്ല. കുറെ കാര്യങ്ങളും കൂടെ കൂടി ഉണ്ടായിരുന്നു. ഉണ്ട് ഇതിനകത്ത് കുറെ കൂടെ ഉണ്ട്. അത് തന്നെ ഞാൻ ഉദ്ദേശിച്ചത്. അതിനകത്ത് ചിലതൊക്കെ ഈ IQ അതൊക്കെ പറഞ്ഞു പോയിട്ടുണ്ട്. അത് മറ്റേ കുറച്ച് കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇവിടെ EQ പറഞ്ഞത് എനിക്ക് കുറച്ച് ഡൗട്ട് വന്നായിരുന്നു. എന്താണ് ഇമോഷണൽ ഇന്റലിജൻസിനെ കുറിച്ച് അത് പറഞ്ഞു വന്നു കഴിഞ്ഞപ്പോൾ ചെറിയ ഡൗട്ട് അവിടെ ആ ഭാഗത്ത് വന്നിരുന്നു. ഇപ്പൊ ഓർക്കുന്നില്ല എവിടെയാണ്. വേറെ ഒന്നുമില്ല. EQ-നെ ബേസ് ചെയ്തിട്ടാണ് ഇപ്പോഴത്തെ സിസ്റ്റം എല്ലാം വർക്ക് ചെയ്തത്. നമ്മളൊരാളെ സെലക്ഷൻ പോലും പലപ്പോഴും EQ ബേസ്ഡ് ആണ്. IQ എന്ന് പറയുന്ന സിസ്റ്റത്തെക്കാളും കൂടുതൽ ഇപ്പൊ EQ-ന് പ്രാധാന്യമുണ്ട്. കാരണം ഇമോഷണൽ ഇന്റലിജൻസിന് അത്രമാത്രം ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മളുടെ പ്രശ്നം ഇമോഷനാണ്. ബുദ്ധി ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ. ബുദ്ധി പ്രകടിപ്പിക്കാനുള്ള ഒരു സിസ്റ്റം വേണം. അത് വളരെ ഇമോഷൻ കൺട്രോൾഡ് ആയിട്ട് നമുക്ക് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനുള്ള ഒരു സിസ്റ്റം നമ്മുടെ മുമ്പിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പറ്റൂ. അല്ലെങ്കിൽ അതിനുള്ളൊരു പരിചയം ഉണ്ടെങ്കിലേ പറ്റൂ. അതൊരു എക്സ്പീരിയൻസ് ആണ്. അപ്പൊ അതുകൊണ്ട് പലപ്പോഴും ജോലികൾ നഷ്ടപ്പെട്ടു പോകുന്നത് അതുകൊണ്ടാണ്. ജോലിയൊക്കെ കിട്ടും,
പക്ഷെ ജോലി നഷ്ടപ്പെട്ടു പോകും. കാരണം ഇമോഷണൽ EQ ലെവൽ വളരെ ബന്ധങ്ങൾ തമ്മിൽ ഉണ്ടാക്കുക, ബോസും സബോർഡിനേറ്റും തമ്മിൽ ബന്ധങ്ങൾ ശരിയാണെങ്കിൽ എല്ലാം താളപ്പുഴയാവും, റിസൾട്ട് ഓറിയന്റഡ് ആകത്തില്ല. അപ്പൊ അതുകൊണ്ട് ഇമോഷൻസിന് കൂടുതൽ ഇമ്പോർട്ടൻസ് ഉണ്ട് എന്ന് പറഞ്ഞതാണ്. ഓക്കെ, ജയൻ സാറേ. ഞാൻ ടോപ്പിക്കിനെ ഒന്ന് റിവൈസ് ചെയ്ത് നോക്കിയത്. രാവിലെ മറ്റേന്ന് കയറാൻ പറ്റില്ല, ലേറ്റ് ആയി. നാളെ 8:30 ഉണ്ട്, നാളെ രാവിലെ 6:30 ഉണ്ട്. അത് കണ്ടു സെയിം ടോപ്പിക്കാ, വലിയ വ്യത്യാസമൊന്നുമില്ല. ജോർജ് സാർ. സാർ ഇത് രാവിലെ 6:30 തുടങ്ങുന്ന ടിയുടെ ക്ലാസ് തന്നെ? സെയിം ക്ലാസ്. അത് അവര് ഇന്ന് പെട്ടെന്ന് എന്നെ വിളിച്ചു പറഞ്ഞപ്പോ എന്തായാലും ടി എടുക്കുമല്ലോ, പിന്നെ ടി ആയിക്കോട്ടെ എന്ന് ചോദിച്ചു. അതെ, മറ്റേ ഡെയിലി 6:30 പ്രോഗ്രാം ഉണ്ട്? അല്ല, ഡെയിലി 6:30 അവിടെ പ്രോഗ്രാംസ്, പല പല പ്രോഗ്രാംസ് ഉണ്ട്. അതിന്റെ കൂടെ നാളത്തെ ക്ലാസ് എന്റെ. ഓക്കെ ഓക്കെ. ഗ്രൂപ്പിലിരിക്കുന്ന അശോകൻ ഒത്തിരി കാലങ്ങൾക്ക് ശേഷമാണ് ഞങ്ങൾ തമ്മിൽ കാണുന്നത്. ശരിയൊക്കെ കാണുന്നുണ്ട് അശോക് കുമാർ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. സർ, ഞങ്ങള് ഒന്നിച്ച് വർക്ക് ചെയ്തിട്ടുള്ള. പറഞ്ഞു ജോർജ് സാർ പറഞ്ഞു, സുധീഷ് സാർ പറഞ്ഞു. പിന്നെ ഈ സബ് കോൺഷ്യസ് മൈൻഡ് 6 വയസ്സ് വരെ കുട്ടികൾക്ക് കോൺഷ്യസ് മൈൻഡ് അതിന് ശേഷമാണോ വരുന്നതെന്നാണോ പറഞ്ഞത്? എന്ന് ഞാൻ പറയുന്നില്ല. അതിന്റെ മീനിങ് അതാണ്. സബ് കോൺഷ്യസ് മൈൻഡ് ആണ് ആ ഡോമിനന്റ് കൂടുതൽ അവിടെയാണ്. ചെറുപ്പത്തിൽ പിന്നെ തീരെ കോൺഷ്യസ് മൈൻഡ് ഇല്ല, കോൺഷ്യസ് മൈൻഡ് കുറവാണ്. കുറവാണ്. തീരുമാനമൊക്കെ എടുക്കാൻ പറ്റുമോ അവർക്ക്? തീരുമാനമൊക്കെ എടുക്കാനുള്ള ശക്തി കുറവല്ലേ അവർക്ക്? എല്ലായ്പ്പോഴും നമ്മളെ ഡിപ്പെൻഡ് ചെയ്തില്ലേ, മാതാപിതാക്കളെ ഡിപ്പെൻഡ് ചെയ്ത് ശരിയാണോ, അങ്ങനെ ചെയ്യട്ടെ ഇങ്ങനെ ചെയ്യട്ടെ എന്നൊക്കെ ചോദിക്കുന്നത് അവർക്കൊരു കോൺഷ്യസ് മൈൻഡിന്റെ ശക്തി ഇല്ലാത്തതുകൊണ്ട്. അപ്പൊ അവിടെ കൂടുതലും സബ് കോൺഷ്യസ് മൈൻഡിന്റെ തലമാണ്. പക്ഷെ ചില കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്ത് ചില കാര്യങ്ങൾ അവർ തീരുമാനമെടുക്കും. ഇന്നത്തെ കുട്ടികൾ വളരെ വളരെ ക്വിക്കാണ്. ഇന്നത്തെ കുട്ടികൾ കോൺഷ്യസ് മൈൻഡ് ഉപയോഗിച്ച് മൊബൈൽ ഉപയോഗിക്കുന്ന കണ്ടിട്ടില്ല. ഇന്നത്തെ കുട്ടികൾ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആണ്. കാരണം അവർക്ക് മനസ്സിലാകുന്ന ഒരു മെത്തേഡാണ് മൊബൈലിൽ അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് കൂടുതൽ മനസ്സിലാകത്തില്ല. അവരുടെ ലാംഗ്വേജുമായിട്ട് കണക്ട് ചെയ്ത് പോകുന്ന ഒരു സിസ്റ്റമാണ്. അവര് വയറ്റിലുള്ളപ്പോഴേ മൊബൈലാണല്ലോ, മൊബൈലിന്റെ ചലനങ്ങളാണല്ലോ അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതെ. അപ്പൊ ആ ഒരു വൈബ്രേഷൻ അവർക്ക് കിട്ടും. അപ്പൊ അത് നമ്മളതിനെ 6 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ സബ് കോൺഷ്യസ് മൈൻഡിന്റെ പവർ വളരെ കൂടുതലാണ്. കോൺഷ്യസ് മൈൻഡിന്റെ തീരുമാനങ്ങൾക്കൊന്നും വലിയ ശക്തിയില്ല. അപ്പൊ അവർ കൂടുതലും സബ് കോൺഷ്യസ് മൈൻഡിലെ കാര്യങ്ങൾ സ്വീകരിച്ചു വെക്കും. നമ്മൾ പശു അയവിറക്കുന്ന പോലെയാണ്. പശു കയവിറക്കുന്ന സമയത്ത് കിട്ടുന്നത്രയും ശേഖരിച്ചു വെക്കും. അതിനുശേഷമാണ് അത് പിന്നെ സൗകര്യം പോലെ എടുത്ത് ചെയ്യുന്നത് എന്ന് പറയുന്ന ഒരു സിസ്റ്റമാണ് അവർക്ക്. പക്ഷെ അങ്ങനെ ഒരു സിസ്റ്റം നാച്ചുറലി മനുഷ്യർക്കില്ല. പക്ഷെ കാലപ്പഴക്കത്തിൽ അല്ലെങ്കിൽ മുന്നോട്ട് പോകുന്ന സമയത്ത് എക്സ്പീരിയൻസിലൂടെ അവർ ഓട്ടോമാറ്റിക്കായിട്ട് റീപ്രോഗ്രാം ചെയ്യും. പക്ഷെ എന്നിട്ടും ഈ വിലക്കുകളുടെ ശക്തി പലപ്പോഴും അവിടെ കിടക്കും. അപ്പൊ നമുക്ക് സ്ക്രിപ്റ്റീവ് ബിഹേവിയറിലേക്ക് വരുമ്പോൾ അത് മനസ്സിലാവും അതിന്റെ ശക്തി എന്താണെന്ന്. ചെറിയ അത്ര നിസ്സാരമായ ഒരു കാര്യമല്ല. അപ്പോഴാണ് സബ് കോൺഷ്യസ് മൈൻഡിൽ നമ്മൾ പറഞ്ഞോളൂ സാറേ. ഇമ്മ്യൂണിറ്റി പവറിന്റെ 3 തരത്തിലുണ്ടെന്ന് പറഞ്ഞില്ലേ? നാച്ചുറലും ആക്റ്റീവും. മൂന്നാമത്തെ എന്നായിരുന്നു? മൂന്നാമത്തെ പാസീവ്. വരികയും പോവുകയും. ഇപ്പൊ നമ്മള് വാക്സിൻ ഒക്കെ കഴിക്കുന്ന പാസീവാണ്. ഓക്കെ, അത് സ്ക്രീനിൽ തെളിഞ്ഞില്ല. പാസീവ് അത് അതിന്റെ അത് ഇന്നേറ്റ് എന്ന് വെച്ചാൽ ഇൻബോൺ. അഡാപ്റ്റീവ് എന്ന് വെച്ചാൽ ആക്റ്റീവ്, നമുക്ക് ചെയ്യാം. പാസീവ് എന്ന് വെച്ചാൽ വരികയും പോവുകയൊക്കെ ചെയ്യും. ഓക്കെ സർ, താങ്ക് യു. മറ്റൊരു ഡൗട്ട്, ഇത് സംശയങ്ങളൊക്കെ പുറത്തു വരും. കോൺഷ്യസ് മൈൻഡും സബ് കോൺഷ്യസ് മൈൻഡും മനുഷ്യന് മാത്രമേ ഉള്ളൂ, മറ്റു അങ്ങനെയൊന്നും പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെയൊന്നും പറയാൻ പറ്റത്തില്ല. മനുഷ്യന് ഡോമിനന്റ് ആണ്. മനുഷ്യനുള്ളത്രോളം മറ്റുള്ളവർക്കൊന്നുമില്ല.
മനുഷ്യനുള്ളത്രോളം മറ്റ് ഒരു പട്ടിക്കൊക്കെ ചിലപ്പോ അങ്ങനെ കാണിക്കുന്നില്ലേ? എല്ലാ ജീവജാലങ്ങൾക്കും ഉണ്ട്. അതിനനുസരിച്ചുള്ളത് കൊടുത്തിട്ടുണ്ട്. പട്ടിക്ക് അതിന്റെ ഫുഡ് കിട്ടാൻ വേണ്ടിയിട്ട് കോൺഷ്യസ് മൈൻഡ് എത്രമാത്രം ഉപയോഗിക്കണം എന്നുള്ളതിന്റെ പവർ കൊടുക്കുക. അതിന് ഫുഡ്, അതിന്റെ ബേസിക് നീഡ് ലഭിക്കാൻ വേണ്ടിയിട്ട് നാം കൃത്യമായിട്ടുണ്ട്. ഭക്ഷണം കണ്ടെത്തുക, അതിന്റെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം, അതുപോലെ തന്നെ അതിന്റെ സെക്യൂരിറ്റി സിസ്റ്റം, ആ ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ബുദ്ധി എല്ലാത്തിനും കൊടുത്തിട്ടുണ്ട്. മനുഷ്യൻ ഇച്ചിരി അനാവശ്യമായി കൂടുതൽ കൊടുത്തു, അത്രമാത്രം. അത് കൃത്യമായിട്ട് മനുഷ്യൻ ഉപയോഗിക്കുന്നുമുണ്ട്. അവിടെയാണ് നമുക്ക് ഇതൊക്കെ പഠിക്കേണ്ടി വന്നത്. ഇല്ലെങ്കിൽ നമുക്ക് ഇതൊന്നും പഠിക്കേണ്ട ആവശ്യം വരത്തില്ല. സാർ, ഇയർലി സ്റ്റേജ് ഒന്നുകൂടെ പറയാമോ? ആ ലിബിഡോ സ്റ്റേജ്. ലിബിഡോ ആദ്യത്തെ സ്റ്റേജ് അല്ലേ? അത് 5 സ്റ്റേജുകളാണുള്ളത്. ഓറൽ സ്റ്റേജ്, അത് 18 മാസം, ആദ്യത്തെ 1.5 വർഷക്കാലമാണ് ഓറൽ സ്റ്റേജ്. എന്നുവെച്ചാൽ നമ്മള് വായു ഉപയോഗിച്ച് നമ്മൾ കുട്ടി ആദ്യമേ സെൻസ് ചെയ്യുന്നത് എന്താണ്? ഏറ്റവും ആദ്യത്തെ സെൻസ് ഏതാണ് കുട്ടിയുടെ? ടേസ്റ്റ് ആണ്. ടേസ്റ്റിലൂടെയാണ് അമ്മയെ തിരിച്ചറിയുന്നത്. അതിനുശേഷമാണ് ടച്ച് ഉള്ളൂ. ടേസ്റ്റ് ആണ് ആദ്യം ഐഡന്റിഫൈ ചെയ്യുന്നത്, അതിനുശേഷമാണ് ടച്ച്, പിന്നെ ചൂട് കൊണ്ട് അമ്മയെ മനസ്സിലാക്കും. ടേസ്റ്റ് ആണോ സ്മെല്ലാണോ? ടേസ്റ്റ് ആണ്. പാല് കുടിക്കുന്നതിലൂടെയാണ് അത് അമ്മയെ. പാല് കുടിച്ചില്ലെങ്കിലും ഒരു അമ്മയുടെ മണം, ആ സ്മെല്ല് കിട്ടുമ്പോഴാണ് അമ്മ അടുത്തുണ്ടെന്നുള്ളൊരു ബോധം വരുന്നത്. സാർ, അത് ആദ്യത്തെ സെൻസ് എന്താണ്? കുട്ടിക്ക് ആദ്യം വേണ്ടത് ഭക്ഷണമാണ്. അത് കിട്ടിയില്ലെങ്കിൽ ഒന്നും സംഭവിക്കത്തില്ല, വേറെ ഒന്നും ശരിയാകത്തില്ല. അപ്പൊ ആദ്യം അത് വേണം. കിട്ടിക്കഴിയുമ്പോഴാണ് അമ്മയാണെന്ന് സെൻസ് ചെയ്യുന്നത്. ആ ടേസ്റ്റിലൂടെയാണ് അമ്മയെ അറിയുന്നത്. അതുകൊണ്ടാണ് കുപ്പിപ്പാൽ കൊടുത്താലൊന്നും അംഗീകരിക്കാതെ പോകും. അതൊക്കെ സെൻസ് ചെയ്യുക, കറക്റ്റായിട്ട് മനസ്സിലാവും. ഏറ്റവും ആദ്യം കിട്ടുന്ന ടേസ്റ്റ് അത് തന്നെയാണ്. അതുകൊണ്ടാണ് അത് അക്സെപ്റ്റ് ചെയ്യുന്നത്. രണ്ടാമത്തത് അനൽ എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ മോഷൻസിനെ കൺട്രോൾ ചെയ്യത്തില്ലേ, മൂത്രമൊഴിക്കുക, അങ്ങനെയുള്ളത്. അനൽ സിസ്റ്റം സെക്ഷൽ ആയിട്ട് വരുന്ന സെക്ഷൽ ഓർഗൻസ് ഉപയോഗിച്ചു. പിന്നെ ഫാലിക്കാണ് ഈ പറയുന്ന 6 വയസ്സിന് താഴെയുള്ള സിസ്റ്റമാണ് നമ്മൾ ഈ ട്രാൻസാക്ഷൻ അനാലിസിക്ക് വരുന്നത്. ഇവിടെ എല്ലാം ഫിക്സേഷൻസ് ഉണ്ടാകാറുണ്ട്. ഓറലില്, അനലില്, ഫാലിക്, ഈ ഫിക്സേഷൻസിനാണ് നമ്മൾ സ്ക്രിപ്റ്റ് ബിഹേവിയർ ട്രാൻസാക്ഷൻ അനാലിസിസ് പറയുന്നത്. അതൊരു ഡീറ്റെയിൽ സ്റ്റഡി തന്നെയാണത്. പക്ഷെ അവിടെ എല്ലാം ആ സിസ്റ്റം മാറ്റിയിട്ട് ട്രാൻസാക്ഷൻ അനാലിസിസ് സ്ക്രിപ്റ്റുകൾ, ഇൻജങ്ഷൻസ് ഒക്കെ ആയിട്ട് അതിനങ്ങ് മാറ്റും. അത് നമുക്ക് പറയാം. ഫ്ലോഡിയൻ തിയറി പറയുമ്പോൾ ഈ ഒരു രീതിയിലാണ് പോകും. ലേറ്റൻസി എന്ന് പറഞ്ഞാൽ മെച്യൂരിറ്റിയിലേക്ക് വരുന്ന കുട്ടികളുടെ ടീൻസ് മെച്യൂരിറ്റി ലെവൽ വരെ, പിന്നെ അഡൽട്ട് സ്റ്റേജ്. വേറെ ഡൗട്ടുകൾ? സാറേ താങ്ക് യു. ഇറങ്ങിക്കോട്ടെ. തീർച്ചയായും. ഓക്കെ, സമയം കഴിഞ്ഞു പോയി. ശരി, ഓക്കെ. അപ്പൊ നാളെ നമുക്ക് നാളത്തെ ദിവസം എന്താ വെച്ചാൽ ബുധനാഴ്ച, നാളെ നമുക്കൊരു സ്വല്പം നേരത്തെ കയറാം. ഞാൻ ഇതൊന്ന് റിവൈസ് ചെയ്യാം, ഈ ടോപ്പിക് എല്ലാം ഒന്ന് റിവൈസ് ചെയ്യാം. അപ്പൊ ഒരു 8:15 ആകുമ്പോൾ കയറിക്കും. ഒന്ന് റിവൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊക്കെ ഒന്ന് പിടിച്ച് നിൽക്കത്തുള്ളൂ. ഓക്കെ. ഹലോ സാർ, ഒരു ചെറിയ ഡൗട്ട്. ഞാൻ നോട്ട് ചെയ്ത ഡൗട്ട് സാറ് ചോദിച്ചു, പക്ഷെ അത് വേറെ രീതിയിലായിരുന്നു മാത്രം. അതായത് നമ്മുടെ മനുഷ്യന്റെ ഈ മൈൻഡിന്റെ 3 തലം പറഞ്ഞല്ലോ, അതിൽ ഈ മൃഗങ്ങളും മനുഷ്യനും വേർതിരിക്കുന്ന അഡൾട്ടിന്റെ ഭാഗമല്ലേ മെയിൻ ആയിട്ട് വലിയ വ്യത്യാസം വരുന്നത്? അല്ല, അതിനകത്ത് ഒരു ചെറിയ വ്യത്യാസമുണ്ട്. സാധാരണ മൃഗങ്ങളിലെ 2 ക്ലാസ്സിൽ തിരിക്കാം. ഇപ്പൊ നമ്മൾ ഇഴഞ്ഞ് ജീവിക്കുന്ന ഇതിലെ ഇഴജീവികൾ, ഇഴജീവികൾക്ക് ലോവർ ബ്രെയിൻ മാത്രമേ ഉള്ളൂ. ലോവർ ബ്രെയിനെ നമുക്ക് ഇങ്ങനെ പറയാം, ഇൻ ബ്രെയിൻ അല്ലെങ്കിൽ ലോവർ ബ്രെയിൻ. റെപ്റ്റീലിയൻ ബ്രെയിൻ എന്നാ പറയുന്നത്, ലോവർ ബ്രെയിൻ എന്ന് പറയും. ഈ ലോവർ ബ്രെയിനിന്റെ പ്രത്യേകത, അവർക്ക് 3 കാര്യങ്ങളേ ഉള്ളൂ. ഒന്ന് ഭക്ഷണം, ഒന്ന് പ്രത്യുൽപാദനം, പിന്നെ ഷെൽട്ടർ. അപ്പൊ ഒരു ഇഴജീവി അതിനെ കൂടുതലൊന്നും അവന് പ്രതീക്ഷിക്കുന്നില്ല. അപ്പൊ അത് ഇൻ ബ്രെയിൻ, അങ്ങനെയുള്ള ബ്രെയിനുകളുള്ള ജീവികളുണ്ട്. മാമേലിയൻ ബ്രെയിൻ എന്ന് പറയുന്ന മിഡ് ബ്രെയിനും ഇൻ ബ്രെയിനും ഉള്ളതും, എന്നുവെച്ചാൽ ലോവർ ബ്രെയിനും മിഡ് ബ്രെയിനും കൂടെ ഉള്ളത്. സസ്തനികൾ, കുഞ്ഞുങ്ങളെ പ്രസവിച്ച് ജീവിക്കുന്ന എല്ലാ മൃഗങ്ങൾക്കും, നമ്മൾ വളർത്തുന്ന ജീവികൾക്കെല്ലാം മിഡ് ബ്രെയിൻ ഉണ്ട്. എത്രമാത്രം ലെവലുണ്ട് എന്നുള്ളതാണ് പ്രശ്നം. എന്നുവെച്ചാൽ റിലേഷൻഷിപ്പിനെ മനസ്സിലായി, കുട്ടികളെ പരിചരിക്കുന്നതിൽ ശ്രദ്ധ കാണിക്കുന്ന എല്ലാ കുട്ടികളും, എല്ലാ ജീവികൾക്കും. കോഴിക്കുഞ്ഞുങ്ങൾക്കില്ലേ,
കോഴി ഒരു പരിധി വരെ വളർന്നു കഴിഞ്ഞാൽ കോഴികളെ കൊത്തി ഓടിക്കത്തില്ലേ? അപ്പൊ അതിന്റെ ബ്രെയിനിന്റെ കപ്പാസിറ്റി എത്ര? അതേസമയം മാമൽസ് ആണെങ്കിലോ ഏത് പ്രായം വരെയാണെങ്കിലും ഒരു പരിധി വരെയൊക്കെ കാണും. മനുഷ്യൻ വളരെ കൂടുതലാണ്. മനുഷ്യന് മാത്രമുള്ള മനുഷ്യന് കൂടുതലുള്ളതാണ് അപ്പർ ബ്രെയിൻ അല്ലെങ്കിൽ ഫോർ ബ്രെയിൻ. അതാണ് നമ്മൾ പറഞ്ഞ ഫ്രണ്ടൽ സെർബൽ കോർട്ടക്സ് എന്ന് പറയുന്ന ഏരിയ, ചുളിവുകളുള്ള ബ്രെയിൻ. ഇതും ബ്രെയിനാണ്, ഈ മനുഷ്യനാണ് ഏറ്റവും കൂടുതലുള്ളത്. അതുകൊണ്ടാണ് തിങ്കിങ് പവർ കൂടുതൽ. ഈ തിങ്കിങ് പവർ ഉപയോഗിച്ച് ഹിൻ ബ്രെയിനിലെ ആക്ഷൻ ആണ് ചെയ്യുന്നത്. തിങ്കിങ് ബ്രെയിൻ ഉപയോഗിക്കും, ഹിൻ ബ്രെയിനിലൂടെ ആ വർക്ക് ചെയ്തെടുക്കും. അപ്പൊ മിഡ് ബ്രെയിന്റെ ഫംഗ്ഷൻ എന്ന് വെച്ചാൽ റിലേഷൻഷിപ്പിനെ ഹോൾഡ് ചെയ്യാണ്. അപ്പൊ നല്ല സ്ഥായിയായ റിലേഷൻഷിപ്പ് ഉള്ള ഒരു വ്യക്തി, അല്ലെങ്കിൽ യാഥാർത്ഥ ബോധമുള്ള ഒരു വ്യക്തി, അല്ലെങ്കിൽ നല്ല തിങ്കിങ് ബ്രെയിൻ, അല്ലെങ്കിൽ നല്ല റിലേഷൻഷിപ്പ് ഉള്ള ഒരു ബ്രെയിൻ ഒരിക്കലും നമ്മൾ അനാവശ്യമായ പ്രവർത്തികളിലൂടെ കടന്നു പോകും. അപ്പൊ നമ്മളെ ഒത്തിരിയും കാണുന്നുണ്ട്, അമ്മ അല്ലെങ്കിൽ അച്ഛൻ മകളെ ഉപയോഗിക്കുന്നു, സഹോദരങ്ങൾ മകളെ പീഡിപ്പിക്കുന്നു. ഇതൊക്കെ വരുന്നത് ഹിൻ ബ്രെയിന്റെ അല്ലെങ്കിൽ മിഡ് ബ്രെയിന്റെ ശക്തി ഇല്ലാതെ പോകുന്ന, യാഥാർത്ഥ്യ ബോധമില്ലാത്തത്, ശരിക്കും പറഞ്ഞാൽ അഡൽട്ട് കുറഞ്ഞു പോകുന്നു. ഫോർ ബ്രെയിൻ എന്ന് പറയുന്നത് നമ്മൾ പേരന്റുമായിട്ട് നമുക്ക് വേണമെങ്കിൽ ലിങ്ക് ചെയ്യാം. ഹിൻ ബ്രെയിനെ നമുക്ക് നമ്മളുടെ ചൈൽഡ് സ്വഭാവമാണ്. എനിക്കിപ്പോ തന്നെ കാര്യങ്ങൾ സാധിക്കണം എന്ന് പറയുന്നത് ഹിൻ ബ്രെയിന്റെ സ്വഭാവം. ഫോർ ബ്രെയിൻ എന്ന് പറയുന്നത് തിങ്കിങ് നേച്ചറാണ്. അത് പേരന്റിന്റെ ആങ്സൈറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് വേണമെങ്കിൽ കണക്ട് ചെയ്യാം. ഇതൊരു സയന്റിഫിക് സ്റ്റഡി അല്ല, ഞാൻ പറയുന്ന ഒരു സ്റ്റഡി എന്ന് വിചാരിച്ചാൽ. മിഡ് ബ്രെയിൻ എന്ന് വെച്ചാൽ റിലേഷൻഷിപ്പാണ്. റിലേഷൻഷിപ്പ് ബെറ്റർ ആണെങ്കിൽ അഡൽട്ട് ആയിട്ട് ഉണർന്നത്. അപ്പൊ അഡൽട്ട് എത്രമാത്രം പവർഫുൾ ആവുന്നു അത്രമാത്രം ഒരു മനുഷ്യന്റെ റിലേഷൻ, സോഷ്യൽ ലൈഫ്, റിലേഷൻഷിപ്പ് ലൈഫ് ബെറ്റർ ആയി. ഇതാണ് ഒരു മനുഷ്യനെ മനുഷ്യനാക്കുന്നത്, ഹ്യൂമൻ ബീയിങ് ആക്കുന്നത്. മനുഷ്യനെ മൃഗമാക്കുന്നു എന്ന് പറയുമ്പോൾ ഹിൻ ബ്രെയിന്റെ പവറാണ്. അവിടെ മിഡ് ബ്രെയിൻ ഒരു ഇഫക്റ്റും ഇല്ല. കഞ്ചാവ് അടിക്കുകയും മദ്യപിക്കുകയും ഇങ്ങനെയുള്ള ഡ്രഗ്സിൽ കൂടെയൊക്കെ പോകുമ്പോൾ മിഡ് ബ്രെയിൻ ഡൗൺ ആവും. അപ്പൊ റിലേഷൻസ് മനസ്സിലാക്കാൻ പറ്റത്തില്ല. ഒരാളെ കാണുമ്പോൾ, ഒരു പെൺകുട്ടിയെ കാണുമ്പോൾ അതിലൂടെ സെക്സ് ഡെവലപ്പ് ചെയ്യാമെന്ന് ചിന്തിക്കുന്ന ഒരു സിസ്റ്റത്തിലേക്ക് കടന്നുപോകും. അവിടെ മിഡ് ബ്രെയിൻ ഒരു ഇഫക്റ്റും ഇല്ല. അതുകൊണ്ടാണ് അഡൽട്ട് മിഡ് ബ്രെയിൻ ആ ലിംബിക് സിസ്റ്റത്തിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് അഡൽട്ടിനെ കൂടുതൽ അവെയർ ആക്കുക. എന്ന് വെച്ചാൽ നമ്മുടെ തോട്ടുകളും റിലേഷൻസും അല്ലെങ്കിൽ ഇമോഷൻസും റിലേഷൻഷിപ്പിനുമായിട്ട് ബന്ധപ്പെട്ട, അതാണ് ഈ അമ്മയും പെങ്ങളെയും തിരിച്ചറിയാൻ പാടില്ലേടാ എന്ന് ചോദിക്കുന്നതിന്റെ റിലേഷൻഷിപ്പ് അവിടെയാണ്. മിഡ് ബ്രെയിൻ ഇല്ല അങ്ങനെയുള്ള ഒരു ഭ്രാന്തമായ അവസ്ഥ, ഒരു പക്വതയില്ല, ഒരു ലോജിക്കൽ തിങ്കിങ് ഇല്ല. അങ്ങനെയുള്ളവർക്ക് തിങ്കിങ്ങിലൂടെ കാണും. ഫ്രണ്ട് ബ്രെയിനിൽ കാണുന്ന തിങ്കിങ് നേരെ ഹിൻ ബ്രെയിനിൽ കൂടെ നടത്തുക എന്ന് മാത്രമേ ഉള്ളൂ. റിലേഷൻഷിപ്പിന് ഇമ്പോർട്ടൻസ് ഇല്ല. അതുകൊണ്ടാണ് മനുഷ്യൻ മൃഗതുല്യമായി മാറുന്നത്. മനുഷ്യന് മാത്രമേ ഈ മിഡ് ബ്രെയിൻ ഉള്ളൂ. അത് നല്ലോണം ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റും. അവന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി അവനെ ആക്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ അവന്റെ മറ്റു ചില ആവശ്യങ്ങൾക്ക് വേണ്ടി പണം ഉണ്ടാക്കാൻ, കൈക്കൂലി മേടിക്കാൻ, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിന് മൈൻഡ് ചെയ്യാതെ ഈ താലിബാനൊക്കെ ചെയ്യുന്നതല്ലേ. മിഡ് ബ്രെയിനിന്റെ ആക്ഷൻ ഇല്ല. മിഡ് ബ്രെയിനെ അവർ കട്ട് ചെയ്യും. എന്നിട്ട് അവര് ഫോർ ബ്രെയിനും ഹിൻ ബ്രെയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ ജീവിക്കേണ്ടെന്ന് പറഞ്ഞാൽ അവനെ പിടിച്ചുമില്ല. തിങ്കിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവനെ കാണുന്നത് ആർ.യു.എ താലിബാൻ അല്ലെങ്കിൽ ടെററിസ്റ്റ് ആണോ അല്ലെങ്കിൽ അങ്ങനെ അതർ ആളാണോ എന്ന് കാണുന്നത് മാത്രമേ ഉള്ളൂ. അത് തിങ്ക് ചെയ്യുക ഉടനെ വെടിവെച്ചും കൊല്ലുക. വെടിവെച്ച് കൊല്ലുക എന്ന് വെച്ചാൽ മിഡ് ബ്രെയിൻ ഇല്ല, മിഡ് ബ്രെയിൻ ആക്ടിവിറ്റി ഇല്ല. അപ്പൊ നമ്മൾ പറയുന്നത് ട്രാൻസാക്ഷൻ അനാലിസിസിലൂടെ മിഡ് ബ്രെയിൻ ആക്ടിവിറ്റി കൂട്ടുക, അഡൽട്ടിനെ കൂടുതൽ ഇംപ്രൂവ് ചെയ്യുക. വെറും മൃഗത്തിലുള്ള മൃഗ ജീവിതമാകരുത്. യെസ്, പറഞ്ഞോളൂ. ഓക്കെ സാർ. അപ്പൊ ഇവിടെ ഒരു ചെറിയ സംശയം കൂടെ സാർ ഇതില്. അപ്പൊ നമ്മളിപ്പോ നമ്മൾ വളർത്തു മൃഗങ്ങള് ഇപ്പൊ ഒരു കാലത്ത് ഇപ്പൊ ആനയായാലും മറ്റോ ഒക്കെ കാട്ടിൽ ജീവിച്ചിരുന്ന ഇതാണ്. അപ്പൊ അതിനെ മെരുക്കിയെടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ അവിടെ വരുന്ന മാറ്റം എന്താണ് സത്യത്തില്? അവരുടെ ആ സെക്ഷൽ റീപ്രൊഡക്ഷൻ സിസ്റ്റം ഒന്ന് നോക്കൂ. അവർക്ക് ആർക്കെങ്കിലും ഒരു പാർട്ട്ണർ ഉണ്ടോ? പാർട്ട്ണർ ഉണ്ടാകുക എന്ന് വെച്ചാൽ അതൊരു തിങ്കിങ് അല്ലെ, ഒരു കോഗ്നിറ്റീവ് എബിലിറ്റിയാണ്. ഒരാളെ പാർട്ട്ണറായിട്ട് എടുക്കുന്നു, ആ പാർട്ട്ണറിലൂടെ മുന്നോട്ട് പോകുന്നു, ഒരു റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ഉണ്ടാക്കുന്നു, പുതിയ തലമുറ ഉണ്ടാകുന്നു. അങ്ങനെ ഒരു സിസ്റ്റം അവർക്കില്ല. അവർക്ക് വേണ്ടത് ഫുഡാണ്. ആ ഫുഡുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന തിങ്കിങ് ലെവൽ ആ മിഡ് ബ്രെയിൻ ഉണ്ട്. ഭക്ഷണം കൊടുക്കുന്ന ആളെ ഒരിക്കലും പട്ടി മറക്കത്തില്ലെന്ന് പറയുന്നത് അത്ര ലെവലേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് ഒരു ലെവലില്ല. അതുപോലെ യജമാനെതിരായിട്ട് നിൽക്കുന്ന ഏതൊരു വ്യക്തിയും പട്ടി ആക്രമിക്കുമല്ലോ. നമ്മള് ഇപ്പൊ ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയാം. ഒരു പട്ടിയെ കാവലേൽപ്പിക്കുക, ഒരു കുട്ടി വന്നാൽ കുട്ടിയെ അവൻ കടിച്ച് കീറിയിരിക്കും.
വേറെ ഏതൊരു ജീവിയും. പക്ഷെ ഒരു മനുഷ്യനാണെങ്കിൽ ഒരു കുട്ടി അവന്റെ ഏരിയയിലേക്ക് നീന്തി വന്നു കഴിഞ്ഞാൽ വെടിവെച്ച് കൊല്ലുവോ മനുഷ്യൻ? കൊല്ലത്തില്ല. അവന്റെ പെർമിഷൻ അതാണെങ്കിൽ പോലും അവനത് ചെയ്യത്തില്ല. കാരണം അവന് തിങ്കിങ് എബിലിറ്റി ഉണ്ട്. വേറെ ഏതൊരു ജീവിയാണെങ്കിലും അതിനെ എങ്ങനെയാണോ പഠിപ്പിച്ചിരിക്കുന്നത് ആ പഠിപ്പിക്കുന്ന രീതിയിൽ കൂടെ മാത്രമേ ചെയ്യൂ. ദാറ്റ്സ് എബിലിറ്റി. അത് മനുഷ്യന് മാത്രമേ ഉള്ളൂ. പക്ഷെ മനുഷ്യന് റാഷണൽ തിങ്കിങ് ഉണ്ട്. എന്ത് ചെയ്യണമെന്ന് അവന് തീരുമാനിക്കാം. പക്ഷെ തിങ്കിങ്, അതുകൊണ്ടാണ് മനുഷ്യർ പലപ്പോഴും ആൾക്കാരെ അവര് ത്രട്ടൻഡ് ആണെങ്കിൽ പോലും സേവ് ചെയ്യുന്നു. പല പ്രശ്നങ്ങളിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടുന്നു. അപ്പൊ ഈ ഒരു സിസ്റ്റം മനുഷ്യന് മാത്രമേ ഉള്ളൂ. മൃഗങ്ങൾക്ക് അതിനൊരു ലെവലുണ്ട്. പക്ഷെ അസാധാരണമായ രീതി കാണിക്കുന്നവരുണ്ട്, ഇല്ലെന്നില്ല. ചില മൃഗങ്ങൾ കണ്ടിട്ടില്ലേ, അതിന്റെ കുഞ്ഞുങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതിന് മനുഷ്യത്വം ഉണ്ടെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ദാറ്റ് ഇസ് സംതിങ്, സം അഡീഷണൽ ഗിഫ്റ്റ് ആണ് അത്. അല്ലെങ്കിൽ അവർ വളർന്ന പക്ഷെ കുട്ടികളുടെ കൂടെ, പൂച്ചക്കുട്ടികളുടെ കൂടെ വളർന്നു വരുന്ന എലീനെ കണ്ടിട്ടില്ലേ? എലീനെ അവർ ആക്രമിക്കത്തില്ലല്ലോ. അത് കണ്ടീഷൻഡ് ആണ്. കണ്ടീഷനിങ് ആണ്. ഈ കണ്ടീഷനിങ്ങളെ എപ്പോഴും തെറ്റിക്കുന്ന മനുഷ്യനാണ്. മനുഷ്യന്റെ സ്വാർത്ഥതയിൽ കണ്ടീഷനിലെല്ലാം തെറ്റിച്ചാണ്. ഓക്കെ സാറേ, ചെറിയ ചോദ്യം കൂടെ. ഇപ്പൊ സാറ് ഇപ്പൊ പറഞ്ഞു, ഇപ്പൊ ഇവിടെ നമ്മുടെ കുട്ടിക്കാലത്തുള്ള കാര്യങ്ങളാണ് നമ്മളെ തലയിലെഴുത്തായിട്ട് നമ്മളെ ഒരു മനുഷ്യന് അവന്റെ വ്യക്തിത്വ രൂപീകരണത്തിൽ വലിയ പങ്കുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ വരുമ്പോ സാറ് നമ്മള് ഒരു കുട്ടിക്കാലത്ത് നമ്മൾ വളരെ ഫ്രീ അല്ലേ? സത്യത്തിൽ കുട്ടിക്കാലത്ത് ഫ്രീ ആണ്. പക്ഷെ നമ്മളെ അത് സപ്രസ് ചെയ്തല്ലേ പലതും. അങ്ങനെ എനിക്ക് മനസ്സിലായത്. അപ്പൊ സത്യം പറഞ്ഞാൽ നമ്മള് ഫ്രീ, നമ്മള് എത്ര ശ്രദ്ധിച്ചാൽ മതി. കുട്ടിക്കാലത്തിരിക്കുന്ന കുട്ടി അച്ഛന്റെയും അമ്മയുടെയും മുമ്പിൽ കുട്ടി നിൽക്കുമ്പോൾ നമ്മള് രാക്ഷസന്മാരെ പോലെയാണ്. കുട്ടി അടങ്ങി ഒതുങ്ങി നമ്മളുടെ പുറകെ നിൽക്കുക. ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ എക്സെപ്ഷൻ ഉണ്ട് കേട്ടോ, അത് ഞാൻ സമ്മതിക്കുന്നു. ഇപ്പോഴത്തെ കുട്ടികളൊക്കെ അതിനെ അതിജീവിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അപ്പൊ ഈ ഒരു രാക്ഷസനെ പോലെ നിൽക്കുന്ന ഒരു വ്യക്തിയുടെ മുമ്പിൽ അവരെ അടങ്ങി ഒതുക്കി സബ്മിസീവായിട്ട് നിൽക്കുകയാണ്. എത്ര കാലം വരെ? അവർക്ക് തിരിച്ചു പറയാൻ പറ്റുന്ന കാലം വരെ. കുട്ടിക്കാലങ്ങളിലെല്ലാം തിരിച്ചു പറയാനുള്ള ശക്തി ഇല്ലാതെ അടിച്ചമർത്തപ്പെട്ട രീതിയിലാണ് നമ്മൾ വളർന്നതെങ്കിൽ നമ്മളിൽ അങ്ങനെ ഒരു ടെൻഡൻസി എപ്പോഴും കാണും. നമുക്ക് തീരുമാനം എടുക്കാൻ അച്ഛനും അമ്മയെ അനുവദിക്കാതെ നീ പറഞ്ഞാൽ കേട്ടാൽ മതി, ഒരക്ഷരം മിണ്ടരുതെന്ന് പറഞ്ഞ് വളർത്തിയ കുട്ടിയാണെങ്കിൽ തീരുമാനങ്ങൾ എടുക്കാൻ നേരത്ത് ശങ്കിക്കും. ഫൈനലായിട്ട് ഡിസിഷനിലേക്ക് എടുക്കാൻ പറ്റത്തില്ല. കാരണം അവന് സംശയമാണ്. അങ്ങനെ ചെയ്യാമോ, ഇങ്ങനെ ചെയ്യാമോ, അത് ചെയ്യാമോ, ഇത് ചെയ്യാമോ? കാരണം ഇങ്ങനെയൊന്നും കുട്ടികൾ പഠിച്ചിട്ടില്ല. അപ്പൊ അങ്ങനെയുള്ള കുട്ടികൾ എപ്പോഴും, എല്ലാവരും അങ്ങനെ ആണെന്നില്ല, അങ്ങനെയുള്ളവരുണ്ട്. അങ്ങനെയുള്ളവരുടെ ജീവിത ശൈലികൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അവർക്ക് ജീവിത വിജയം നേരിടാൻ ബുദ്ധിമുട്ട് വരും. തലയിലെഴുത്ത് എന്ന് പറയുന്നത്. തലയിലെഴുത്ത് തിരുത്താൻ പറ്റത്തില്ല എന്ന് പറയുമ്പോൾ ഈ ട്രാൻസാക്ഷൻ അനാലിസിസ് പറയുന്നത് ന്യൂറൽ ആ കൺസെപ്റ്റിനോട് കൂടി മനസ്സിലാക്കിക്കൊണ്ട് പറയുന്നത് തലയിലെഴുത്ത് തിരുത്താം. കാരണം തിരുത്താൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? ആ തലയിലെഴുത്ത് മനസ്സിലാക്കിയാൽ മതി. ഈ തലയിലെഴുത്താണ് എന്റെ മുമ്പിൽ പ്രശ്നമായിട്ട് ഇപ്പോൾ നിൽക്കുന്നതെന്ന് മനസ്സിലാക്കിയെടുത്താൽ മതി. ഇപ്പൊ ആ സിസ്റ്റത്തിൽ നടക്കേണ്ട ആളല്ല ഞാൻ. പണ്ടത്തെ നമ്മൾ മാറ്റിയിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും മാറ്റാൻ പറ്റാത്ത ചില കാര്യങ്ങൾ നമുക്കുണ്ട്. ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയാം. അച്ഛൻ ദേഷ്യമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ നമുക്ക് ദേഷ്യം ഉണ്ടാവും. സാധാരണ ശ്രദ്ധിച്ചു നോക്കി. അച്ഛൻ ദേഷ്യപ്പെട്ട് കർക്കശമായിട്ട് വളർത്തിയ ഒരു കുട്ടിയാണെങ്കിൽ തീർച്ചയായും ആ കുട്ടിക്ക്, ആണാണെങ്കിലും പെണ്ണാണെങ്കിലും, ദേഷ്യമുണ്ടാവും. അച്ഛന്റെ ദേഷ്യം ചീത്ത സ്വഭാവമാണല്ലോ. എന്നാൽ പിന്നെ അതങ്ങ് ഉപേക്ഷിച്ചാൽ പോരെ? നമ്മൾ എന്താ ഉപേക്ഷിക്കാത്ത? നമുക്ക് എന്തുകൊണ്ട് ഉപേക്ഷിക്കാൻ സാധിക്കുന്നില്ല? അത് നമ്മൾ സൂക്ഷിച്ചു വെച്ചിരിക്കുക. എപ്പോഴാ? അച്ഛൻ ഉപയോഗിച്ചതുപോലെ ജീവിതത്തിൽ വിജയം നേടാൻ വേണ്ടി ആ സ്വഭാവം നമ്മൾ ഉപയോഗിക്കും. അച്ഛൻ എവിടെയാണോ ആ സ്വഭാവം ജയിച്ചത്, അതേ സാഹചര്യത്തിൽ ആ മകൻ കല്യാണം കഴിക്കുമ്പോൾ ഭാര്യയോട് ദേഷ്യപ്പെട്ടിരിക്കും. ഇനി ദേഷ്യപ്പെടുന്നില്ലെങ്കിൽ പിൽക്കാലത്ത് അവന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഏതൊക്കെയോ വ്യക്തികൾ കൊടുത്ത ഇൻഫ്ലുവൻസ് കൊണ്ട് ആ സ്വഭാവം ശരിയല്ലെന്നും അത് മാറ്റേണ്ടതാണെന്ന് അവൻ തിരിച്ചറിഞ്ഞ് ആ സ്വഭാവത്തിൽ നിന്ന് അവൻ മാറി. അല്ലെങ്കിൽ അവൻ കല്യാണം കഴിക്കുന്ന പെൺകുട്ടി കൂടുതൽ ബുദ്ധിപൂർവ്വം പെരുമാറിയാൽ അവന്റെ ആ ക്യാരക്ടറിൽ നിന്ന് അവനെ മാറ്റിയെടുക്കാൻ സാധിക്കും. സോ ഈ സിറ്റുവേഷൻ നമ്മുടെ ജീവിതത്തിലുണ്ട്. നമുക്കതിലേക്ക് വരാം. അതൊക്കെ നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അനലൈസ് ചെയ്യും. നമ്മളുടെ ലൈഫ് എങ്ങനെയായത്. ഗുഡ് നൈറ്റ്.
ഓക്കെ, ഞാനിത് നമ്മുടെ ഗ്രൂപ്പിൽ ഇട്ടേക്കാം, ഇതിന്റെ റെക്കോർഡിങ്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നുകൂടെ കാണാം. അപ്പൊ നിങ്ങൾക്ക് നല്ല ഇതിന്റെ ബേസ് ആണ്, ആർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന തരമാണ്. ട്രാൻസാക്ഷൻ ഒരു തരത്തിൽ പോലും ഞാൻ തൊട്ടിട്ടില്ല. ഇത് സിമ്പിൾ അവയർനെസ് ആണ്, അതിനെ ഞാൻ ഇങ്ങനെ കണക്ട് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ട്രാൻസാക്ഷൻസ് വരാൻ പോകുന്നത്, അതുകൊണ്ടാണ് ഞാനത് കോമൺ പ്ലാറ്റ്ഫോമിലിട്ട് ആർക്കെങ്കിലും ഒക്കെ കാണാൻ കണ്ടോട്ടെ വെച്ചു. ഞാനത് പ്ലാറ്റ്ഫോം ഞാനത് നമ്മുടെ ഗ്രൂപ്പിൽ ഇട്ടേക്കാം, നിങ്ങൾക്കത് കാണാം. കണ്ടു വേണമെങ്കിൽ ഒന്നും കൂടെ ഒന്ന് മനസ്സിലായിക്കോളൂ. എന്നിട്ട് നാളെ സംശയങ്ങൾ ചോദിക്കാം, എന്നിട്ട് മുന്നോട്ട് പോകും. ഓക്കെ ഓക്കെ സർ, താങ്ക് യു വെരി മച്ച്. ഓക്കെ, താങ്ക്സ് സർ. ഗുഡ് നൈറ്റ്. താങ്ക് യു. ഗുഡ് നൈറ്റ്.